PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. വരുന്ന LDC 2024, LGS 2024 എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സിലബസ് പ്രകാരമുള്ള ഫ്രീ ക്ലാസ്സുകൾ നമ്മുടെ ചാനലിലൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ദിവസം 6 ക്ലാസ്സുകൾ വെച്ചാണ് വരുന്നത്. അപ്പോൾ 6 ക്ലാസ്സുകൾ ഏതൊക്കെയാണെന്ന് ഞാനൊന്ന് പറയാം. തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ്. ഒരുപാട് പേര് പുതിയതായിട്ട് വന്നിട്ടുള്ളവരുണ്ട്. അപ്പോൾ ആദ്യം മുതലേ ഫോളോ ചെയ്ത് വരുന്നവർക്ക് കൃത്യമായിട്ട് ഏത് സമയത്താണെന്നൊക്കെ അറിയാം. പുതുതായിട്ട് ജോയിൻ ചെയ്തവർക്ക് വേണ്ടിയിട്ട് പറയാം. ആദ്യത്തെ ക്ലാസ് 6 മണിക്കാണ്, കാലത്ത് 6 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. ദെൻ അടുത്തത് 9 മണിക്കാണ്. അത് കഴിഞ്ഞിട്ട് 12 മണിക്ക് അടുത്ത ക്ലാസ് വരും. ദെൻ അത് കഴിഞ്ഞ് 3 മണിക്ക് അടുത്ത ക്ലാസ് വരും. ഓക്കെ, ഇത്രയും ക്ലാസ് എന്ന് പറയുന്നത് ഇത് റെക്കോർഡഡ് ക്ലാസ് ആണ്. ഇതിൽ GK പോർഷൻസും മാത്സും ഇംഗ്ലീഷും എല്ലാം കവർ ചെയ്യും. ദെൻ അത് കഴിഞ്ഞ് രാത്രി 8 മണിക്ക് PYQ ഡിസ്കഷൻ ആണ് വരുന്നത്. ദെൻ രാത്രി 10:30 എക്സ്പെക്റ്റഡ് CA കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ് ആണ്. ഇത് രണ്ടും നമുക്ക് ലൈവ് ക്ലാസ് ആണ് വരുന്നത്. അപ്പോൾ 2 ലൈവ് ക്ലാസ്സും 4 റെക്കോർഡഡ് ക്ലാസ്സും, ഇങ്ങനെ ടോട്ടൽ 6 ക്ലാസ് ആണ് നിങ്ങൾക്ക് ഒരു ദിവസം ലഭിക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക, നോട്ട്സ് തയ്യാറാക്കിയിട്ട് പഠിക്കുക. നമ്മുടെ ക്ലാസ് ഒക്കെ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻ്റ് ആയിട്ട് അറിയിക്കാം. ഇഷ്ടപ്പെട്ടു എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ലൈക്ക് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ക്ലാസ് കേൾക്കാനിരിക്കുമ്പോൾ എപ്പോഴും നോട്ട്സ് തയ്യാറാക്കിയിട്ട് വേണം പഠിക്കാൻ വേണ്ടിയിട്ട്. നോട്ട്ബുക്ക് കയ്യിൽ വേണം, പഠിക്കുക, നോട്ട്സ് തയ്യാറാക്കുക. ഓക്കെ, പിന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിൽ മസ്റ്റ് ആയിട്ടും ജോയിൻ ചെയ്യണം. കാരണം നിങ്ങൾക്ക് ഓരോ ദിവസവും നൽകുന്ന ക്ലാസ്സുകൾ ഏതൊക്കെയാണെന്നുള്ളതിൻ്റെ ഇൻസ്ട്രക്ഷൻസും പഠിക്കാൻ വേണ്ടിയിട്ടുള്ളതിൻ്റെ PDF-ഉം കാര്യങ്ങളൊക്കെ നമ്മൾ ടെലഗ്രാം വഴിയാണ് കൊടുക്കുന്നത്. സോ ടെലഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് കടക്കാം. ഇന്ന് നമ്മൾ നോക്കുന്നത് +1 വേൾഡ് ജോഗ്രഫിയുടെ ഭാഗത്ത് വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മുഴുവൻ പാഠഭാഗങ്ങളും ക്യാപ്സ്യൂൾ രൂപത്തിലുള്ള നോട്ടിലാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോയിലോട്ട് കടക്കാം. നമ്മുടെ ടെക്സ്റ്റിൻ്റെ പേര് ഭൗതിക ഭൂമിശാസ്ത്രം അടിസ്ഥാന ഘടകങ്ങൾ എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്ന ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത് ഭൂമിശാസ്ത്രം ഒരു പഠന വിഷയം, ഭൂമിയുടെ ഉള്ളറ, വൻകരകളുടെയും സമുദ്രങ്ങളുടെയും വിതരണം, അന്തരീക്ഷം ഉള്ളടക്കവും ഘടനയും, സമുദ്രചലനങ്ങൾ എന്ന് പറയുന്ന 6 ചാപ്റ്ററാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ഭൂമിശാസ്ത്രം ഒരു പഠന വിഷയം. വളരെ ബേസിക് ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടാണ്. നോക്കുക, ഗ്രീക്ക് പണ്ഡിതനായ ഇറാത്തോസ്തനീസ് ആണ് ഭൂമിശാസ്ത്രം എന്ന പേര് ആദ്യമായി ഉപയോഗിച്ചത്. ഇത് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഗ്രീക്ക് പണ്ഡിതനായിട്ടുള്ള ഇറാത്തോസ്തനീസ് ആണ് ഭൂമിശാസ്ത്രം എന്ന് പറയുന്ന പദം ആദ്യമായി ഉപയോഗിച്ചത്. പഠിച്ചു വെച്ചേക്കുക, ഭൂമിശാസ്ത്രം എന്ന് പറയുന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ആരാണ്? ഗ്രീക്ക് പണ്ഡിതനായ ഇറാത്തോസ്തനീസ് ആണ്. ഇനി ഈ ജിയോഗ്രഫി എന്ന് പറയുന്ന പദം രൂപപ്പെടുത്തിയത് ഗ്രീക്ക് പദങ്ങളായ ജിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമി എന്നാണ് മീനിങ്. അതുപോലെ ഗ്രാഫോസ് എന്ന് പറഞ്ഞാൽ വിവരണം എന്നുള്ളതാണ് മീനിങ്. അപ്പോൾ ഗ്രീക്ക് പദങ്ങളായിട്ടുള്ള ജിയോ, ഗ്രാഫോസ് എന്നിവയിൽ നിന്നാണ് ഈ ഭൂമിശാസ്ത്രം എന്ന് പറയുന്ന, ജോഗ്രഫി എന്ന് പറയുന്ന ഈ പദം രൂപപ്പെടുത്തിയത്. ഏറ്റവും ലളിതമായി പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിയെക്കുറിച്ചുള്ള വിവരണമാണ് എന്ത്? ഭൂമിശാസ്ത്രം എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് നിർവചനങ്ങൾ പഠിക്കാനുണ്ട്. നോക്കുക, ഭൗമോപരിതലത്തിലെ പ്രാദേശിക വൈവിധ്യങ്ങളെക്കുറിച്ചുള്ള വിവരണവും വിശദീകരണവുമാണ് ഭൂമിശാസ്ത്രം എന്ന് നിർവചിച്ചത് ആരാണ്? റിച്ചാർഡ് ഹാർട്ട്ഷോൺ ആണ്. ഓക്കെ, റിച്ചാർഡ് ഹാർട്ട്ഷോൺ ആണ് ഭൗമോപരിതലത്തിലെ പ്രാദേശിക വൈവിധ്യങ്ങളെക്കുറിച്ചുള്ള വിവരണവും വിശദീകരണവുമാണ് ഭൂമിശാസ്ത്രം എന്ന് പറഞ്ഞത്. അടുത്തത് ഹെറ്റ്നർ പറഞ്ഞത് എന്താണ്? ഭൗമോപരിതലത്തിലെ വിവിധ ഭാഗങ്ങളിൽ അനുഭവപ്പെടുന്ന പ്രതിഭാസങ്ങൾ തമ്മിലുള്ള വ്യത്യാസങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് ഭൂമിശാസ്ത്രം. ഓക്കെ, ഭൗമോപരിതലത്തിലെ വിവിധ ഭാഗങ്ങളിൽ അനുഭവപ്പെടുന്ന പ്രതിഭാസങ്ങൾ തമ്മിലുള്ള വ്യത്യാസങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് ഭൂമിശാസ്ത്രം എന്ന് പറഞ്ഞത് ആരാണ്? ഹെറ്റ്നർ ആണ്. ഓക്കെ, അപ്പോൾ 2 നിർവചനങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കുക. ഇനി ഭൂമിശാസ്ത്ര പഠനം പ്രധാനമായും 3 ചോദ്യങ്ങളിൽ അധിഷ്ഠിതമാണ്. എന്ത്, എവിടെ, എന്തുകൊണ്ട്. അപ്പോൾ എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ഭൂമിശാസ്ത്ര പഠനം എന്ന് പറയുന്നത്? ഭൗമോപരിതലത്തിലെ പ്രകൃതിദത്തവും സാംസ്കാരികവുമായ സവിശേഷതകളുടെ ക്രമങ്ങളെ തിരിച്ചറിയുന്നതുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ഭൂമിശാസ്ത്ര പഠനം എന്ത് എന്നുള്ളത്. ഇനി എവിടെ എന്ന് പറയുമ്പോൾ പ്രകൃതിദത്തവും സാംസ്കാരികവുമായ സവിശേഷതകളുടെ ഭൗമോപരിതല വിതരണവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് എവിടെ എന്നുള്ളത്. ദെൻ എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
പ്രക്രിയകളുടെയും സവിശേഷതകളുടെയും പ്രതിഭാസങ്ങളുടെയും വിശദീകരണമോ അവ തമ്മിലുള്ള കാര്യകാരണ ബന്ധങ്ങളോ സംബന്ധിച്ചതാണ് എന്തുകൊണ്ട്. അപ്പോൾ ഈ ഒരു കാര്യമാണ് നമ്മൾ പഠിക്കുന്നത്. ഭൂമിശാസ്ത്ര പഠനം എന്താണ്, എവിടെയാണ്, എന്തുകൊണ്ടാണ് നടക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഇനി ഭൂമിശാസ്ത്രം ഒരു ഉദ്ഗ്രഥിത വിഷയമെന്ന നിലയിൽ, അതായത് സമഗ്രമായ സമീപനമാണ് ഭൂമിശാസ്ത്രത്തിനുള്ളത്. വിശകലനങ്ങളിലൂടെ നിഗമനങ്ങൾ രൂപപ്പെടുത്തുന്ന വിഷയമാണ് ഭൂമിശാസ്ത്രം. ചരിത്രം എന്നത് കാലികമായ വിശകലനമാണെങ്കിൽ ഭൂമിശാസ്ത്രം സ്ഥാനീയ വിശകലനമാണ്. അപ്പോൾ ഭൂമിശാസ്ത്രം എന്ന് പറയുന്നതിൻ്റെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട കാര്യങ്ങൾ വരുമ്പോൾ ഞാൻ പറയാം കേട്ടോ. ഭൂമിശാസ്ത്രത്തിൻ്റെ ശാഖകൾ. ഭൂമിശാസ്ത്രത്തിലെ വിവിധ ശാഖകൾ 2 പഠന സമീപനങ്ങളെ അടിസ്ഥാനമാക്കിയാണ് നിലകൊള്ളുന്നത്. ഒന്ന്, വ്യവസ്ഥാപിത സമീപനം. വ്യവസ്ഥാപിത സമീപനം എന്ന് പറയുമ്പോൾ ജർമ്മൻ ഭൂമിശാസ്ത്രജ്ഞനായിട്ടുള്ള അലക്സാണ്ടർ വോൺ ഹംബോൾട്ട് ആണ് വ്യവസ്ഥാപിത സമീപനം ആവിഷ്കരിച്ചത്. വ്യവസ്ഥാപിത സമീപനം ആവിഷ്കരിച്ചത് ആരാണ്? അലക്സാണ്ടർ വോൺ ഹംബോൾട്ട് ആണ്. പൊതുഭൂമിശാസ്ത്ര പഠനത്തിൻ്റെ രീതി തന്നെയാണിത്. ഇതിൽ ഏതൊരു പ്രതിഭാസത്തെയും ആഗോളതലത്തിൽ പഠിക്കുകയും തുടർന്ന് അതിൻ്റെ വ്യത്യസ്ത തരങ്ങളെക്കുറിച്ചും ക്രമങ്ങളെക്കുറിച്ചും മനസ്സിലാക്കുകയും ചെയ്യുന്നു. ഉദാഹരണം, മധ്യരേഖ മഴക്കാടുകൾ. ഇനി ഈ വ്യവസ്ഥാപിത സമീപന പ്രകാരം ഭൂമിശാസ്ത്രത്തിൻ്റെ ശാഖകളെ 3 തിരിച്ചിട്ടുണ്ട്. ഭൗതിക ഭൂമിശാസ്ത്രം, മാനവിക ഭൂമിശാസ്ത്രം, ജൈവ ഭൂമിശാസ്ത്രം. അതിൽ ഭൗതിക ഭൂമിശാസ്ത്രം എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് വരുന്നത്? ഭൗതിക ഭൂമിശാസ്ത്രത്തിലെ ഉപവിഭാഗങ്ങളാണ്. ഒന്ന്, ഭൂരൂപീകരണ ശാസ്ത്രം. ഭൂരൂപീകരണം എന്ന് പറയുമ്പോൾ ഭൂരൂപങ്ങൾ ഏതൊക്കെയാണ്, അവയുടെ പരിണാമം എന്താണ്, അതിനോടനുബന്ധിച്ചുള്ള പ്രക്രിയകൾ എന്നിവയെക്കുറിച്ചുള്ള പഠനമാണ് ഭൂരൂപീകരണ ശാസ്ത്രം. ദെൻ കാലാവസ്ഥാ ശാസ്ത്രം. കാലാവസ്ഥ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അന്തരീക്ഷത്തിൻ്റെ ഘടന, വിവിധ കാലാവസ്ഥ, ദിനാന്തരീക്ഷ ഘടകങ്ങൾ, വിവിധ തരം കാലാവസ്ഥകൾ എന്നിവയെക്കുറിച്ചുള്ള പഠനമാണ് കാലാവസ്ഥാ ശാസ്ത്രം. ജലശാസ്ത്രം. ജലശാസ്ത്രം എന്ന് പറയുമ്പോൾ ഭൗമോപരിതലത്തിലെ ജലമണ്ഡലത്തെക്കുറിച്ചും അവ മനുഷ്യ ജീവിതത്തിലും മനുഷ്യ പ്രവർത്തനങ്ങളിലും ചെലുത്തുന്ന സ്വാധീനത്തെക്കുറിച്ചുള്ള പഠനമാണ് ജലശാസ്ത്രം. അടുത്തത് മണ്ണ് ഭൂമിശാസ്ത്രം. അതായത് മണ്ണ് രൂപീകരണം, മണ്ണിനങ്ങൾ, മണ്ണിൻ്റെ വളക്കൂറ്, വിതരണം, ഉപയോഗം എന്നിവയെക്കുറിച്ചുള്ള പഠനമാണ് മണ്ണ് ഭൂമിശാസ്ത്രം. അപ്പം ഇത്രയുമാണ് ഭൗതിക ഭൂമിശാസ്ത്രത്തിൽ വരുന്ന ഡിവിഷൻസ് എന്ന് പറയുന്നത്. ഭൂരൂപീകരണ ശാസ്ത്രം, കാലാവസ്ഥാ ശാസ്ത്രം, ജലശാസ്ത്രം, മണ്ണ് ഭൂമിശാസ്ത്രം. ഇനി മാനവിക ഭൂമിശാസ്ത്രം. മാനവിക ഭൂമിശാസ്ത്രത്തിൽ പഠിക്കാനായിട്ട് വരുന്നത് സാമൂഹ്യ സാംസ്കാരിക ഭൂമിശാസ്ത്രം. അതായത് സമൂഹത്തിൻ്റെ ചലനാത്മകത, സമൂഹത്തിൻ്റെ സാംസ്കാരിക ഘടകങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള പഠനമാണ് സാമൂഹ്യ ഭൂമിശാസ്ത്രം. ഇനി ജനസംഖ്യാ ഭൂമിശാസ്ത്രവും വാസസ്ഥല ഭൂമിശാസ്ത്രവും. അതിലെന്താണ് വരുന്നത്? ജനസംഖ്യ, വളർച്ച, വിതരണം, സാന്ദ്രത, സ്ത്രീ പുരുഷാനുപാതം, കുടിയേറ്റം, തൊഴിൽ ഘടന എന്നിവയെക്കുറിച്ചാണ് ജനസംഖ്യാ ഭൂമിശാസ്ത്രം പറയുന്നത്. വാസസ്ഥല ഭൂമിശാസ്ത്രം എന്ന് പറഞ്ഞാലോ നാഗരിക ഗ്രാമീണ വാസസ്ഥലങ്ങളുടെ സവിശേഷതകളെക്കുറിച്ച് പറയുന്നതാണ് വാസസ്ഥല ഭൂമിശാസ്ത്രം. ദെൻ സാമ്പത്തിക ഭൂമിശാസ്ത്രത്തിൽ വരുന്നതാണ് കൃഷി, വ്യവസായം, വാണിജ്യം, ഗതാഗതം എന്നിങ്ങനെ ജനങ്ങളുടെ വിവിധ സാമ്പത്തിക പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള പഠനം. അടുത്തത് ചരിത്ര ഭൂമിശാസ്ത്രം എന്ന് പറയുമ്പോൾ വിവിധ പ്രദേശങ്ങൾ ഇന്ന് കാണുന്ന വിധത്തിൽ ആയി മാറിയതിന് പിന്നിലെ ചരിത്രപരമായ കാരണങ്ങളും കാലികമായ മാറ്റങ്ങളും ചരിത്ര ഭൂമിശാസ്ത്രത്തിൽ പഠിക്കുന്നു. അടുത്തതാണ് രാഷ്ട്രീയ ഭൂമിശാസ്ത്രം. എന്താണ്? രാജ്യാതിർത്തികൾ, നിയോജക മണ്ഡലങ്ങളുടെ അതിർത്തി നിശ്ചയിക്കൽ, തെരഞ്ഞെടുപ്പ് പശ്ചാത്തലം തുടങ്ങിയവ സ്ഥാനീയ ബന്ധങ്ങളുടെ പശ്ചാത്തലത്തിൽ നോക്കിക്കാണുന്നു. അപ്പോൾ മാനവിക ഭൂമിശാസ്ത്രത്തിൽ വരുന്ന ഡിവിഷൻസ് എന്തൊക്കെയാണ്? സാമൂഹ്യ ഭൂമിശാസ്ത്രം, ജനസംഖ്യാ ഭൂമിശാസ്ത്രവും വാസസ്ഥല ഭൂമിശാസ്ത്രവും, സാമ്പത്തിക ഭൂമിശാസ്ത്രം, ചരിത്ര ഭൂമിശാസ്ത്രം, രാഷ്ട്രീയ ഭൂമിശാസ്ത്രം. അടുത്തത് ജൈവ ഭൂമിശാസ്ത്രം. ജൈവ ഭൂമിശാസ്ത്രം എന്ന് പറയുമ്പോൾ ഭൗതിക ഭൂമിശാസ്ത്രവും മാനവിക ഭൂമിശാസ്ത്രവും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഫലമായി വികാസം പ്രാപിച്ചതാണ് ജൈവ ഭൂമിശാസ്ത്രം. ഇതിൽ വരുന്ന ഡിവിഷൻസ് എന്തൊക്കെയാണ്? സസ്യഭൂമിശാസ്ത്രം. നമുക്കറിയാം നൈസർഗിക സസ്യജാലങ്ങളുടെ ആവാസ വ്യവസ്ഥയെയും അവയുടെ സ്ഥാനീയ വിതരണത്തെയും കുറിച്ചുള്ള പഠനമാണ് എന്ത്? സസ്യഭൂമിശാസ്ത്രം എന്ന് പറയുന്നത്. വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആണ് പറയുന്നത്, അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് വായിച്ചു പോകുന്നത് കേട്ടോ. ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. അടുത്തത് നോക്കുക, ജന്തുഭൂമിശാസ്ത്രം. എന്താണ്? ജന്തുക്കളുടെയും അവയുടെ വാസസ്ഥലങ്ങളുടെയും
സ്ഥാനീയ വിതരണ രീതികളും അവിടുത്തെ ഭൂമിശാസ്ത്ര സവിശേഷതകളെയും കുറിച്ചുള്ള പഠനമാണ് ജന്തുഭൂമിശാസ്ത്രം. അടുത്തത് ആവാസശാസ്ത്രം. സസ്യജന്തുവർഗ്ഗങ്ങളുടെ തനതായ ആവാസ വ്യവസ്ഥകളെ കുറിച്ചുള്ള ശാസ്ത്രീയ പഠനമാണ് എന്ത്? ആവാസശാസ്ത്രം. ദെൻ പരിസ്ഥിതി ഭൂമിശാസ്ത്രം. ഭൂ അപചയം, മലിനീകരണം തുടങ്ങിയ ആഗോള പാരിസ്ഥിതിക പ്രശ്നങ്ങളെ സംബന്ധിച്ചും പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ചുമുള്ള ഉത്കണ്ഠയിൽ നിന്നും പിറവികൊണ്ട ഭൂമിശാസ്ത്ര ശാഖയാണ് പരിസ്ഥിതി ഭൂമിശാസ്ത്രം എന്ന് പറയുന്നത്. അപ്പോൾ ജൈവ ഭൂമിശാസ്ത്രത്തിൻ്റെ ഡിവിഷൻസ് എന്തൊക്കെയാണ്? സസ്യഭൂമിശാസ്ത്രം, ജന്തുഭൂമിശാസ്ത്രം, ആവാസശാസ്ത്രം, പരിസ്ഥിതി ഭൂമിശാസ്ത്രം. ഇനി മേഖലാ സമീപനം നോക്കുക. കാൾ റിട്ടർ ആണ് മേഖലാ സമീപനത്തിൻ്റെ ഉപജ്ഞാതാവ്. മേഖലാ സമീപനത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? കാൾ റിട്ടർ ആണ്. ഈ സമീപനത്തിൽ ലോകത്തെ പല മേഖലകളായി തരംതിരിച്ച് അതിൽ ഓരോ മേഖലയിലുള്ള എല്ലാ ഭൗമ പ്രതിഭാസങ്ങളെയും കുറിച്ച് പഠിക്കുന്നു. എക്സാമ്പിൾ, നൈസർഗിക രാഷ്ട്രീയമോ ആയി വേർതിരിക്കപ്പെട്ട മേഖലകളെക്കുറിച്ച് പഠിക്കുന്നത് മേഖലാ സമീപനമാണ്. മേഖലാ സമീപന പ്രകാരം ഭൂമിശാസ്ത്രത്തിൻ്റെ മേഖലകളെ 4ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഓക്കെ, മേഖലാ സമീപന പ്രകാരം ഭൂമിശാസ്ത്രത്തിൻ്റെ ശാഖകൾ 4 എണ്ണമാണുള്ളത്. ഏതൊക്കെയാണ്? ഒന്ന് മേഖലാ പഠനം അല്ലെങ്കിൽ പ്രാദേശിക പഠനം എന്ന് പറയും. വിസ്തൃതം, സാമാന്യ വിസ്തൃതം, സൂക്ഷ്മം എന്നിങ്ങനെ 3 തലങ്ങളിൽ മേഖലകളെക്കുറിച്ചുള്ള പഠനമാണ് മേഖലാ പഠനം. ദെൻ മേഖലാ ആസൂത്രണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നഗര ഗ്രാമ ആസൂത്രണങ്ങൾ ഉൾപ്പെടുന്നതാണ് മേഖലാ ആസൂത്രണം. ദെൻ മേഖലാ വികസനം, മേഖലാ വിശകലനം. ഇത്രയുമാണ് മേഖലാ സമീപന പ്രകാരം ഭൂമിശാസ്ത്രത്തിൻ്റെ ശാഖകളിൽ വരുന്നത്. ഇനി ഭൂമിശാസ്ത്രത്തിലെ വിവിധ ശാഖകൾ 2 രീതിയിലാണ് വിശകലനം ചെയ്യാൻ പറ്റുക. ഭൂമിശാസ്ത്രത്തിലെ വിവിധ ശാഖകൾ 2 രീതിയിൽ വിശകലനം ചെയ്യാം. ഏതൊക്കെയാണ്? ഒന്ന് തത്വശാസ്ത്രം, 2 പഠന രീതികളും സങ്കേതങ്ങളും. തത്വശാസ്ത്രം എന്ന് പറയുമ്പോൾ ഭൂമിശാസ്ത്ര ചിന്തകൾ, മനുഷ്യരും ഭൂമിയും തമ്മിലുള്ള പരസ്പര ബന്ധം, ഇതാണ് തത്വശാസ്ത്രത്തിൽ വരിക. പഠന രീതികളും സങ്കേതങ്ങളും എന്ന് പറയുമ്പോൾ കമ്പ്യൂട്ടർ കാർട്ടോഗ്രഫി, പരിമാണ സ്ഥിതിവിവര സങ്കേതങ്ങൾ, ഫീൽഡ് സർവേകൾ, GPS, GSM, വിദൂര സംവേദനം എന്നിവ ഉൾപ്പെടുന്ന ജിയോ ഇൻഫർമാറ്റിക്സ് ആണ് പഠന രീതികളും സങ്കേതങ്ങളും എന്ന് പറയുമ്പോൾ. ഇനി ഭൗതിക ഭൂമിശാസ്ത്രവും അതിൻ്റെ പ്രാധാന്യവും എന്താണ് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ഭൗതിക ഭൂമിശാസ്ത്രത്തിൽ ശിലാമണ്ഡലം, അന്തരീക്ഷം, ജലമണ്ഡലം, ജൈവമണ്ഡലം എന്നിവയെക്കുറിച്ചുള്ള പഠനങ്ങൾ ഉൾപ്പെടുന്നു. നമ്മൾ SCERT ബേസ് ചെയ്തുകൊണ്ട് വേൾഡ് ജിയോഗ്രഫിയുടെ ക്ലാസ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. കുറേ അധികം ചാപ്റ്റേഴ്സ് ഉണ്ട്, അതുകൊണ്ടാണ് അത് നമ്മുടെ വീഡിയോ വരാനായിട്ട് ലേറ്റ് ആവുന്നത്. അപ്പോൾ ഈ ശിലാമണ്ഡലത്തെക്കുറിച്ചും അന്തരീക്ഷത്തെക്കുറിച്ചും ജലമണ്ഡലം, ജൈവമണ്ഡലം, അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ അവിടെ SCERT പഠിക്കുന്നുണ്ട്. അപ്പോൾ അത് ഡീറ്റെയിൽഡ് ആയിട്ട് അറിയാൻ വേണ്ടിയിട്ട് ആ വേൾഡ് ജിയോഗ്രഫിയുടെ ക്ലാസ് വരും, അപ്പോൾ നമുക്ക് പഠിക്കാം. ഓക്കെ ആണല്ലോ. ഇനി നോക്കാം ശിലാമണ്ഡലം. ശിലാമണ്ഡലം എന്ന് പറയുമ്പോൾ ഭൂരൂപങ്ങൾ, നീരൊഴുക്ക്, ഭൂപ്രകൃതി അതിനെല്ലാം വരുന്നതാണ് ശിലാമണ്ഡലം. അന്തരീക്ഷം എന്ന് പറയുമ്പോൾ സംരചന, ഘടന, കാലാവസ്ഥയുടെയും അന്തരീക്ഷ സ്ഥിതിയുടെയും ഘടകങ്ങൾ വരുന്നതാണ്. അതുപോലെ തന്നെ താപനില, മർദ്ദം, കാറ്റ്, വർഷണം, കാലാവസ്ഥ ഇതെല്ലാം എന്തിൽ വരും? അന്തരീക്ഷത്തിൽ വരും. ജലമണ്ഡലം എന്ന് പറയുമ്പോൾ സമുദ്രങ്ങൾ, കടലുകൾ, തടാകങ്ങൾ അവയോടനുബന്ധിച്ചുള്ള മറ്റ് ജലമേഖലകൾ വരുന്നതാണ് ജലമണ്ഡലം. ജൈവമണ്ഡലം എന്ന് പറയുമ്പോൾ എന്താണ്? മനുഷ്യനുൾപ്പെടെയുള്ള ജീവരൂപങ്ങളും അവയുടെ നിലനിൽപ്പിനായിട്ടുള്ള സംവിധാനങ്ങളും ആഹാര ശൃംഖല, ആവാസ സന്തുലനം തുടങ്ങിയവയാണ് ജൈവമണ്ഡലത്തിൽ വരുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ആ ബേസിക് ആയിട്ട് ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഇനി നമ്മൾ പഠിക്കുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് അടുത്ത ചാപ്റ്ററാണ് ഭൂമിയുടെ ഉള്ളറ. ഓക്കെ, 3ാമത്തെ ചാപ്റ്ററാണ് ഭൂമിയുടെ ഉള്ളറ. ഇതും നമ്മൾ SCERT ഭൂമിയുടെ ഉള്ളറയെക്കുറിച്ച് വളരെ ബേസിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ക്ലാസ്സും കണ്ടു കഴിഞ്ഞിട്ട് ഇതും കൂടെ കാണുകയാണെങ്കിൽ ഈ ഒരു പാർട്ട് നിങ്ങളുടെ കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും. ഓക്കെ, 2ഉം കൂടെ കണ്ടതിന് ശേഷം നോട്ട് തയ്യാറാക്കുക കേട്ടോ. അപ്പോൾ നോക്കുക, ഭൂമിയുടെ ഉള്ളറ. ആദ്യം തന്നെ ഭൂമിയുടെ ആരം തന്നിട്ടുണ്ട്. 6370 കിലോമീറ്റർ ആണ് എന്ത്? ഭൂമിയുടെ ആരം എന്ന് പറയുന്നത് 6370 കിലോമീറ്റർ. ഇനി ഭൂമിയുടെ ഉള്ളറയെ സംബന്ധിച്ച വിവര സ്രോതസ്സുകൾ നോക്കുക. ഭൗമാന്തർഭാഗത്തെ സംബന്ധിച്ച നമ്മുടെ അറിവുകളിൽ ഏറെയും പരോക്ഷമായ തെളിവുകളുടെയും നിഗമനങ്ങളുടെയും അടിസ്ഥാനത്തിൽ രൂപപ്പെട്ടിട്ടുള്ളവയാണ്. ഇനി ആ തെളിവുകൾ അല്ലെങ്കിൽ വിവര സ്രോതസ്സുകളാണ് പറയുന്നത്. പ്രത്യക്ഷ വിവര സ്രോതസ്സുകളും ഉണ്ട്,
പരോക്ഷ വിവര സ്രോതസ്സുകളും ഉണ്ട്. ഭൂമിയുടെ ഉള്ളറയെക്കുറിച്ച് മനസ്സിലാക്കാനായിട്ട് നമുക്ക് പ്രത്യക്ഷ വിവര സ്രോതസ്സുകളും ഉണ്ട്, പരോക്ഷ വിവര സ്രോതസ്സുകളും ഉണ്ട്. പ്രത്യക്ഷ വിവര സ്രോതസ്സുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ SCERTയിൽ ജസ്റ്റ് പറഞ്ഞു അല്ലേ, സ്ഫോടനത്തിൻ്റെയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഭൂമിയുടെ ഉള്ളറയെക്കുറിച്ച് പഠിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നോക്കുക, പ്രത്യക്ഷ വിവര സ്രോതസ്സുകളിൽ വരുന്നതാണ് ഖനനം, സമുദ്ര പര്യവേഷണ പ്രോജക്റ്റുകൾ, അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ. ഖനനം, സമുദ്ര പര്യവേഷണ പ്രോജക്റ്റുകൾ, അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ എന്നിവ പ്രത്യക്ഷ വിവര സ്രോതസ്സുകളാണ്. ഖനനം എന്ന് പറയുമ്പോൾ ഭൂമിയിലെ ആഴമേറിയ ഖനിയുടെ ആഴം 3 മുതൽ 4 കിലോമീറ്റർ വരെയാണ്. ഓക്കെ. ദെൻ സമുദ്ര പര്യവേഷണ പ്രോജക്റ്റുകൾ എന്ന് പറയുമ്പോൾ 2 പ്രധാന ഡ്രില്ലിംഗ് പ്രോജക്റ്റുകളുണ്ട്. ഡീപ്പ് ഓഷ്യൻ ഡ്രില്ലിംഗ് പ്രോജക്റ്റും ഇൻ്റഗ്രേറ്റഡ് ഓഷ്യൻ ഡ്രില്ലിംഗ് പ്രോജക്റ്റും. ദെൻ ഭൂമിയിലെ ഏറ്റവും ആഴത്തിൽ നിർമ്മിച്ചിട്ടുള്ള ഡ്രില്ല് അല്ലെങ്കിൽ ഗർത്തം എന്ന് പറയുന്നത് ഏതാണ്? ആർട്ടിക് സമുദ്രത്തിലെ കോല. ഓക്കെ, ഭൂമിയിലെ തന്നെ ഏറ്റവും ആഴത്തിൽ നിർമ്മിച്ചിട്ടുള്ള ഡ്രില്ല് അല്ലെങ്കിൽ ഗർത്തമാണ് ആർട്ടിക് സമുദ്രത്തിലെ കോല എന്ന് പറയുന്നത്. 12 കിലോമീറ്റർ ആണ്. ദെൻ അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ അല്ലെങ്കിൽ വോൾക്കാനിക് ഇറപ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? അഗ്നിപർവ്വതങ്ങളിലൂടെ പുറത്തേക്ക് വമിക്കുന്ന ശിലാദ്രവ്യം ശാസ്ത്രജ്ഞർക്ക് പരിശോധനശാലകളിൽ വിശകലന വിധേയമാക്കാം. അതിനെയാണ് അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് എന്താ പ്രത്യക്ഷ വിവര സ്രോതസ്സുകളിൽ വരുന്നത്: ഖനനം, സമുദ്ര പര്യവേഷണ പ്രോജക്റ്റുകൾ, അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ. അടുത്തത് പരോക്ഷ വിവര സ്രോതസ്സുകൾ. പരോക്ഷ വിവര സ്രോതസ്സുകളിൽ വരുന്ന എന്തൊക്കെയാണ്? ഊഷ്മാവ്. ഓക്കെ, ഒന്നാമത്തേത് ഊഷ്മാവ്. 2 മർദ്ദം. മർദ്ദം എന്ന് പറയുമ്പോൾ ഭൗമോപരിതലത്തിൽ നിന്നും ആഴം കൂടുന്നതിനനുസരിച്ച് താപനിലയും മർദ്ദവും എന്ത് ചെയ്യുന്നു? വർദ്ധിച്ചു വരുന്നു. ഭൗമോപരിതലത്തിൽ നിന്നും ആഴം കൂടുന്നതിനനുസരിച്ച് താപനിലയും മർദ്ദവും വർദ്ധിച്ചു വരുന്നു. സാന്ദ്രത എന്ന് പറയുമ്പോൾ ആഴം കൂടുന്നതിനനുസരിച്ച് ശിലാവസ്തുക്കളുടെ സാന്ദ്രതയും എന്ത് ചെയ്യുന്നുണ്ട്? വർദ്ധിച്ച് വരുന്നുണ്ട്. ദെൻ ഉൽക്കകൾ. ഭൗമപദാർത്ഥങ്ങൾക്ക് സമാനമായ വസ്തുക്കൾ തണുത്തുറഞ്ഞതാണ് ഉൽക്കകൾ. അതിനാൽ ഭൂമിക്ക് സമാന ഘടനയാണുള്ളത് എന്ന നിഗമനത്തിൽ എത്തിച്ചേരുന്നു. ഓക്കെ, അതാണ് ഉൽക്കകളെ കുറിച്ച് പറയാൻ. ദെൻ ഭൂഗുരുത്വാകർഷണം. ഭൂമിയുടെ വിവിധ അക്ഷാംശ പ്രദേശങ്ങളിൽ ഭൂഗുരുത്വം അനുഭവപ്പെടുന്നത് ഒരുപോലെയല്ല. ധ്രുവപ്രദേശങ്ങൾ ഭൗമകേന്ദ്രത്തോട് കൂടുതൽ അടുത്തായതിനാൽ ഇവിടെ ഭൂഗുരുത്വം കൂടുതലും, ധ്രുവപ്രദേശങ്ങളിൽ ഭൂഗുരുത്വം കൂടുതലും, ഭൂമധ്യരേഖാ പ്രദേശങ്ങളിൽ എന്താണ്? ഭൂഗുരുത്വം കുറവുമാണ്. ഒരേ പ്രദേശത്തുള്ള പ്രതീക്ഷിത ഗുരുത്വാകർഷണ ബലവും അവിടുത്തെ യഥാർത്ഥ ഗുരുത്വാകർഷണ ബലവും തമ്മിലുള്ള വ്യത്യാസമാണ് ഗ്രാവിറ്റി അനോമലി. എന്താണ് ഗ്രാവിറ്റി അനോമലി? ഒരു പ്രദേശത്തുള്ള പ്രതീക്ഷിത ഗുരുത്വാകർഷണ ബലവും അവിടുത്തെ യഥാർത്ഥ ഗുരുത്വാകർഷണ ബലവും തമ്മിലുള്ള ഒരു വ്യത്യാസം ഉണ്ടെങ്കിൽ അതിനെയാണ് ഗ്രാവിറ്റി അനോമലി എന്ന് പറയുന്നത്. ദെൻ ഭൗമകാന്തിക മണ്ഡലം, അതായത് ഭൂവൽക്കത്തിലെ കാന്തിക വസ്തുക്കളെ വിശകലനം ചെയ്യുന്നതാണ് ഭൗമകാന്തിക മണ്ഡലം. ദെൻ ഭൂകമ്പ പ്രവർത്തനങ്ങൾ. ഭൂമിയുടെ ഉള്ളറയെ സംബന്ധിക്കുന്ന വിവര സ്രോതസ്സുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഭൂകമ്പ പ്രവർത്തനങ്ങൾ. ഭൂകമ്പ തരംഗങ്ങളെക്കുറിച്ചുള്ള പഠനം ഭൂമിയുടെ പാളികളുമായുള്ള ഘടനയെ വെളിവാക്കുന്നു. അപ്പോൾ ഇത്രയുമാണ് എന്ത്? പരോക്ഷ വിവര സ്രോതസ്സുകൾ. എന്തൊക്കെയാണ്? ഊഷ്മാവ്, മർദ്ദം, സാന്ദ്രത, ഉൽക്കകൾ, ഭൂഗുരുത്വാകർഷണം, ഭൗമകാന്തിക മണ്ഡലം, ഭൂകമ്പ പ്രവർത്തനങ്ങൾ. ഓക്കെ, അപ്പോൾ പ്രത്യക്ഷ വിവര സ്രോതസ്സുകളും പരോക്ഷ വിവര സ്രോതസ്സുകളും നമ്മൾ പഠിച്ചു. ഇനി ഭൂകമ്പങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, ഭൂകമ്പങ്ങൾ എന്താണെന്നുള്ളത് നമ്മൾ പറഞ്ഞില്ലേ, ഭൂകമ്പ പ്രവർത്തനങ്ങൾ കൊണ്ട് നമുക്ക് ഭൂമിയുടെ ഉള്ളറയെക്കുറിച്ച് പഠിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഭൂകമ്പങ്ങൾ, ഭൂമിക്കുണ്ടാകുന്ന കമ്പനമാണ് എന്ത്? ഭൂകമ്പം എന്ന് പറയുന്നത്. ഓക്കെ, ഭൂമിക്കുണ്ടാകുന്ന കമ്പനമാണ് ഭൂകമ്പം. ഭൂവൽക്ക ശിലാപാളികളിലെ വിടവുകളായ ഭ്രംശതലങ്ങളിലാണ് ഭൂകമ്പം ഉടലെടുക്കുന്നത്. എവിടെയാണ്? ഭൂവൽക്ക ശിലാപാളികളിലെ വിടവുകളായ ഭ്രംശതലങ്ങളിലാണ് ഭൂകമ്പം ഉടലെടുക്കുന്നത്. അതായത് എല്ലാ സ്വാഭാവിക ഭൂകമ്പങ്ങളും ശിലാമണ്ഡലത്തിലാണ് ഉണ്ടാവുന്നത്. ഇത് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. എല്ലാ സ്വാഭാവിക ഭൂകമ്പങ്ങളും എവിടെയാണ് ഉണ്ടാവുന്നത്? ശിലാമണ്ഡലത്തിലാണ് ഉണ്ടാവുന്നത്. വിവിധ ദിശകളിലേക്ക് തരംഗരൂപത്തിൽ ഭൂവൽക്കത്തിനുള്ളിൽ നിന്നും ഊർജം മോചിപ്പിക്കപ്പെടുമ്പോഴാണ് ഭൂകമ്പങ്ങൾ ഉണ്ടാവുന്നത്. വിവിധ ദിശകളിലേക്ക് തരംഗരൂപത്തിൽ ഭൂവൽക്കത്തിനുള്ളിൽ നിന്നും ഊർജം മോചിപ്പിക്കപ്പെടുമ്പോഴാണ് എന്തുണ്ടാവുന്നത്? ഭൂകമ്പങ്ങൾ ഉണ്ടാവുന്നത്. ഭൂവൽക്കത്തിനുള്ളിൽ ഊർജം മോചിപ്പിക്കപ്പെടുന്ന കേന്ദ്രമാണ് പ്രഭവ കേന്ദ്രം അഥവാ ഹൈപ്പോസെൻറ്റർ എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. ഭൂവൽക്കത്തിനുള്ളിൽ ഊർജം മോചിപ്പിക്കപ്പെടുന്ന കേന്ദ്രത്തെയാണ് നമ്മൾ പ്രഭവ കേന്ദ്രം അഥവാ ഹൈപ്പോസെൻറ്റർ അല്ലെങ്കിൽ ഫോക്കസ് എന്നൊക്കെ പറയുന്നത്. ഈ ഫോക്കസിന് ലംബമായി
ഏറ്റവും അടുത്തുള്ള ഭൗമോപരിതല കേന്ദ്രമാണ് അധികേന്ദ്രം അഥവാ എപ്പി സെൻറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഫോക്കസിന് ലംബമായിട്ട് അല്ലെങ്കിൽ പ്രഭവ കേന്ദ്രത്തിന് ലംബമായി ഏറ്റവും അടുത്തുള്ള ഭൗമോപരിതല കേന്ദ്രത്തെയാണ് അധികേന്ദ്രം എന്ന് പറയുന്നത്. അധികേന്ദ്രത്തിലാണ് ഭൂകമ്പ തരംഗങ്ങൾ ആദ്യം എത്തിച്ചേരുന്നത്. നോക്കുക, ഇവിടെ ഫോക്കസിൻ്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്. ദെൻ അത് കഴിഞ്ഞ് എപ്പി സെൻറ്റർ അടയാളപ്പെടുത്തിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ എപ്പി സെൻറ്റർ അല്ലെങ്കിൽ അധികേന്ദ്രത്തിലാണ് എന്ത് ഭൂകമ്പ തരംഗങ്ങൾ ആദ്യം എത്തിച്ചേരുന്നത്. ഭൂകമ്പം നടക്കുന്നത് ശിലാമണ്ഡലത്തിലാണ്. അധികേന്ദ്രത്തിലാണ് ഭൂകമ്പ തരംഗങ്ങൾ ആദ്യം എത്തിച്ചേരുന്നത്. ഭൂവൽക്കത്തിനുള്ളിൽ ഊർജ്ജം മോചിപ്പിക്കപ്പെടുന്ന കേന്ദ്രമാണ് പ്രഭവ കേന്ദ്രം. ഫോക്കസിന് ലംബമായി ഏറ്റവും അടുത്തുള്ള ഭൗമോപരിതല കേന്ദ്രമാണ് അധികേന്ദ്രം. ഇത്രയും കാര്യങ്ങൾ കിട്ടിയല്ലോ. ഇനി ഭൂകമ്പം അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണമാണ് സീസ്മോഗ്രാഫ്. ഇമ്പോർട്ടൻ്റ് ആണ്. ഭൂകമ്പം അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? സീസ്മോഗ്രാഫാണ്. ഭൂകമ്പത്തെക്കുറിച്ചുള്ള പഠനമാണ് സീസ്മോളജി. ഓക്കെ, ഭൂകമ്പത്തെക്കുറിച്ചുള്ള പഠനം എന്താണ് അറിയപ്പെടുന്നത്? സീസ്മോളജി എന്നാണ് അറിയപ്പെടുന്നത്. ദെൻ ഭൂകമ്പ തരംഗങ്ങൾ. ഭൂകമ്പ തരംഗങ്ങൾ 2 തരത്തിലാണ് ഉള്ളത്. ഒന്ന് ബോഡി തരംഗങ്ങൾ, 2 പ്രതല തരംഗങ്ങൾ. ഓക്കെ, ബോഡി തരംഗങ്ങൾ എന്നും പ്രതല തരംഗങ്ങൾ എന്നും 2 തരത്തിലാണ് ഭൂകമ്പ തരംഗങ്ങൾ ഉള്ളത്. ബോഡി തരംഗങ്ങൾ എന്ന് പറയുമ്പോൾ എന്താണ്? പ്രഭവ കേന്ദ്രത്തിൽ രൂപപ്പെടുന്ന ബോഡി തരംഗങ്ങൾ ഭൗമാന്തർ ഭാഗത്തുകൂടി എല്ലാ ദിശകളിലേക്കും സഞ്ചരിക്കുന്നു. ബോഡി തരംഗങ്ങൾ തന്നെ 2 തരത്തിലുണ്ട്. പി തരംഗങ്ങൾ അഥവാ പ്രാഥമിക തരംഗങ്ങൾ, എസ് തരംഗങ്ങൾ അഥവാ ദ്വിതീയ തരംഗങ്ങൾ. അപ്പോൾ നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. ബോഡി തരംഗങ്ങളെ 2ആയിട്ട് തിരിച്ചിട്ടുണ്ട്. പി തരംഗങ്ങൾ എന്നും എസ് തരംഗങ്ങൾ എന്നും. പി തരംഗങ്ങൾ അഥവാ പ്രാഥമിക തരംഗങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്നു. ഓക്കെ, പി തരംഗങ്ങൾ ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്നു. ഭൗമോപരിതലത്തിൽ ആദ്യം എത്തിച്ചേരുന്നു. ശബ്ദ തരംഗങ്ങളോട് സാദൃശ്യം. ഖരദ്രാവക വാതക പദാർത്ഥങ്ങളിലൂടെ സഞ്ചരിക്കുവാൻ കഴിയുന്നു. തരംഗങ്ങളുടെ സഞ്ചാര ദിശയ്ക്ക് സമാന്തരമായാണ് ഇവ കമ്പനം ചെയ്യുന്നത്. പി തരംഗങ്ങളുടെ ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണ്? ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്നു, ഭൗമോപരിതലത്തിൽ ആദ്യം എത്തിച്ചേരുന്നു, ശബ്ദ തരംഗങ്ങളോട് സാദൃശ്യമുണ്ട്, ഖരദ്രാവക വാതക പദാർത്ഥങ്ങളിലൂടെ സഞ്ചരിക്കുവാൻ കഴിയുന്നു, തരംഗങ്ങളുടെ സഞ്ചാര ദിശയ്ക്ക് സമാന്തരമായാണ് ഇവ കമ്പനം ചെയ്യുന്നത്. അടുത്തത് എസ് തരംഗങ്ങൾ അഥവാ ദ്വിതീയ തരംഗങ്ങൾ. എന്താണ് ഇവയുടെ സവിശേഷത? ഇവ ഭൂമിയുടെ ഉപരിതലത്തിലെത്താൻ കൂടുതൽ സമയമെടുക്കുന്നു. ഓക്കെ, പി തരംഗങ്ങൾ ഏറ്റവും സ്പീഡിൽ സഞ്ചരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്നു. എസ് തരംഗങ്ങളാവുമ്പോൾ ഉപരിതലത്തിലെത്താൻ കൂടുതൽ സമയമെടുക്കുന്നു. ഖരമധ്യത്തിൽ കൂടി മാത്രമേ സഞ്ചരിക്കുവാൻ കഴിയൂ. പി തരംഗങ്ങൾ എന്ന് പറയുമ്പോൾ ഖര ദ്രാവക വാതക പദാർത്ഥങ്ങളിലൂടെ സഞ്ചരിക്കുവാൻ കഴിയുന്നു എന്ന് പറഞ്ഞു. എസ് തരംഗങ്ങൾ ഖരമാധ്യമത്തിൽ കൂടി മാത്രമേ, എസ് എന്ന് പറയുമ്പോൾ സോളിഡ് എന്ന് ഓർത്താൽ മതി. അപ്പോൾ സോളിഡിൽ കൂടെ, ഓക്കെ, ഖരമാധ്യമത്തിൽ കൂടെ മാത്രമേ സഞ്ചരിക്കാനായിട്ട് കഴിയത്തുള്ളൂ. ഭൂമിയുടെ ഉള്ളറയെക്കുറിച്ച് അറിയാൻ സഹായകരം. തരംഗങ്ങളുടെ സഞ്ചാര ദിശയ്ക്ക് ലംബമായിട്ടാണ് കമ്പനം നടക്കുന്നത്. ഓക്കെ, എസ് തരംഗങ്ങളുടെ സഞ്ചാര ദിശയ്ക്ക് ലംബമായിട്ടാണ് കമ്പനം നടക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി പ്രതല തരംഗങ്ങളുടെ ഡിവിഷനാണ് പറയുന്നത്. പ്രതല തരംഗങ്ങൾ എന്ന് പറയുമ്പോൾ എന്താണ്? ബോഡി തരംഗങ്ങൾ ഉപരിതല ശിലകളുമായി പ്രതിപ്രവർത്തിക്കുമ്പോഴാണ് പ്രതല തരംഗങ്ങൾ ഉണ്ടാവുന്നത്. ബോഡി തരംഗങ്ങൾ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഇത് ഉപരിതല ശിലകളുമായിട്ട് പ്രതിപ്രവർത്തിക്കുമ്പോഴാണ് തരംഗങ്ങൾ ഉണ്ടാവുന്നത്. ഏറ്റവും വിനാശകാരികളായിട്ടുള്ള ഭൂകമ്പ തരംഗങ്ങളാണ് പ്രതല തരംഗങ്ങൾ. ഏറ്റവും വിനാശകാരികളായിട്ടുള്ള ഭൂകമ്പ തരംഗങ്ങൾ ഏതാണ്? പ്രതല തരംഗങ്ങളാണ്. സീസ്മോഗ്രാഫിൽ ഏറ്റവും ഒടുവിലായി വന്നെത്തുന്നത് പ്രതല തരംഗങ്ങളാണ്. പ്രതല തരംഗങ്ങളാണ്. സഞ്ചാരദിശയ്ക്ക് ലംബമായി ഇവ കമ്പനം ചെയ്യുന്നു. ഭൂകമ്പ തരംഗങ്ങളുടെ നിഴൽ മേഖലകളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ഭൂകമ്പ തരംഗങ്ങളുടെ നിഴൽ മേഖലകൾ. സീസ്മോഗ്രാഫിൽ ഭൂകമ്പ തരംഗങ്ങൾ രേഖപ്പെടുത്താത്ത മേഖലകളാണ് നിഴൽ മേഖലകൾ. എന്താണ് നിഴൽ മേഖലകൾ? സീസ്മോഗ്രാഫിൽ ഭൂകമ്പ തരംഗങ്ങൾ രേഖപ്പെടുത്താത്ത മേഖലകളാണ് നിഴൽ മേഖലകൾ. ഓരോ അധികേന്ദ്രത്തിൻ്റെയും നിഴൽ മേഖലകൾ എങ്ങനെയായിരിക്കും? വ്യത്യസ്തമായിരിക്കും. ഓക്കെ, ഓരോ അധികേന്ദ്രത്തിൻ്റെയും നിഴൽ മേഖലകൾ എങ്ങനെയായിരിക്കും? വ്യത്യസ്തമായിരിക്കും. പി തരംഗത്തിൻ്റെ നിഴൽ മേഖല എന്ന് പറയുന്നത് അധികേന്ദ്രത്തിൽ നിന്നും 105 ഡിഗ്രിക്കും 145 ഡിഗ്രിക്കും ഇടയിലാണ്
പി തരംഗത്തിൻ്റെ നിഴൽ മേഖല എന്ന് പറയുന്നത്. ഓക്കെ, പി തരംഗത്തിൻ്റെ നിഴൽ മേഖല അധികേന്ദ്രത്തിൽ നിന്നും 105 ഡിഗ്രിക്കും 145 ഡിഗ്രിക്കും ഇടയിലാണെന്നുള്ളത് മനസ്സിലാക്കി വയ്ക്കുക. എസ് തരംഗത്തിൻ്റെ നിഴൽ മേഖല അധികേന്ദ്രത്തിൽ നിന്നും 105 ഡിഗ്രിക്ക് മുകളിലാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഇവിടെ പി തരംഗങ്ങളും എസ് തരംഗങ്ങളുടെ പിക്ചർ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് ജസ്റ്റ് നോക്കുക കേട്ടോ. ഇനി അടുത്തത് വിവിധ തരം ഭൂകമ്പങ്ങൾ. ഒന്നാമത്തേത് ടെക്ടോണിക് ഭൂകമ്പങ്ങൾ. എന്താണ് ടെക്ടോണിക് ഭൂകമ്പങ്ങൾ? ഏറ്റവും കൂടുതലായി ഉണ്ടാകുന്നവ ഭ്രംശതലത്തിലൂടെ ശിലകൾ തെന്നി മാറുമ്പോഴാണ് ഉണ്ടാവുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്ന ഭൂകമ്പം ഏതാണ്? ടെക്ടോണിക് ഭൂകമ്പങ്ങളാണ്. ഭ്രംശതലത്തിലൂടെ ശിലകൾ തെന്നി മാറുമ്പോഴാണ് എന്തുണ്ടാവുന്നത്? ടെക്ടോണിക് ഭൂകമ്പങ്ങൾ ഉണ്ടാവുന്നത്. അടുത്തത് അഗ്നിപർവ്വതജന്യ ഭൂകമ്പങ്ങൾ. അഗ്നിപർവ്വതജന്യ ഭൂകമ്പങ്ങൾ എന്ന് പറയുമ്പോൾ അഗ്നിപർവ്വതങ്ങൾ സജീവമായ മേഖലകളിൽ ഉണ്ടാവുന്നതാണ് അഗ്നിപർവ്വതജന്യ ഭൂകമ്പങ്ങൾ. അടുത്തത് കോളാപ്സ് ഭൂകമ്പങ്ങൾ. കോളാപ്സ് ഭൂകമ്പങ്ങൾ എന്ന് പറയുമ്പോൾ ഖനികളുടെ മേൽത്തട്ട് തകർന്നു വീഴുമ്പോൾ, കൊളാപ്സ് ആവുമ്പോൾ ഉണ്ടാവുന്ന ഭൂചലനങ്ങളാണ്. പേരിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും അല്ലെ. അഗ്നിപർവ്വതജന്യം എന്ന് പറയുമ്പോൾ അഗ്നിപർവ്വതങ്ങൾ സജീവമായ മേഖലകളിലാണ്. കോളാപ്സ് ഭൂകമ്പങ്ങൾ എന്ന് പറയുമ്പോൾ ഖനികളുടെ മേൽത്തട്ട് തകർന്നു വീഴുമ്പോൾ, കൊളാപ്സ് ആവുമ്പോൾ ഉണ്ടാവുന്ന ഭൂചലനങ്ങളാണ്. വിസ്ഫോടന ഭൂകമ്പങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ആണവരാസ സ്ഫോടനങ്ങൾ മൂലം, വിസ്ഫോടനം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആണവരാസ സ്ഫോടനങ്ങൾ മൂലം ഉണ്ടാകുന്ന ഭൂകമ്പങ്ങളാണ് വിസ്ഫോടന ഭൂകമ്പങ്ങൾ. ജലസംഭരണി പ്രേരിത ഭൂകമ്പങ്ങൾ. ജലസംഭരണി പ്രേരിതം എന്ന് പറയുമ്പോൾ കൂറ്റൻ ജലസംഭരണികൾ സ്ഥിതി ചെയ്യുന്ന പ്രദേശങ്ങളിൽ ഉണ്ടാകുന്ന ഭൂകമ്പങ്ങൾ. അപ്പോൾ ടെക്ടോണിക് മാത്രം പഠിച്ചു വെച്ചേക്കുക. ഏറ്റവും കൂടുതലായിട്ടുണ്ടാകുന്നതാണ് ഭ്രംശതലത്തിലൂടെ ശിലകൾ തെന്നി മാറുമ്പോഴാണ് എന്തുണ്ടാവുന്നത്? ടെക്ടോണിക് ഭൂകമ്പങ്ങൾ. ബാക്കിയെല്ലാം പേരിൽ തന്നെയുണ്ട്. അഗ്നിപർവ്വതജന്യം എന്ന് പറയുമ്പോൾ അഗ്നിപർവ്വതങ്ങൾ സജീവമായ മേഖലകളിൽ, കൊളാപ്സ് ഭൂകമ്പങ്ങൾ എന്ന് പറയുമ്പോൾ ഖനികളുടെ മേൽത്തട്ട് തകർന്നു വീഴുമ്പോൾ, വിസ്ഫോടന ഭൂകമ്പങ്ങൾ എന്ന് പറയുമ്പോൾ ആണവരാസ സ്ഫോടനങ്ങൾ മൂലം, ജലസംഭരണി പ്രേരിതം എന്ന് പറയുമ്പോൾ കൂറ്റൻ ജലസംഭരണികൾ സ്ഥിതി ചെയ്യുന്ന പ്രദേശങ്ങളിൽ ഉണ്ടാകുന്ന ഭൂകമ്പങ്ങൾ. ഓക്കെ, അപ്പോൾ വിവിധ തരം ഭൂകമ്പങ്ങൾ മനസ്സിലായല്ലോ. ഇനി ഭൂകമ്പങ്ങൾ അളക്കൽ. വ്യാപ്തി, തീവ്രത എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് ഭൂകമ്പങ്ങളെ അളക്കുന്നത്. എന്തടിസ്ഥാനമാക്കിയാണ്? വ്യാപ്തി, തീവ്രത എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് ഭൂകമ്പങ്ങളെ അളക്കുന്നത്. വ്യാപ്തി എന്ന് പറയുമ്പോൾ ഭൂകമ്പത്തിൻ്റെ വ്യാപ്തി അളക്കാൻ റിക്ടർ സ്കെയിൽ ഉപയോഗിക്കുന്നു. ഭൂകമ്പത്തിൻ്റെ വ്യാപ്തി അളക്കാൻ ഉപയോഗിക്കുന്ന സ്കെയിൽ ഏതാണ്? റിക്ടർ സ്കെയിലാണ്. വ്യാപ്തി അളക്കുന്നത് മോചിപ്പിക്കപ്പെടുന്ന ഊർജത്തിൻ്റെ തോത് അനുസരിച്ചിട്ടാണ്. വ്യാപ്തി അളക്കുന്നത് മോചിപ്പിക്കപ്പെടുന്ന ഊർജത്തിൻ്റെ തോതനുസരിച്ചിട്ടാണ്. 0 മുതൽ 10 വരെയുള്ള സംഖ്യകളിൽ ഭൂകമ്പ വ്യാപ്തി അളക്കാം. 0 മുതൽ 10 വരെയുള്ള സംഖ്യകളിൽ ഭൂകമ്പ വ്യാപ്തി അളക്കാം എന്നാണ് പറയുന്നത്. അപ്പോൾ വ്യാപ്തിയെക്കുറിച്ച് പറഞ്ഞു. ഇനി തീവ്രത. ഭൂകമ്പത്തിൻ്റെ തീവ്രത അളക്കാൻ മെർക്കലി സ്കെയിലാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, തീവ്രത അളക്കാൻ എന്താണ്? മെർക്കലി സ്കെയിൽ. വ്യാപ്തി അളക്കാൻ റിക്ടർ സ്കെയിൽ, തീവ്രത അളക്കാൻ മെർക്കലി സ്കെയിലാണ്. ഭൂകമ്പം സൃഷ്ടിക്കുന്ന നാശനഷ്ടങ്ങളുടെ അടിസ്ഥാനത്തിലാണ് തീവ്രത അളക്കുന്നത്. വ്യാപ്തി അളക്കുന്നത് മോചിപ്പിക്കപ്പെടുന്ന ഊർജത്തിൻ്റെ തോതനുസരിച്ചിട്ടാണെന്നല്ലേ പറഞ്ഞത്. തീവ്രത അളക്കുന്നത് എന്താണ്? ഭൂകമ്പം സൃഷ്ടിക്കുന്ന നാശനഷ്ടങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. 1 മുതൽ 12 വരെയുള്ള ഏകകത്തിലാണ് തീവ്രതയുടെ തോത് അളക്കുന്നത്. വ്യാപ്തിയുടെ തോതാണെങ്കിൽ 0 മുതൽ 10 വരെയുള്ള സംഖ്യകളിൽ ഭൂകമ്പ വ്യാപ്തി അളക്കുന്നു. ഓക്കെ, ഇനി ഭൂകമ്പ ഫലങ്ങളാണ് പറയുന്നത്. എന്തൊക്കെയാണ് ഭൂകമ്പ ഫലങ്ങൾ? ഭൂകമ്പനം, ഭൗമോപരിതലത്തിലെ രൂപമാറ്റം, ഉരുൾപൊട്ടലുകൾ, മണ്ണൊലിച്ചു പോകൽ, ഭൂമി പിളരൽ, മണ്ണിടിച്ചൽ, ഭൂസ്ഥാന ഭ്രംശം, ജലസംഭരണികളുടെ കരകവിയൽ, തീ, നിർമ്മിതിയുടെ തകർച്ച, വസ്തുക്കളുടെ പതനം, സുനാമികൾ. ഇതെല്ലാം നമുക്ക് അറിയുന്നതാണ്. ഭൂകമ്പ ഫലങ്ങൾ പഠിച്ചു വെച്ചേക്കാം. അടുത്തത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെക്ഷനാണ് ഭൂമിയുടെ ഘടന. ഓക്കെ, അപ്പോൾ ഭൂമിക്ക് മെയിനായിട്ട് 3 പാളികളാണുള്ളത്. ഭൂവൽക്കം, മാൻറ്റിൽ, കാമ്പ് അല്ലേ. നമ്മൾ SCERT ബേസ്ഡ് ആയിട്ട് പഠിക്കുന്നുണ്ട് കേട്ടോ. ഭൂവൽക്കം, മാൻറ്റിൽ, കാമ്പ്. അപ്പോൾ നമുക്ക് നോക്കാം. ഭൂവൽക്കം എന്ന് പറയുമ്പോൾ എന്താണ്? ഭൂമിയുടെ ഏറ്റവും പുറമേയുള്ള ഖരഭാഗമാണ് ഭൂവൽക്കം. ഭൂമിയുടെ ഏറ്റവും പുറമേയുള്ള ഖരഭാഗമാണ് എന്ത്? ഭൂവൽക്കം. ശിലാനിർമ്മിതമായ കട്ടിയുള്ള ഭാഗമാണ് ഭൂവൽക്കം എന്ന് പറയുന്നത്. സമുദ്രതട ഭൂവൽക്കത്തിന് വൻകര ഭൂവൽക്കത്തെ അപേക്ഷിച്ച് കനം കുറവാണ്. ഭൂവൽക്കത്തെ തന്നെ നമുക്ക് 2 ആയിട്ട് വരുന്നുണ്ട്. സമുദ്രതട ഭൂവൽക്കമെന്നും വൻകര ഭൂവൽക്കമെന്നും 2 ഉണ്ട്. അതിൽ സമുദ്രതട ഭൂവൽക്കത്തിനാണ് വൻകര ഭൂവൽക്കത്തെ അപേക്ഷിച്ച് എന്ത്? കനം കുറവ്. വൻകര ഭൂവൽക്കത്തിൻ്റെ ശരാശരി സാന്ദ്രത 2.7 ഗ്രാം
പെർ ഘന സെൻറ്റിമീറ്റർ ആണ്. സമുദ്ര ഭൂവൽക്കത്തിൻ്റെ ശരാശരി സാന്ദ്രത 3 ഗ്രാം പെർ ഘന സെൻറ്റിമീറ്റർ ആണ്. സമുദ്രതട ഭൂവൽക്ക ഭാഗത്ത് കാണപ്പെടുന്ന ശില പ്രധാനമായും എന്താണ്? ബസാൾട്ട് ആണ്. ഓക്കെ, സമുദ്രതട ഭൂവൽക്ക ഭാഗത്ത് കാണപ്പെടുന്ന ശില ബസാൾട്ട് ആണെന്നുള്ളത് ഓർത്തിരിക്കുക. ഭൂവൽക്കത്തെക്കുറിച്ച് അത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഇനി മാൻറ്റിൽ എന്ന് പറയുമ്പോൾ ഭൂമിയുടെ ഉള്ളറയിൽ ഭൂവൽക്കത്തിന് തൊട്ട് താഴെ കാണുന്ന പാളിയാണ് എന്ത്? മാൻറ്റിൽ. ഭൂവൽക്കത്തെ മാൻറ്റിലിൽ നിന്നും വേർതിരിക്കുന്ന ഭാഗമാണ് മോഹോ വിച്ഛിന്നത. ഇമ്പോർട്ടൻ്റ് ആണ്. ഭൂവൽക്കത്തെ മാൻറ്റിലിൽ നിന്നും വേർതിരിക്കുന്ന ഭാഗം ഏതാണ്? മോഹോ വിച്ഛിന്നത. മോഹോ വിച്ഛിന്നതയിൽ തുടങ്ങി 2900 കിലോമീറ്റർ വരെ മാൻറ്റിൽ വ്യാപിച്ചു കിടക്കുന്നു. ഓക്കെ, 2900 കിലോമീറ്റർ വരെയാണ് വ്യാപിച്ചിരിക്കുന്നത്. ഭൂവൽക്കവും മാൻറ്റിലിൻ്റെ ഉപരിഭാഗവും ചേർന്നുള്ള ഭാഗത്തെയാണ് ശിലാമണ്ഡലം എന്ന് വിളിക്കുന്നത്. നമ്മൾ പറഞ്ഞു ഭൂകമ്പം നടക്കുന്നത് എവിടെയാണ്? ശിലാമണ്ഡലത്തിലാണെന്ന് പറഞ്ഞു. എന്താണ് ശിലാമണ്ഡലം? ഭൂവൽക്കവും മാൻറ്റിലിൻ്റെ ഉപരിഭാഗവും ചേർന്നുള്ള ഭാഗമാണ് ശിലാമണ്ഡലം എന്നറിയപ്പെടുന്നത്. ശിലാമണ്ഡലത്തിന് തൊട്ടു താഴെയായി അർദ്ധദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്ന മാൻറ്റിലിൻ്റെ ഭാഗമാണ് ആസ്തനോസ്ഫിയർ. ഓക്കെ, ശിലാമണ്ഡലത്തിന് തൊട്ട് താഴെയായിട്ട് അർദ്ധദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്ന ഭാഗമാണ് ആസ്തനോസ്ഫിയർ എന്ന് പറയുന്നത്. ഇനി സാന്ദ്രത എത്രയാണ്? 3.4 ഗ്രാം പെർ ഘന സെൻറ്റിമീറ്റർ ആണ് മാൻറ്റിലിൻ്റെ സാന്ദ്രത. അടുത്ത ഭാഗം കാമ്പ്. ഓക്കെ, ഭൂവൽക്കം കഴിഞ്ഞു, മാൻറ്റിൽ കഴിഞ്ഞു. അടുത്തത് കാമ്പ്. ഭൂമിയുടെ ഏറ്റവും ഉള്ളിലുള്ള പാളിയാണ് എന്ത്? കാമ്പ്. പ്രധാനമായും നിക്കൽ, ഇരുമ്പ് എന്നീ ഘനലോഹങ്ങൾ കൊണ്ടാണ് കാമ്പ് നിലകൊള്ളുന്നത്. അതിനാൽ കാമ്പിന് എന്തും കൂടെ പേരുണ്ട്? നിഫേ എന്നൊരു പേരും കൂടി ഉണ്ട്. ഓക്കെ, അകക്കാമ്പിനാണ് കേട്ടോ. സ്പെഷ്യലായിട്ട് എടുത്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ അകക്കാമ്പ് എന്ന ഓപ്ഷൻ ഉണ്ടെങ്കിൽ അകക്കാമ്പ് എടുക്കുക. ആന്തര അകക്കാമ്പ് എന്നുള്ളത് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. കാമ്പ് എന്ന് മാത്രമാണ് ഓപ്ഷനിലുള്ളതെങ്കിൽ കാമ്പ് എന്നുള്ളത് ടിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിഫേ എന്നും പേരുണ്ട്. എന്തുകൊണ്ടാണ്? നിക്കൽ, ഇരുമ്പ് എന്നീ ഘനലോഹങ്ങളാണ് കാമ്പിൽ നിലകൊള്ളുന്നത്. അതുകൊണ്ട് നിഫേ എന്ന് വിളിക്കുന്നു. സാന്ദ്രത എത്രയാണ്? 5 മുതൽ 13 ഗ്രാം പെർ ഘന സെൻറ്റിമീറ്റർ വരെയാണ്. ഓക്കെ, അപ്പോൾ ഭൂമിയുടെ ഘടനയിൽ ഭൂവൽക്കം, കാമ്പ്, മാൻറ്റിൽ എന്താണെന്നുള്ളത് പഠിച്ചു. ഇനി അടുത്തത് അഗ്നിപർവ്വതങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഭൂമിയുടെ ഉൾഭാഗത്ത് നിന്നും വാതകങ്ങൾ, ചാരം, ദ്രവാവസ്ഥയിലുള്ള ശിലാപദാർത്ഥങ്ങൾ തുടങ്ങിയവ പുറത്തേക്ക് വമിക്കുന്ന ഇടങ്ങളാണ് അഗ്നിപർവ്വതങ്ങൾ. എന്താണ് അഗ്നിപർവ്വതങ്ങൾ? ഭൂമിയുടെ ഉൾഭാഗത്ത് നിന്നും വാതകങ്ങൾ, ചാരം, ദ്രവാവസ്ഥയിലുള്ള ശിലാപദാർത്ഥങ്ങൾ തുടങ്ങിയവ പുറത്തേക്ക് വമിക്കുന്നതിനെയാണ് അഗ്നിപർവ്വതങ്ങൾ എന്ന് പറയുന്നത്. സമീപകാലത്ത് ഭൂമിയുടെ ഉൾഭാഗത്ത് നിന്നും മാഗ്മയും മറ്റ് വസ്തുക്കളും ഉപരിതലത്തിലേക്ക് പുറന്തള്ളപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത്തരം അഗ്നിപർവ്വതങ്ങളെയാണ് സജീവ അഗ്നിപർവ്വതങ്ങൾ എന്ന് പറയുന്നത്. സജീവ അഗ്നിപർവ്വതം എന്ന് പറഞ്ഞാൽ എന്താണ്? ഭൂമിയുടെ ഉൾഭാഗത്ത് നിന്നും മാഗ്മയും മറ്റ് വസ്തുക്കളും ഉപരിതലത്തിലോട്ട് പുറന്തള്ളപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത്തരം അഗ്നിപർവ്വതങ്ങളെയാണ് സജീവ അഗ്നിപർവ്വതങ്ങൾ എന്ന് വിളിക്കുന്നത്. ഉപരിമാൻറ്റിലിൽ സ്ഥിതി ചെയ്യുന്ന ശിലാദ്രവത്തെയാണ് മാഗ്മ എന്ന് വിളിക്കുന്നത്. ഉപരിമാൻറ്റിലിൽ സ്ഥിതി ചെയ്യുന്ന ശിലാദ്രവത്തെ മാഗ്മ എന്ന് വിളിക്കുന്നു. മാഗ്മ ഭൗമോപരിതലത്തിൽ വന്നെത്തുമ്പോൾ അതിനെ ലാവ എന്ന് വിളിക്കുന്നു. അപ്പോൾ മാൻറ്റിലിന് തന്നെ നമുക്ക് രണ്ടായിട്ട് വരുന്നുണ്ട്. അധോ മാൻറ്റിൽ എന്നും ഉപരിമാൻറ്റിൽ എന്നും വരുന്നുണ്ട്. 2 ഭാഗമുണ്ട്. അതിൽ ഉപരിമാൻറ്റിലിൽ സ്ഥിതി ചെയ്യുന്ന ശിലാദ്രവത്തെയാണ് നമ്മൾ മാഗ്മ എന്ന് വിളിക്കുന്നത്. ഈ മാഗ്മ ഭൗമോപരിതലത്തിൽ വന്ന് എത്തുമ്പോൾ അതിൻ്റെ പേരെന്തായിട്ട് മാറും? ലാവ എന്ന് വിളിക്കും. ഓക്കെ, അപ്പോൾ അഗ്നിപർവ്വതങ്ങൾ എന്താണെന്ന് മനസ്സിലായി. ഇനി വിവിധ തരത്തിലുള്ള അഗ്നിപർവ്വതങ്ങളുണ്ട്. ഒന്നാമത്തേത് ഷീൽഡ് അഗ്നിപർവ്വതങ്ങൾ. ഷീൽഡ് അഗ്നിപർവ്വതങ്ങൾ എന്ന് പറയുമ്പോൾ എന്താണ്? ഏറ്റവും വിസ്തൃതമായ അഗ്നിപർവ്വതങ്ങളാണ് ഷീൽഡ് അഗ്നിപർവ്വതങ്ങൾ. ബസാൾട്ട് ലാവ കൊണ്ടാണ് ഇവ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. ഓക്കെ, ബസാൾട്ട് ലാവ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളതാണ് ഷീൽഡ് അഗ്നിപർവ്വതങ്ങൾ. അഗ്നിപർവ്വത നാളിയിലേക്ക് ജലം വന്നെത്തുമ്പോൾ ഇവ സ്ഫോടനാത്മകമാകും. ഓക്കെ, അഗ്നിപർവ്വത നാളിയിലേക്ക് ജലം വന്നെത്തുമ്പോൾ എന്ത് സംഭവിക്കും? ഇത് സ്ഫോടനാത്മകമാകും. ലാവയിൽ നിന്നുള്ള ഖരവസ്തുക്കൾ നിക്ഷേപിക്കപ്പെട്ട് അഗ്നിപർവ്വതങ്ങളുടെ മധ്യഭാഗത്തായി കൂനകൾ രൂപപ്പെട്ടിരിക്കുന്നു. ഉദാഹരണം ഹവായ് ദ്വീപിലെ അഗ്നിപർവ്വതങ്ങൾ. ഷീൽഡ് അഗ്നിപർവ്വതങ്ങൾക്ക് ഉദാഹരണം ഏതാണ്? ഹവായ് ദ്വീപിലെ അഗ്നിപർവ്വതങ്ങളാണ്. അടുത്തത് കോമ്പോസിറ്റ് അഗ്നിപർവ്വതങ്ങളാണ്. ബസാൾട്ടിനേക്കാൾ ചൂട് കുറഞ്ഞതും കട്ടിയുള്ളതുമായിട്ടുള്ള ലാവയാണ് കോമ്പോസിറ്റ് അഗ്നിപർവ്വതങ്ങൾ. ഓക്കെ, ബസാൾട്ടിനേക്കാൾ ചൂട് കുറഞ്ഞതും കട്ടിയുള്ളതുമായിട്ടുള്ള ലാവയാണ് കോമ്പോസിറ്റ് അഗ്നിപർവ്വതങ്ങൾ.
സ്ഫോടനാത്മകത കൂടുതലായിട്ടുള്ള അഗ്നിപർവ്വതങ്ങളാണ് എന്ത്? കോമ്പോസിറ്റ് അഗ്നിപർവ്വതങ്ങൾ. സ്ഫോടനാത്മകത കൂടുതലായിട്ടുള്ള അഗ്നിപർവ്വതങ്ങളാണ് കോമ്പോസിറ്റ് അഗ്നിപർവ്വതങ്ങൾ. ലാവയ്ക്കൊപ്പം ഉരുകാത്ത ശിലാഖണ്ഡങ്ങളും ചാരവും വൻതോതിൽ വന്നു ചേർന്ന അഗ്നിപർവ്വത നാളിക്ക് ചുറ്റും അടിഞ്ഞുകൂടുന്നു. ഓക്കെ, ലാവയ്ക്കൊപ്പം ഉരുകാത്ത ശിലാഖണ്ഡങ്ങളും ചാരവും വൻതോതിൽ വന്നു ചേർന്ന അഗ്നിപർവ്വത നാളിക്ക് ചുറ്റും അടിഞ്ഞുകൂടുന്നു. ഇത് പാളികളായിട്ടുള്ള അഗ്നിപർവ്വത മുഖം ഉണ്ടാവുന്നു. അപ്പോൾ കോമ്പോസിറ്റ് അഗ്നിപർവ്വതങ്ങൾ എന്ന് പറയുമ്പോൾ ബസാൾട്ടിനേക്കാൾ ചൂട് കുറഞ്ഞതും കട്ടിയുള്ളതുമായിട്ടുള്ള ലാവയാണ് കോമ്പോസിറ്റ് അഗ്നിപർവ്വതങ്ങൾ ഉണ്ടാക്കുന്നത്. സ്ഫോടനാത്മകത കൂടുതലാണ്. ലാവയ്ക്കൊപ്പം ഉരുകാത്ത ശിലാഖണ്ഡങ്ങളും ചാരവും വൻതോതിൽ എവിടെ എത്തുന്നു? അഗ്നിപർവ്വത നാളിക്ക് ചുറ്റും അടിഞ്ഞുകൂടുന്നു. ഇത് പാളികളായിട്ടുള്ള അഗ്നിപർവ്വത മുഖം ഉണ്ടാക്കുന്നു. ഓക്കെ, അടുത്ത അഗ്നിപർവ്വതങ്ങളാണ് കാൽഡറ. കാൽഡറ എന്ന് പറയുമ്പോൾ ഏറ്റവും വിസ്ഫോടകമായ അഗ്നിപർവ്വതങ്ങളാണ് കാൽഡറ. ഏറ്റവും വിസ്ഫോടകമായിട്ടുള്ള അഗ്നിപർവ്വതങ്ങളാണ് കാൽഡറ. സ്ഫോടനത്തിലൂടെ വലിയ ഗർത്തങ്ങൾ ഉണ്ടാകുന്നു. ഓക്കെ, സ്ഫോടനത്തിലൂടെ വലിയ ഗർത്തങ്ങൾ ഉണ്ടാകുന്നു. അഗ്നിപർവ്വത മുഖം തകർന്നിടിഞ്ഞ് രൂപപ്പെടുന്ന വിശാല ഗർത്തങ്ങളെയാണ് കാൽഡറ എന്ന് വിളിക്കുന്നത്. അഗ്നിപർവ്വത മുഖം തകർന്നിടിഞ്ഞ് രൂപപ്പെടുന്ന വിശാല ഗർത്തങ്ങളെ എന്ത് വിളിക്കുന്നു? കാൽഡറ എന്ന് വിളിക്കുന്നു. അടുത്തത് ഫ്ലഡ് ബസാൾട്ട് പ്രൊവിൻസസ്. ഫ്ലഡ് ബസാൾട്ട് പ്രൊവിൻസസ്. ഇവിടെ കൂടുതൽ ദ്രവ സ്വഭാവമുള്ള ലാവ കൂടുതൽ ദൂരേക്ക് പരക്കുന്നു. ഓക്കെ, ദ്രവ സ്വഭാവമുള്ള ലാവ എന്ത് ചെയ്യുന്നു? ദൂരങ്ങളിലേക്ക് പരക്കുന്നു. ആയിരക്കണക്കിന് ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്നു. ഇവയ്ക്ക് 50 മീറ്ററിലധികം കനമുണ്ട്. അതാണ് ഫ്ലഡ് ബസാൾട്ട് പ്രൊവിൻസസ്. അടുത്തത് സമുദ്രാന്തർ പർവ്വതനിര അഗ്നിപർവ്വതങ്ങൾ. സമുദ്രാന്തർ പർവ്വതനിര അഗ്നിപർവ്വതങ്ങൾ എന്ന് പറയുമ്പോൾ ലോകസമുദ്രങ്ങളുടെ മധ്യഭാഗത്തായി രൂപപ്പെട്ടിട്ടുള്ള പർവ്വതനിരകളാണ് സമുദ്രാന്തർ എന്ന് പറയുന്നത് കേട്ടോ. സമുദ്രത്തിനകത്ത് ലോകസമുദ്രങ്ങളുടെ മധ്യഭാഗത്തായിട്ട് രൂപപ്പെട്ടിരിക്കുന്നതാണ് ആ സമുദ്രാന്തർ പർവ്വതനിര അഗ്നിപർവ്വതങ്ങൾ. കുന്നുകളുടെ മധ്യഭാഗം നിരന്തരമായി അഗ്നിപർവ്വത സ്ഫോടനങ്ങൾക്ക് വിധേയമാകുന്നു. അപ്പോൾ ഇത്രയാണ് അഗ്നിപർവ്വതങ്ങൾ. വിവിധ തരം അഗ്നിപർവ്വതങ്ങളാണ് നമ്മൾ പഠിച്ചത്. എന്തൊക്കെയാണ്? ഷീൽഡ് അഗ്നിപർവ്വതങ്ങൾ, കോമ്പോസിറ്റ് അഗ്നിപർവ്വതങ്ങൾ, കാൽഡറ, ഫ്ലഡ് ബസാൾട്ട് പ്രൊവിൻസസ്, സമുദ്രാന്തർ പർവ്വതനിര അഗ്നിപർവ്വതങ്ങൾ. ഇനി അഗ്നിപർവ്വത ഭൂരൂപങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ലാവ തണുത്തുറയുന്ന സ്ഥലത്തിൻ്റെ അടിസ്ഥാനത്തിൽ അഗ്നിപർവ്വത ശിലകളെ രണ്ടായിട്ട് തിരിക്കാം. ഏതൊക്കെയാണ്? അഗ്നിപർവ്വതജന്യ ശിലകളെന്നും പാതാള ശിലകളെന്നും. ഓക്കെ, അഗ്നിപർവ്വത ശിലകളെ രണ്ടായിട്ട് തിരിക്കാം. അഗ്നിപർവ്വതജന്യ ശിലകളെന്നും പാതാള ശിലകളെന്നും. അഗ്നിപർവ്വതജന്യ ശിലകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപരിതലത്തിൽ ശിലാരൂപീകരണം നടക്കുന്നവയാണ് അഗ്നിപർവ്വതജന്യ ശിലകൾ. ഇനി പാതാള ശിലകൾ എന്ന് പറഞ്ഞാലോ, ഭൂവൽക്കത്തിനുള്ളിലാണ് ശിലാരൂപീകരണം നടക്കുന്നതെങ്കിൽ അതിനെയാണ് പാതാള ശിലകൾ എന്ന് പറയുന്നത്. ഇനി ഭൂവൽക്കത്തിനുള്ളിൽ തണുത്തുറയുന്ന ലാവയുണ്ടാക്കുന്ന ശിലാരൂപങ്ങളെയാണ് ആന്തരാഗ്നേയ ശിലാരൂപങ്ങൾ എന്ന് പറയുന്നത്. ഭൂവൽക്കത്തിനുള്ളിൽ ശിലാരൂപീകരണം നടക്കുന്നതിനെ പാതാള ശിലകൾ എന്ന് പറഞ്ഞു. ഭൂവൽക്കത്തിനുള്ളിൽ തണുത്തുറയുന്ന ലാവയുണ്ടാക്കുന്ന ശിലാരൂപങ്ങൾ എന്താണ് പറയുന്നത്? ആന്തരാഗ്നേയ ശിലാരൂപങ്ങളാണെന്ന് പറയുന്നു. പ്രധാനപ്പെട്ട ആന്തരാഗ്നേയ ശിലാരൂപങ്ങളാണ് ബാത്തോലിത്ത്, ലാക്കോലിത്ത്, ലാപ്പോലിത്ത്, ഫാക്കോലിത്ത്, സില്ലുകൾ, ഷീറ്റുകൾ, ഡൈക്ക്. എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട ആന്തരാഗ്നേയ ശിലാരൂപങ്ങൾ? ബാത്തോലിത്ത്, ലാക്കോലിത്ത്, ലാപ്പോലിത്ത്, ഫാക്കോലിത്ത്, സില്ലുകൾ, ഷീറ്റുകൾ, ഡൈക്ക്. അപ്പോൾ ഇതിൽ ഓരോന്നും എന്താണെന്നുള്ളത് നോക്കാം. ബാത്തോലിത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂവൽക്കത്തിൻ്റെ അഗാധതയിൽ ശിലാദ്രവം തണുത്തുറഞ്ഞ് രൂപപ്പെടുന്ന വലിയ ആന്തരാഗ്നേയ രൂപങ്ങളാണ് ബാത്തോലിത്ത്. അതിവിസ്തൃതമായി കാണപ്പെടുന്നു. ഇവ ഗ്രാനൈറ്റ് ശിലകളാണ്. ഓക്കെ, ഗ്രാനൈറ്റ് ശിലകളാണ് ബാത്തോലിത്ത് എന്ന് പറയുന്നത്. ഒന്നാകെ തണുത്തുറഞ്ഞ മാഗ്മ അറകളാണിവ. ഓക്കെ, ഒന്നാകെ തണുത്തുറഞ്ഞ മാഗ്മ അറകളാണ് ബാത്തോലിത്ത് എന്ന് പറയുന്നത്. ഗ്രാനൈറ്റ് ശിലകളാണെന്നുള്ളത് ഓർത്തിരിക്കുക. അടുത്തത് ലാക്കോലിത്ത്. ലാക്കോലിത്ത് എന്ന് പറയുമ്പോൾ മകുടങ്ങൾ പോലെ ഭൂവൽക്കത്തിനുള്ളിൽ രൂപപ്പെടുന്ന ആന്തരാഗ്നേയ ശിലാരൂപങ്ങളാണിവ. മകുടങ്ങൾ പോലെ ഭൂവൽക്കത്തിനുള്ളിൽ രൂപപ്പെടുന്നു. താഴെ നിന്നും കുഴൽ സമാനമായിട്ടുള്ള നാളിയോട് കൂടിയ പരന്ന അടിത്തട്ടാണ് ഇവയ്ക്ക്. ഉദാഹരണം കർണാടക പീഠഭൂമിയിലെ ഗ്രാനൈറ്റ് കുന്നുകൾ. ഓക്കെ, കർണാടക പീഠഭൂമിയിലെ ഗ്രാനൈറ്റ് കുന്നുകൾ എന്തിന് എക്സാമ്പിളാണ്? ലാക്കോലിത്തിന് എക്സാമ്പിളാണ്. അടുത്തത് ലാപ്പോലിത്ത്. ലാപ്പോലിത്ത് എന്ന് പറയുമ്പോൾ കോൺകേവ് ആകൃതിയിൽ രൂപപ്പെടുന്ന ആന്തരാഗ്നേയ ശിലകളാണ് ലാക്കോലിത്ത് എന്ന് പറയുന്നത്. ഫാക്കോലിത്ത് എന്ന് പറയുമ്പോൾ തരംഗരൂപത്തിൽ ശിലാദ്രവം തണുത്തുറഞ്ഞ് രൂപപ്പെടുന്ന ആന്തരാഗ്നേയ ശിലകളാണ്. തരംഗരൂപത്തിൽ ശിലാദ്രവം തണുത്തുറഞ്ഞ് രൂപപ്പെടുന്ന ആന്തരാഗ്നേയ ശിലാരൂപങ്ങളാണ് ഫാക്കോലിത്ത്. അടുത്തത് സില്ലുകൾ, ഷീറ്റുകൾ. തിരശ്ചീനമായ ആഗ്നേയ ശിലാരൂപങ്ങൾക്ക് നേരിയ കനമേ ഉള്ളുവെങ്കിൽ അവയെ ഷീറ്റുകൾ എന്നും
കനം കൂടുതലുള്ളവയെ സില്ലുകൾ എന്നും വിളിക്കുന്നു. തിരശ്ചീനമായ ആഗ്നേയ ശിലാരൂപങ്ങൾക്ക് നേരിയ കനമുണ്ടെങ്കിൽ ഷീറ്റുകൾ എന്നും കനം കൂടുതലാണെങ്കിൽ അവയെ സില്ലുകൾ എന്നും വിളിക്കുന്നു. അടുത്തത് ഡൈക്ക്. ഡൈക്ക് എന്ന് പറയുമ്പോൾ എന്താണ്? ശിലാദ്രവം ലംബദിശയിൽ തണുത്തുറഞ്ഞ് ഭിത്തികൾക്ക് സമാനമായി രൂപപ്പെടുന്ന ആഗ്നേയ രൂപങ്ങളാണ് ഡൈക്ക്. ശിലാദ്രവം ലംബദിശയിൽ തണുത്തുറഞ്ഞ് ഭിത്തികൾക്ക് സമാന്തരമായി രൂപപ്പെടുന്നതിനെയാണ് ഡൈക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ആ ഒരു ചാപ്റ്റർ, ഭൂമിയുടെ ഉള്ളറ എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്റർ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അടുത്ത ചാപ്റ്റർ എന്ന് പറയുന്നത് വൻകരകളുടെയും സമുദ്രങ്ങളുടെയും വിതരണം എന്ന് പറയുന്ന ചാപ്റ്ററാണ്. വൻകരകളുടെയും സമുദ്രങ്ങളുടെയും വിതരണം നോക്കാം. വടക്കേ അമേരിക്കയും തെക്കേ അമേരിക്കയും ആഫ്രിക്കയും യൂറോപ്പുമൊക്കെ പ്രാചീന കാലത്ത് ഒന്നായിരിക്കാമെന്ന സാധ്യത ആദ്യമായി മുന്നോട്ട് വെച്ചത് ആരാണ്? എബ്രഹാം ഓർട്ടേലിയസ് ആണ്. ഓക്കെ, ഡച്ച് ഭൂപട നിർമ്മാതാവായിട്ടുള്ള എബ്രഹാം ഓർട്ടേലിയസ് ആണ് വടക്കേ അമേരിക്കയും തെക്കേ അമേരിക്കയും ആഫ്രിക്കയും യൂറോപ്പുമൊക്കെ പ്രാചീന കാലത്ത് ഒന്നായിരിക്കാം എന്ന സാധ്യത ആദ്യമായി മുന്നോട്ട് വച്ചത്. വൻകരകളെ ചേർത്ത് വെച്ച് ആദ്യമായി ഭൂപടം തയ്യാറാക്കിയത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആന്റോണിയോ പെലിഗ്രിനിയാണ്. ഓക്കെ, വൻകരകളെ, യൂറോപ്പ്, ആഫ്രിക്ക, അമേരിക്ക തുടങ്ങിയ വൻകരകളെ ചേർത്ത് വെച്ച് ആദ്യമായി ഭൂപടം തയ്യാറാക്കിയത് ആന്റോണിയോ പെലിഗ്രിനിയാണ്. ഇനി വൻകരകളുടെയും സമുദ്രങ്ങളുടെയും വിതരണത്തെക്കുറിച്ചുള്ള സിദ്ധാന്തങ്ങളെക്കുറിച്ചാണ്. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് സിദ്ധാന്തങ്ങൾ. ആദ്യത്തേത് വൻകര വിസ്ഥാപന സിദ്ധാന്തം. നമ്മൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. എന്താണ് വൻകര വിസ്ഥാപന സിദ്ധാന്തം എന്നുള്ളത് നോക്കാം. ജർമ്മൻ കാലാവസ്ഥാ ശാസ്ത്രജ്ഞനായിട്ടുള്ള ആൽഫ്രഡ് വെഗ്നർ ആണ് വൻകര വിസ്ഥാപന സിദ്ധാന്തം 1912 അവതരിപ്പിച്ചത്. 1912 വൻകര വിസ്ഥാപന സിദ്ധാന്തം ആരാണ് അവതരിപ്പിച്ചത്? ആൽഫ്രഡ് വെഗ്നർ ആണ്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്, പേര് പഠിച്ചു വെക്കുക. ആൽഫ്രഡ് വെഗ്നർ ആണ് 1912 വൻകര വിസ്ഥാപന സിദ്ധാന്തം അവതരിപ്പിച്ചത്. വൻകരകളുടെയും സമുദ്രങ്ങളുടെയും വിതരണങ്ങളെക്കുറിച്ചുള്ള സിദ്ധാന്തമാണ് എന്ത്? വൻകര വിസ്ഥാപന സിദ്ധാന്തം. വൻകരകളുടെയും സമുദ്രങ്ങളുടെയും വിതരണത്തെക്കുറിച്ചുള്ള സിദ്ധാന്തമാണ് വൻകര വിസ്ഥാപന സിദ്ധാന്തം. വേഗ്നറുടെ സിദ്ധാന്തം പ്രസ്താവിക്കുന്നത് എന്താണ്? അതായത് ഇന്നുള്ള വൻകരകളെല്ലാം ഒരു കാലത്ത് ഒന്നു ചേർന്നാണ് സ്ഥിതി ചെയ്തിരുന്നത്. നാം അതിനു ചുറ്റും ഒരു ബൃഹത് സമുദ്രം നിലനിന്നിരുന്നു എന്നുമാണ്. ഓക്കെ, വെഗ്നറുടെ, ആൽഫ്രഡ് വെഗ്നർ പറഞ്ഞത് എന്താണ്? വൻകര വിസ്ഥാപന സിദ്ധാന്തത്തിൽ എന്താണ് പറയുന്നത്? ഇന്നുള്ള എല്ലാ വൻകരകളും ഒരു കാലത്ത് ഒന്നു ചേർന്നാണ് സ്ഥിതി ചെയ്തിരുന്നത് എന്നും അതിനു ചുറ്റും ഒരു ബൃഹത് സമുദ്രം നിലനിന്നിരുന്നു എന്നുമാണ് ആൽഫ്രഡ് വെഗ്നർ പറയുന്നത്. ഇനി ബൃഹത് വൻകരയ്ക്ക് അദ്ദേഹം പാൻജിയ എന്ന പേര് നൽകി. ബൃഹത് വൻകര, വലിയൊരു വൻകര, ഈ എല്ലാ വൻകരയും കൂടെ ചേർന്ന് ഒറ്റ വൻകരയായിരുന്നു. അതിന് പുറത്ത് എന്തുണ്ട്? ഒരു വലിയൊരു സമുദ്രവും ഉണ്ട്. അതാണ് അദ്ദേഹം പറഞ്ഞത്. അതിലെ ബൃഹത് വൻകരയ്ക്ക് അദ്ദേഹം നൽകിയ പേരാണ് പാൻജിയ. പാൻജിയയുടെ അർത്ഥം എന്താണ്? മുഴുവൻ ഭൂമി എന്നുള്ളതാണ്. ബൃഹത് സമുദ്രത്തിന് പേര് കൊടുത്താണ് പന്തലാസ. പന്തലാസ എന്ന് പറഞ്ഞാൽ മുഴുവൻ സമുദ്രം എന്നാണ് അർത്ഥം വരുന്നത്. അപ്പോൾ അദ്ദേഹം നൽകിയ പേരുകൾ എന്തൊക്കെയാണ്? ബൃഹത് വൻകരയ്ക്ക് നൽകിയ പേരാണ് പാൻജിയ, ബൃഹത് സമുദ്രത്തിന് നൽകിയ പേരാണ് പന്തലാസ. അദ്ദേഹത്തിൻ്റെ അഭിപ്രായ പ്രകാരം ഏകദേശം 200 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് പാൻജിയ കുറുകെ പിളർന്ന് മാറാൻ തുടങ്ങി. ഇതിൽ വടക്കൻ ഭാഗം ലൗറേഷ്യ എന്നും തെക്കൻ ഭാഗം ഗോണ്ട്വാനാലാൻഡ് എന്നും അറിയപ്പെട്ടു. ഓക്കെ, അദ്ദേഹത്തിൻ്റെ സിദ്ധാന്ത പ്രകാരം അദ്ദേഹം പറയുന്നത് ഇതിൽ പാൻജിയ, അതായത് ബൃഹത് വൻകര എന്ന് പറഞ്ഞു അല്ലേ, പാൻജിയ 200 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ഈ പാൻജിയ എന്ത് ചെയ്തു? കുറുകെ പിളർന്ന് മാറാനായിട്ട് തുടങ്ങി. ഇതിൽ രണ്ട് ഭാഗം ഇങ്ങനെ കുറുകെ പിളരുന്ന സമയത്ത് എന്താണ്? രണ്ടായിട്ട് പോകും അല്ലേ. അതിൽ വടക്കു ഭാഗം എന്താണ്? വടക്കൻ ഭാഗം ലൗറേഷ്യ എന്നും തെക്കൻ ഭാഗം ഗോണ്ട്വാനാലാൻഡ് എന്നും രണ്ടായിട്ട് പോയി എന്നാണ് പറയുന്നത്. രണ്ട് പേരുകളിൽ അറിയപ്പെട്ടു എന്നാണ് പറയുന്നത്. പിന്നീട് ഇവർ വീണ്ടും പലതായി പിളരുകയും ഇന്ന് കാണുന്ന തരത്തിൽ വൻകരകളായിട്ട് പരിണമിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. ആദ്യം വലിയൊരു വൻകരയുണ്ടായിരുന്നു, ബൃഹത് വൻകരയായിട്ടുള്ള പാൻജിയ. അത് പിളർന്ന് എന്തായിട്ട് മാറി? വടക്കൻ ഭാഗം ലൗറേഷ്യ എന്നും തെക്കൻ ഭാഗം ഗോണ്ട്വാനാലാൻഡ് എന്നും അറിയപ്പെട്ടു. പിന്നീട് അവ പലതായി പിളർന്നു ഇന്ന് കാണുന്ന തരത്തിൽ പലതരത്തിലുള്ള വൻകരകളായിട്ട് പരിണമിക്കുകയും ചെയ്തു. ലൗറേഷ്യയിൽ നിന്നും പിളർന്നു മാറിയ വൻകര ഭാഗങ്ങളാണ്. അപ്പോൾ രണ്ട് ഭാഗം ഉണ്ടെന്ന് പറഞ്ഞല്ലേ. വടക്ക് ഭാഗം ലൗറേഷ്യ എന്നും തെക്ക് ഭാഗം എന്താണ്? ഗോണ്ട്വാനാലാൻഡ് എന്നും. അപ്പോൾ ഈ ലൗറേഷ്യയിൽ നിന്നും പിളർന്നു മാറിയ വൻകര ഭാഗങ്ങളാണ് വടക്കേ അമേരിക്ക, യൂറേഷ്യ, ഗ്രീൻലാൻഡ്,
ആർട്ടിക് പ്രദേശം, ലൗറേഷ്യയിൽ നിന്ന് പിളർന്നു മാറിയ വൻകര ഭാഗങ്ങൾ ഏതൊക്കെയാണ്? വടക്കേ അമേരിക്ക, യൂറേഷ്യ, ഗ്രീൻലാൻഡ്, ആർട്ടിക് പ്രദേശം. ഗോണ്ട്വാന ലാൻഡിൽ നിന്ന് പിളർന്നു മാറിയതാണ് തെക്കേ അമേരിക്ക, ആഫ്രിക്ക, ഇന്ത്യൻ ഉപഭൂഖണ്ഡം, ഓസ്ട്രേലിയ, അന്റാർട്ടിക് പ്രദേശം. ഓക്കെ, ഗോണ്ട്വാന ലാൻഡിൽ നിന്നും ഏതൊക്കെയാണ്? തെക്കേ അമേരിക്ക, ആഫ്രിക്ക, ഇന്ത്യൻ ഉപഭൂഖണ്ഡം, ഓസ്ട്രേലിയ, അന്റാർട്ടിക് പ്രദേശം. ഓക്കെ, അപ്പോൾ വൻകര വിസ്ഥാപന സിദ്ധാന്തത്തിൻ്റെ കാര്യം പറഞ്ഞു. ഇനി വൻകര വിസ്ഥാപനത്തിൻ്റെ അനുകൂല തെളിവുകൾ എന്തൊക്കെയാണ് എന്നാണ് പറയുന്നത്. അതായത് വൻകര വിസ്ഥാപനത്തെ സാധൂകരിക്കുന്ന തെളിവുകൾ എന്തൊക്കെയാണ്? ഒന്ന്, വൻകരകളുടെ അരികുകളുടെ ഈർച്ചവാൾ ചേർച്ച. ഓക്കെ, വൻകരകളുടെ അരികുകളുടെ ചേർച്ച അല്ലെങ്കിൽ ഈർച്ചവാൾ ചേർച്ച എന്ന് പറയും. സമുദ്രങ്ങളുടെ ഇരുകരകളിലൂടെയും ശിലകളുടെ സമപ്രായം, സമുദ്രങ്ങളുടെ ഇരുകരകളിലെയും ശിലകളുടെ സമപ്രായം വൻകര വിസ്ഥാപനത്തെ സിദ്ധാന്തത്തെ സാധൂകരിക്കുന്ന തെളിവാണ്. അതുപോലെ ടില്ലൈറ്റ് നിക്ഷേപങ്ങൾ, പ്ലേസർ നിക്ഷേപങ്ങൾ, ഫോസിലുകളുടെ വിതരണം, ഈ എല്ലാ കാരണങ്ങൾ കൊണ്ടും വൻകര വിസ്ഥാപനത്തിന് എന്താണ്? സാധൂകരിക്കുന്ന തെളിവുകളാണ്. വൻകരകളുടെ അരികുകളുടെ ചേർച്ച അല്ലെങ്കിൽ ഈർച്ചവാൾ ചേർച്ച, സമുദ്രങ്ങളുടെ ഇരുകരകളിലെയും ശിലകളുടെ സമപ്രായം, ടില്ലൈറ്റ് നിക്ഷേപങ്ങൾ, പ്ലേസർ നിക്ഷേപങ്ങൾ, ഫോസിലുകളുടെ വിതരണം. ഇനി എന്താണ് ഈ വൻകരകളുടെ അരികുകളുടെ ചേർച്ച അല്ലെങ്കിൽ ഈർച്ചവാൾ ചേർച്ച എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം. ആഫ്രിക്കയുടെയും തെക്കേ അമേരിക്കയുടെയും തീരങ്ങൾ തമ്മിൽ അത്ഭുതകരമായ ചേർച്ചയുണ്ട്. ഓക്കെ, ആഫ്രിക്കയുടെയും തെക്കേ അമേരിക്കയുടെയും തീരങ്ങൾ തമ്മിൽ എന്തുണ്ട്? അത്ഭുതകരമായ ചേർച്ചയുണ്ട്. പിന്നീട് ബുള്ളാർഡ് 1964 കമ്പ്യൂട്ടർ പ്രോഗ്രാമിൻ്റെ സഹായത്തോടു കൂടി ഇരു കരകളുടെയും അരികുകൾ ചേർത്ത് വരച്ചുണ്ടാക്കിയ ഭൂപടം ഈ വാദത്തെ ശരിവെക്കുന്നതായിരുന്നു. ആരുടെ ഭൂപടമാണ്? ബുള്ളാർഡിൻ്റെ 1964 കൊണ്ടുവന്നിട്ടുള്ള കമ്പ്യൂട്ടർ പ്രോഗ്രാമിൻ്റെ സഹായത്തോടു കൂടിയിട്ട് ഈ രണ്ട് വൻകരകളുടെയും അരികുകൾ ചേർത്ത് വെച്ചുണ്ടാക്കിയ, ആഫ്രിക്കയുടെയും തെക്കേ അമേരിക്കയിലും അരികുകൾ ചേർത്ത് വെച്ചുണ്ടാക്കിയ ഭൂപടമാണ് ഈ വാദത്തെ ശരിവെക്കുന്നതായിട്ട് വരുന്നത്. അതാണ് ഈർച്ചവാൾ ചേർച്ച. അടുത്തത് സമുദ്രങ്ങളുടെ ഇരുകരകളിലെയും ശിലകളുടെ സമപ്രായം. നോക്കുക, സമീപകാലത്ത് നിലവിൽ വന്ന റേഡിയോമെട്രിക് കാലഗണനാ രീതി ഉപയോഗിച്ച് ലോകത്തിലെ മിക്ക തീരമേഖലകളിലെയും ശിലകൾ പഠനവിധേയമാക്കിയപ്പോൾ ബ്രസീലിലെയും പശ്ചിമ ആഫ്രിക്കയിലെയും തീരമേഖലയിലുള്ള ശിലകൾക്ക് ഏകദേശം 2000 മില്യൺ വർഷം പഴക്കമുള്ളതായിട്ട് കണ്ടെത്തി. തെക്കേ അമേരിക്കയിലെയും ആഫ്രിക്കയിലെയും ഏറ്റവും പഴക്കം ചെന്ന സമുദ്ര നിക്ഷേപങ്ങൾ ജുറാസിക് പീരീഡിൽ ഉണ്ടായതാണെന്ന് കണ്ടെത്തുകയും ചെയ്തു. ഇത് സൂചിപ്പിക്കുന്നത് ജുറാസിക് പീരീഡിന് മുൻപ് ഈ വൻകരകൾക്കിടയിൽ എന്തുണ്ടായിരുന്നില്ല എന്നാണ്? സമുദ്രം ഉണ്ടായിരുന്നില്ല എന്നാണ്. ഓക്കെ, ഇനി അടുത്തത് ടില്ലൈറ്റ് നിക്ഷേപങ്ങൾ. എന്താണ് ടില്ലൈറ്റ് നിക്ഷേപങ്ങൾ? ഹിമാനികളുടെ നിക്ഷേപണ ഫലമായിട്ടുണ്ടായിട്ടുള്ള അവസാദ ശിലയാണ് ടില്ലൈറ്റ് എന്ന് പറയുന്നത്. ഹിമാനികളുടെ നിക്ഷേപണ ഫലമായിട്ടുണ്ടാവുന്ന അവസാദ ശിലയാണ് ടില്ലൈറ്റ്. ഇന്ത്യയിൽ നിന്ന് കണ്ടെത്തിയിട്ടുള്ള ഗോണ്ട്വാന കാലഘട്ടത്തിലെ അവസാദങ്ങൾക്ക് സമാനമായവ ദക്ഷിണാർദ്ധഗോളത്തിൽ സ്ഥിതി ചെയ്യുന്ന ആഫ്രിക്ക, ഫാക്ലാൻഡ് തുടങ്ങിയ ദ്വീപുകൾ, മെഡഗാസ്കർ, അന്റാർട്ടിക്ക, ഓസ്ട്രേലിയ എന്നിവിടങ്ങളിലും കണ്ടെത്തിയിട്ടുണ്ട്. ഇന്ത്യയിൽ നിന്നും കണ്ടെത്തിയിട്ടുള്ള ഗോണ്ട്വാന കാലഘട്ടത്തിലെ അവസാദങ്ങൾക്ക് സമാനമായിട്ടുള്ള ദക്ഷിണാർദ്ധഗോളത്തിൽ സ്ഥിതി ചെയ്യുന്ന ആഫ്രിക്ക, ഫാക്ലാൻഡ് ദ്വീപുകൾ, മെഡഗാസ്കർ, അന്റാർട്ടിക്ക, ഓസ്ട്രേലിയ എന്നിടങ്ങളിലും കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ ടില്ലൈറ്റുകൾ പ്രാചീന കാലാവസ്ഥയെക്കുറിച്ചും വൻകരകളുടെ വിസ്ഥാപനത്തെക്കുറിച്ചും സൂചനകൾ നൽകുന്നുണ്ട്. ഓക്കെ, ടില്ലൈറ്റുകൾ പ്രാചീന കാലാവസ്ഥയെക്കുറിച്ചും വൻകരകളുടെ വിസ്ഥാപനത്തെക്കുറിച്ചും സൂചനകൾ നൽകുന്നുണ്ട്. അടുത്തതാണ് പ്ലേസർ നിക്ഷേപങ്ങൾ. എന്താണ് പ്ലേസർ നിക്ഷേപങ്ങൾ? ആഫ്രിക്കയിലെ ഘാനയുടെ തീരപ്രദേശത്ത് ഉറവിട ശിലകളില്ലാതെ കാണപ്പെടുന്ന സ്വർണ്ണ നിക്ഷേപങ്ങളുടെ യഥാർത്ഥ ഉറവിടം കണ്ടെത്തിയത് തെക്കേ അമേരിക്കയിലെ ബ്രസീലിൽ നിന്നാണ്. ഇത് സൂചിപ്പിക്കുന്നത് ഈ രണ്ട് വൻകരകൾ ഒരിക്കൽ ഒന്നായിരുന്നപ്പോൾ രൂപപ്പെട്ടതാണ് എന്നുള്ളതാണ്. ഓക്കെ, അടുത്തത് ഫോസിലുകളുടെ വിതരണം. കരയിലും ശുദ്ധജലത്തിലും ജീവിക്കുന്ന പല സാമാന്യ സസ്യ ജന്തു ജീവജാലങ്ങളുടെയും വിശാലമായ സമുദ്രത്തിനുള്ളിലൂടെ ഇരു കരകളിലും കാണപ്പെടുന്നു. ലെമർ എന്ന ഇനം കുരങ്ങിൻ്റെ സാന്നിധ്യം ഇന്ത്യ, ആഫ്രിക്ക, മഡഗാസ്കർ എന്നിവിടങ്ങളിലുണ്ട്. മീസോസോറസ് എന്ന ഉരഗജീവിയുടെ ഫോസിൽ ഇന്നുവരെ കണ്ടെത്തിയ രണ്ടിടങ്ങൾ ബ്രസീലിലെ ഐറേവർ ശിലാപാളിയും ദക്ഷിണാഫ്രിക്കയിലെ സദേൺ കേപ്പ് പ്രോവിൻസും മാത്രമാണ്. ഇവയെല്ലാം സൂചിപ്പിക്കുന്നത് ഈ കരഭാഗങ്ങളെല്ലാം ഒരു കാലത്ത് ഒരുമിച്ച് കിടന്നിരുന്നവയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഫോസിലുകളുടെ വിതരണത്തിൽ പറയുമ്പോൾ ലെമർ എന്ന് പറയുന്ന കുരങ്ങിൻ്റെ സാന്നിധ്യം ഇന്ത്യ, ആഫ്രിക്ക, മഡഗാസ്കർ എന്നിവിടങ്ങളിൽ ഉണ്ടെന്നുള്ളത് ഓർത്തിരിക്കുക. മീസോസോറസ് എന്ന് പറയുന്ന ഉരഗജീവിയുടെ ഫോസിൽ ഇന്നുവരെ കണ്ടെത്തിയ രണ്ടിടങ്ങൾ എവിടേക്കാണ്? ബ്രസീലിലെ ഐറേവർ ശിലാപാളികൾ, ദക്ഷിണാഫ്രിക്കയിലെ സദേൺ കേപ്പ് പ്രോവിൻസസിൽ മാത്രമാണ് കണ്ടെത്തുന്നത്. ഓക്കെ,
അപ്പോൾ ഇത്രയുമാണ് വൻകര വിസ്ഥാപന സിദ്ധാന്തങ്ങളുടെ ഇത് ചെയ്യുന്ന സാധൂകരിക്കുന്ന തെളിവുകൾ എന്ന് പറയുന്നത്. ഇനി എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? ഇത്രയും കാര്യങ്ങൾ, അതായത് വൻകരകളുടെ അരികുകളുടെ ഈർച്ചവാൾ ചേർച്ച, സമുദ്രങ്ങളുടെ ഇരുകരകളും ശിലകളുടെ സമപ്രായം, ടില്ലൈറ്റ് നിക്ഷേപങ്ങൾ, പ്ലേസർ നിക്ഷേപങ്ങൾ, ഫോസിലുകളുടെ വിതരണം. അടുത്തത് വൻകരകളുടെ ചലനത്തിന് കാരണമായ ബലമാണ്. വൻകരകളുടെ ചലനത്തിന് കാരണമായിട്ടുള്ള ബലമാണ് പറയുന്നത്. ധ്രുവാന്മുഖ ചലന ബലം, ഭൂമിയുടെ ഭ്രമണം മൂലമുണ്ടായിട്ടുള്ള ബലമാണ് ധ്രുവോന്മുഖ ചലന ബലം എന്ന് പറയുന്നത്. വൻകരകളുടെ ചലനത്തിന് കാരണമായിട്ടുള്ള ബലമാണ് ഒന്നാമത്തേത് ധ്രുവോന്മുഖ ചലന ബലം. എന്താണ്? ഭൂമിയുടെ ഭ്രമണം മൂലമുണ്ടായ ബലമാണ് ധ്രുവോന്മുഖ ചലന ബലം. അടുത്തത് വേലിബലം. വേലിബലം എന്ന് പറയുമ്പോൾ സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും ആകർഷണം മൂലം വേലികൾ ഉണ്ടാകുന്നത് വഴി രൂപപ്പെടുന്ന ബലമാണ് വേലിബലം എന്ന് പറയുന്നത്. ഇനി അടുത്തത് വിസ്ഥാപനാന്തര പഠനങ്ങളാണ് പറയുന്നത് കേട്ടോ. വിസ്ഥാപനാന്തര പഠനങ്ങൾ. ഒന്ന്, സംവഹന പ്രവാഹ സിദ്ധാന്തം. സംവഹന പ്രവാഹ സിദ്ധാന്തം 1930കളിൽ ആർതർ ഹോംസ് ആണ് സംവഹന പ്രവാഹ സിദ്ധാന്തം മുന്നോട്ട് വെച്ചത്. ആരാണ്? ആർതർ ഹോംസ് ആണ്. 1930കളിൽ ആർതർ ഹോംസ് ആണ് സംവഹന പ്രവാഹ സിദ്ധാന്തം മുന്നോട്ട് വെച്ചത്. ഭൂമിയുടെ മാന്റിലിൽ സംവഹന പ്രവാഹങ്ങളുടെ സാധ്യത അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. ആണവ മൂലകങ്ങളുടെ സാന്നിധ്യം മൂലം മാന്റിനുള്ളിൽ ഉണ്ടാകുന്ന താപവ്യത്യാസമാണ് സംവഹന പ്രവാഹം ഉണ്ടാവാൻ കാരണമെന്ന് അദ്ദേഹം വാദിച്ചു. എന്താണ് പറഞ്ഞത് അദ്ദേഹം? ആണവ മൂലകളുടെ സാന്നിധ്യം മൂലം മാന്റിനുള്ളിൽ ഉണ്ടാകുന്ന താപവ്യത്യാസമാണ് സംവഹന പ്രവാഹം ഉണ്ടാവാൻ കാരണമെന്നാണ് ആർതർ ഹോംസ് വാദിച്ചത്. മാന്റിലിനുള്ളിലെ സംവഹന പ്രവാഹങ്ങൾ വൻകരകൾ ചലിക്കുന്നതിന് കാരണമാകുന്നു എന്നതാണ് ഈ സിദ്ധാന്തത്തിൻ്റെ അടിസ്ഥാനം. സംവഹന പ്രവാഹ സിദ്ധാന്തത്തിൻ്റെ അടിസ്ഥാനം എന്താണ്? മാന്റിലിനുള്ളിലെ സംവഹന പ്രവാഹങ്ങൾ വൻകരകൾ ചലിക്കുന്നതിന് കാരണമാകുന്നു എന്നതാണ് അടിസ്ഥാനം. ഈ കണ്ടെത്തൽ വെഗ്നറുടെ വൻകര വിസ്ഥാപനത്തിന് കാരണമാകുന്ന ബലത്തെ വിശദീകരിക്കാൻ സഹായകമായി. അപ്പം സംവഹന പ്രവാഹ സിദ്ധാന്തം എന്താണെന്ന് മനസ്സിലായല്ലോ. അടുത്തത് ഫലക ചലന സിദ്ധാന്തം. എന്താണ് ഫലക ചലന സിദ്ധാന്തം? 1967 മെക്കൻസി, പാർക്കർ, മോർഗൻ എന്നിവരാണ് ഫലകചലനം എന്ന ആശയം ആദ്യമായിട്ട് മുന്നോട്ട് വെച്ചത്. ആരൊക്കെയാണ്? 1967 മെക്കൻസി, പാർക്കർ, മോർഗൻ എന്നിവരാണ് ഫലകചലനം എന്ന ആശയം മുന്നോട്ട് വെച്ചത്. 7 വൻകര ഫലകങ്ങളാലും ഏതാനും ചെറു ഫലകങ്ങളാലും നിർമ്മിതമാണ് ഭൂമിയുടെ ശിലാമണ്ഡലം എന്നാണ് ഫലകചലന സിദ്ധാന്തം പറയുന്നത്. 7 വൻകര ഫലകങ്ങൾ അതോടൊപ്പം ചെറു ഫലകങ്ങളും കൂടെ ചേർന്നിട്ടുള്ളതാണ് ഭൂമിയുടെ ശിലാമണ്ഡലം എന്നാണ് ഫലകചലന സിദ്ധാന്തം പറയുന്നത്. വൻകരകളുടെയും സമുദ്രത്തിൻ്റെയും ശിലാമണ്ഡലം ഉൾപ്പെടുന്ന ക്രമരഹിതവും ബൃഹത്തുമായ കനത്ത ശിലാപാളികളാണ് ടെക്ടോണിക് ഫലകങ്ങൾ അഥവാ ശിലാമണ്ഡല ഫലകങ്ങൾ. എന്താണ് ടെക്ടോണിക് എന്നുള്ളത് നമ്മൾ പഠിച്ചല്ലേ. വൻകരകളുടെയും സമുദ്രത്തിൻ്റെയും ശിലാമണ്ഡലം ഉൾപ്പെടുന്ന ക്രമരഹിതവും ബൃഹത്തുമായിട്ടുള്ള കനത്ത ശിലാപാളികളാണ് ടെക്ടോണിക് ഫലകങ്ങൾ അഥവാ ശിലാമണ്ഡല ഫലകങ്ങൾ. ഒരു ഫലകം വൻകര ഫലകമാണോ സമുദ്രഫലകമാണോ എന്ന് നിശ്ചയിക്കപ്പെടുന്നത് വൻകരയാണോ സമുദ്രമാണോ ആ ഫലകത്തിൻ്റെ ഏറിയ പങ്കും എന്നതിനെ ആശ്രയിച്ചിരിക്കും. ഫലകങ്ങൾ അസ്തനോസ്ഫിയറിന് മുകളിലൂടെ തിരശ്ചീനമായിട്ട് നീങ്ങുന്നു. ഇനി അടുത്തത് വൻ ഫലകങ്ങൾ എന്നും ചെറുഫലകങ്ങളും എന്താണെന്നുള്ളത് നോക്കാം. വൻ ഫലകങ്ങൾ എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? അന്റാർട്ടിക്കയും അതിനു ചുറ്റുമുള്ള സമുദ്രഫലകവും, വടക്കേ അമേരിക്കൻ ഫലകം, തെക്കേ അമേരിക്കൻ ഫലകം, പസഫിക് ഫലകം, ഇന്ത്യ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് ഫലകം, ആഫ്രിക്കൻ ഫലകം, യൂറേഷ്യ ഉൾപ്പെടുന്ന സമുദ്രഫലകം. ഇത്രയാണ് വൻ ഫലകത്തിൽ വരുന്നത്. ഇനി ചെറുഫലകത്തിൽ വരുന്ന ഏതൊക്കെയാണ്? കോക്കസ് ഫലകം, നസ്ക ഫലകം, അറേബ്യൻ ഫലകം, ഫിലിപ്പൈൻ ഫലകം, കാരോലിൻ ഫലകം, ഫ്യൂജി ഫലകം. കോക്കോസ് ഫലകം എന്ന് പറയുമ്പോൾ മധ്യ അമേരിക്കയ്ക്കും പസഫിക് ഫലകത്തിനും ഇടയിൽ വരുന്നതാണ് കോക്കോസ് ഫലകം. മധ്യ അമേരിക്കയ്ക്കും പസഫിക് ഫലകത്തിനും ഇടയിൽ വരുന്നതാണ് കോക്കോസ് ഫലകം. നസ്ക ഫലകം എന്ന് പറയുന്നത് തെക്കേ അമേരിക്കയ്ക്കും പസഫിക് ഫലകത്തിനും ഇടയിലാണ്. അറേബ്യൻ ഫലകം ഭൂരിഭാഗം സൗദി അറേബ്യൻ പ്രദേശങ്ങളിലുമാണ് അറേബ്യൻ ഫലകം വരുന്നത്. ഫിലിപ്പൈൻ ഫലകം എന്ന് പറയുമ്പോൾ ഏഷ്യാറ്റിക് പസഫിക് ഫലകങ്ങൾക്കിടയിലാണ് വരുന്നത് ഫിലിപ്പൈൻ ഫലകം. കാരോലിൻ ഫലകം എന്ന് പറയുമ്പോൾ ഫിലിപ്പൈൻ ഫലകത്തിനും ഇന്ത്യൻ ഫലകത്തിനും ഇടയിൽ വരുന്നതാണ് കാരോലിൻ ഫലകം. ഫ്യൂജി ഫലകം എന്ന് പറയുമ്പോൾ ഓസ്ട്രേലിയയ്ക്ക് വടക്ക് കിഴക്ക്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ചെറു ഫലകങ്ങൾ ഏതൊക്കെയാണ് ഏതിൻ്റെയൊക്കെ ഇടയ്ക്കാണ് വരുന്നത് എന്നുള്ള കാര്യം പഠിച്ചു വയ്ക്കുക. ഇനി അടുത്തത് വിവിധ തരം ഫലക അതിരുകളെ കുറിച്ചാണ് പറയുന്നത്. ഏതൊക്കെയാണ്? 3 തരം അതിരുകളാണ് ഉള്ളത്, ഫലക അതിരുകളാണുള്ളത്. 1 വിയോജക സീമകൾ, 2 സംയോജക സീമകൾ, 3 രൂപാന്തര സീമകൾ.
ആദ്യം വിയോജക സീമകൾ അഥവാ ഡൈവേർജന്റ് ബൗണ്ടറീസ് എന്ന് പറയുന്നത്. ഫലകങ്ങൾ തമ്മിൽ അകന്നു മാറുന്ന ഭാഗങ്ങളിലെ ഫലകാതിരുകൾ ആണ് വിയോജക സീമകൾ. വിയോജിക്കുകയാണ് അല്ലെ, ഡൈവേർജ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഫലകങ്ങൾ തമ്മിൽ അകന്നു മാറുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഉണ്ടാകുന്ന ഫലകാതിരുകളാണ് വിയോജക സീമകൾ അല്ലെങ്കിൽ ഡൈവേർജന്റ് ബൗണ്ടറീസ് എന്ന് പറയുന്നത്. ഇവിടെ പുതിയ ഭൂവൽക്കം രൂപപ്പെടുന്നുണ്ട്. വ്യാപന മേഖലകൾ എന്നും ഈ മേഖലയ്ക്ക് പേരുണ്ട്. സ്പ്രെഡിംഗ് സൈറ്റ്സ് അല്ലെങ്കിൽ വ്യാപന മേഖലകൾ എന്ന് പേരുള്ളത് എന്താണ്? വിയോജക സീമകളാണ്. എക്സാമ്പിളാണ് മധ്യ അറ്റ്ലാന്റിക് പർവ്വതനിര. വിയോജക സീമകൾക്ക് എക്സാമ്പിൾ എന്താണ്? മധ്യ അറ്റ്ലാന്റിക് പർവ്വതനിര. അടുത്തത് സംയോജക സീമകൾ അഥവാ കൺവേർജന്റ് ബൗണ്ടറീസ്. എന്താണ്? ഫലകങ്ങൾ തമ്മിൽ അടുക്കുമ്പോഴുള്ള ഫലകാതിരുകളാണ് സംയോജക സീമകൾ. അകലുമ്പോഴുള്ളത് വിയോജക സീമ, അടുക്കുമ്പോഴുള്ളത് ഏതാണ്? സംയോജക സീമയാണ്. ഇവിടെ ഒരു ഫലകം മറ്റൊന്നിനടിയിലേക്ക് ആണ്ടു പോവുകയാണ് ചെയ്യുന്നത്. ഈ മേഖലയാണ് നിമഞ്ജന മേഖല എന്നറിയപ്പെടുന്നത്. സബ്ഡക്ഷൻ സോൺ അല്ലെങ്കിൽ നിമഞ്ജന മേഖല എന്നറിയപ്പെടുന്ന ഏതാണ്? സംയോജക സീമകളാണ്. ഇനി ഈ ഫലക സംയോജനം തന്നെ 3 രീതിയിൽ നടക്കാനായിട്ട് പറ്റും. ഏതൊക്കെയാണ്? സമുദ്രഫലകവും വൻകരാഫലകവും തമ്മിൽ, 2 സമുദ്രഫലകങ്ങൾ തമ്മിൽ, 2 വൻകരാഫലകങ്ങൾ തമ്മിൽ. ഓക്കെ, സമുദ്രഫലകവും വൻകരാഫലകങ്ങളും തമ്മിൽ എന്ത് ചെയ്യാം? സംയോജിക്കാം. 2 സമുദ്രഫലകങ്ങൾ തമ്മിൽ സംയോജിക്കാം, 2 വൻകരാഫലകങ്ങൾ തമ്മിൽ സംയോജിക്കാം. ഓക്കെ, ഇനി അടുത്തത് രൂപാന്തര സീമകളെ കുറിച്ചാണ് പറയുന്നത്. ട്രാൻസ്ഫോം ബൗണ്ടറീസ്. എന്താണ്? ഫലകങ്ങൾ തമ്മിൽ ഉരസി നീങ്ങുന്ന തരം ഫലകാതിരുകളാണ് രൂപാന്തര സീമകൾ. ഓക്കെ, ഫലകങ്ങൾ തമ്മിൽ ഉരസി നീങ്ങുന്ന തരം ഫലകാതിരുകളാണ് രൂപാന്തര സീമകൾ. ഇത്തരം ഫലകാതിരുകളിൽ ഭൂവൽക്കം പുതിയതായി നിർമ്മിക്കപ്പെടുകയോ നശിപ്പിക്കപ്പെടുകയോ ചെയ്യുന്നില്ല. പകരം എന്താണ്? അങ്ങോട്ടും ഇങ്ങോട്ടും ഉരസി നീങ്ങി ഉണ്ടാവുന്നതാണ് രൂപാന്തര സീമകൾ. അടുത്തത് ഫലക ചലന വേഗത്തിൻ്റെ നിരക്ക്. ഏറ്റവും സാവധാനത്തിൽ ചലിക്കുന്ന ഫലകമാണ് ആർട്ടിക് കുന്ന്. ഓക്കെ, ഏറ്റവും സാവധാനത്തിൽ ചലിക്കുന്നതാണ് ആർട്ടിക് കുന്ന്. വർഷത്തിൽ 2.5 സെൻറ്റിമീറ്റർ താഴെ മാത്രം ചലിക്കുന്നതാണ് ആർട്ടിക് കുന്ന്. ഏറ്റവും വേഗത്തിൽ ചലിക്കുന്ന ഫലകമാണ് ഈസ്റ്റ് പസഫിക് റൈസ്. ഈസ്റ്റ് പസഫിക് റൈസ് വർഷത്തിൽ 15 സെൻറ്റിമീറ്ററിൽ കൂടുതൽ ചലിക്കും. ഓക്കെ, അടുത്തത് ഇന്ത്യൻ ഫലകത്തിൻ്റെ ചലനം. ഇന്ത്യൻ ഫലകത്തിൻ്റെ ചലനത്തെക്കുറിച്ച് പഠിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ഉപദ്വീപീയൻ ഇന്ത്യയുടെയും ഓസ്ട്രേലിയൻ വൻകരയുടെയും ഭാഗങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ഇന്ത്യൻ ഫലകം. ഇന്ത്യൻ ഫലകം എന്ന് പറയുമ്പോൾ ഉപദ്വീപീയൻ ഇന്ത്യയുടെയും ഓസ്ട്രേലിയൻ വൻകരയുടെയും ഭാഗങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ഇന്ത്യൻ ഫലകം. അതിവിശാലമായ സമുദ്രത്തിൽ ഓസ്ട്രേലിയൻ തീരത്തിനടുത്ത് സ്ഥിതി ചെയ്തിരുന്ന ഒരു വൻകര ദ്വീപായിരുന്നു ഇന്ത്യ. അതിവിശാലമായ സമുദ്രത്തിൽ ഓസ്ട്രേലിയൻ തീരത്തിനടുത്ത് സ്ഥിതി ചെയ്തിരുന്ന ഒരു വൻകര ദ്വീപായിരുന്നു അല്ലെങ്കിൽ വൻ ദ്വീപായിരുന്നു ഇന്ത്യ. ഏതാണ്ട് 225 മില്യൺ വർഷങ്ങൾക്ക് മുൻപ് വരെ തെഥീസ് എന്ന് പറയുന്ന കടലിനാൽ ഇന്ത്യയും ഏഷ്യയും തമ്മിൽ വേർപെട്ടാണ് കിടന്നത്. ഇന്ത്യയും ഏഷ്യയും തമ്മിൽ വേർതിരിക്കുന്ന എന്തായിരുന്നു? തെഥീസ് കടലിനായിരുന്നു. ഏതാണ്ട് 200 മില്യൺ വർഷങ്ങൾക്ക് മുൻപ് പാൻജിയ പൊട്ടിപ്പിളർന്നപ്പോൾ മുതലാണ് ഇന്ത്യൻ ഫലകത്തിൻ്റെ വടക്കോട്ടുള്ള ചലനം ആരംഭിച്ചതെന്ന് അനുമാനിക്കപ്പെടുന്നു. പാൻജിയ എന്താണെന്ന് പറഞ്ഞു. അപ്പോൾ 200 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ഈ പാൻജിയ പൊട്ടിപ്പിളർന്നപ്പോൾ മുതലാണ് ഇന്ത്യൻ ഫലകത്തിൻ്റെ വടക്കോട്ടുള്ള ചലനം ആരംഭിച്ചത് എന്നാണ് പറയുന്നത്. ഏകദേശം 140 മില്യൺ വർഷങ്ങൾക്ക് മുൻപ് ഇന്ത്യൻ ഉപദ്വീപ് 50 ഡിഗ്രി തെക്ക് അക്ഷാംശത്തിലായിരുന്നു സ്ഥിതി ചെയ്തിരുന്നത്. 140 മില്യൺ വർഷങ്ങൾക്ക് മുൻപുള്ള കാര്യമാണ് പറയുന്നത്. ഇന്ത്യൻ ഉപദ്വീപ് എങ്ങനെയായിരുന്നു? 50 ഡിഗ്രി തെക്ക് അക്ഷാംശത്തിലായിരുന്നു സ്ഥിതി ചെയ്തിരുന്നത്. ഇനി ഇന്ത്യൻ ഫലകം ഏഷ്യൻ ഫലകത്തിനടുത്തേക്ക് നീങ്ങിയപ്പോഴാണ് ലാവാ പ്രവാഹത്തിലൂടെ ഡെക്കാൻ ട്രാപ്പ് രൂപം കൊണ്ടത്. ഓക്കെ, ഇന്ത്യൻ ഫലകം ഏഷ്യൻ ഫലകത്തിനടുത്തേക്ക് നീങ്ങിയപ്പോഴാണ് ലാവാ പ്രവാഹത്തിലൂടെ ഡെക്കാൻ ട്രാപ്പ് രൂപം കൊണ്ടത്. ഇന്ത്യൻ ഫലകം ഏഷ്യൻ ഫലകവുമായി കൂടിച്ചേർന്ന് ഏതാണ്ട് 40 മുതൽ 50 മില്യൺ വർഷങ്ങൾക്ക് മുൻപ് ആയിരുന്നുവെന്നും അതിലൂടെയാണ് ഹിമാലയൻ പർവ്വതം രൂപപ്പെട്ടത് എന്നും കണക്കാക്കപ്പെടുന്നു. ഇന്ത്യൻ ഫലകം ഏഷ്യൻ ഫലകവുമായി കൂടിച്ചേർന്ന് ഏതാണ്ട് 40 മുതൽ 50 മില്യൺ വർഷങ്ങൾക്ക് മുൻപായിരുന്നുവെന്നും അതിലൂടെയാണ് ഹിമാലയൻ പർവ്വതം രൂപപ്പെട്ടത് എന്നാണ് പറയുന്നത്. ഈ പ്രക്രിയ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുവെന്നും ഹിമാലയൻ നിരകളുടെ ഉയരം കൂടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള ശാസ്ത്രജ്ഞന്മാർ എന്ത് ചെയ്യുന്നുണ്ട്? അഭിപ്രായപ്പെടുന്നുണ്ട്. ഓക്കെ, അടുത്തത് സമുദ്രതട വ്യാപനം എന്ന ആശയമാണ്. 1961 ഹാരി ഹെസ് എന്ന ശാസ്ത്രജ്ഞനാണ് സമുദ്രതട വ്യാപനം എന്ന ആശയം മുന്നോട്ട് വച്ചത്. ആരാണ് സമുദ്രതട വ്യാപനം എന്ന ആശയം മുന്നോട്ട് വച്ചത്? 1961 ഹാരി ഹെസ് ആണ്.
വിയോജക ഫലക സീമകളിലാണ് സമുദ്രതട വ്യാപനം നടക്കുന്നത്. സമുദ്രതട വ്യാപനം നടക്കുന്ന എവിടെയാണ്? വിയോജക സീമകളിലാണ്. വിയോജക സീമകൾ എന്താണെന്നുള്ളത് നമ്മൾ പഠിച്ചു അല്ലേ? എന്താണ്? ഫലകങ്ങൾ ഇങ്ങനെ വിയോജിച്ച് അല്ലെ ഡൈവേർജ് ചെയ്ത് അകലുമ്പോൾ ഉണ്ടാവുന്നതാണ് വിയോജക ഫലക സീമകൾ എന്ന് പറയുന്നത്. അപ്പോൾ വിയോജക ഫലക സീമകളിലാണ് എന്ത് നടക്കുന്നത്? സമുദ്രതട വ്യാപനം നടക്കുന്നത്. സമുദ്രാന്തർ പർവ്വത നിരകളിലെ തുടർച്ചയായ അഗ്നിപർവ്വത സ്ഫോടനം സമുദ്ര ഭൂവൽക്കത്തിൽ വിള്ളലുണ്ടാക്കുമെന്നും സമുദ്ര ഭൂവൽക്ക ഭാഗത്തെ വശങ്ങളിലേക്ക് തള്ളി മാറ്റിക്കൊണ്ട് ആ വിടവിലൂടെ പുറത്തേക്കൊഴുകുന്ന ലാവ തണുത്ത് പുതിയ കടൽ തറ രൂപം കൊള്ളുന്നു എന്നും അദ്ദേഹം വാദിച്ചു. ഓക്കെ, അപ്പോൾ ഹാരി ഹെസ് സമുദ്രതട വ്യാപനത്തിലൂടെ എന്താണ് അദ്ദേഹം വാദിച്ചത്? എന്താണ്? സമുദ്രാന്തർ പർവ്വത നിരകളിലെ തുടർച്ചയായിട്ടുള്ള അഗ്നിപർവ്വത സ്ഫോടനം സമുദ്ര ഭൂവൽക്കത്തിൽ വിള്ളലുണ്ടാക്കുന്നുണ്ടെന്നും സമുദ്ര ഭൂവൽക്ക ഭാഗത്തെ വശങ്ങളിലേക്ക് തള്ളി മാറ്റിക്കൊണ്ട് ആ വിടവിലൂടെ പുറത്തേക്കൊഴുകുന്ന ലാവ തണുത്തുറഞ്ഞ് പുതിയ കടൽത്തറ രൂപം കൊള്ളുന്നു എന്നും ആണ് അദ്ദേഹം വാദിച്ചത്. ഉദാഹരണം മധ്യ സമുദ്ര കുന്നുകൾ. ഈ പ്രതിഭാസം മൂലം അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ വിസ്തൃതി വർദ്ധിച്ചു വരികയും പസഫിക് സമുദ്രത്തിന്റെ വിസ്തൃതി കുറയുകയും ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ സമുദ്രതട വ്യാപനം മൂലം അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ വിസ്തൃതി വർദ്ധിച്ചു വരികയും പസഫിക് സമുദ്രത്തിന്റെ വിസ്തൃതി കുറയുകയും ചെയ്തു. അല്ലെങ്കിൽ എന്താണ്? അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ വിസ്തൃതി വർദ്ധിച്ചു വരാനും പസഫിക് സമുദ്രത്തിന്റെ വിസ്തൃതി കുറഞ്ഞു വരാനും കാരണമായിട്ടുള്ള ആശയം എന്താണ്? അല്ലെ പ്രതിഭാസം എന്താണ്? സമുദ്രതട വ്യാപനമാണ്. ഓക്കെ, ഇനി ഈ സമുദ്രതട വ്യാപനത്തിന്റെ തെളിവുകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് കൊടുത്തിരിക്കുന്നത്. എന്തൊക്കെയാണ്? സമുദ്രാന്തർ പർവ്വത നിരകളിലെല്ലാം അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ സാധാരണമാണ്. ഇത് വൻതോതിലുള്ള ലാവ പുറന്തള്ളുന്നതിന് കാരണമാകുന്നു. സമുദ്രാന്തർ പർവ്വത ശൃംഗങ്ങളുടെ ഇരുവശത്തും തുല്യ അകലങ്ങളിലെ ശിലകളുടെ രാസഘടന, കാന്തിക ഗുണങ്ങൾ, പ്രായം എന്നിവയിൽ സാമ്യമുണ്ട്. വൻകരയിലെ ശിലകളേക്കാൾ സമുദ്രശിലകൾക്ക് പ്രായം എങ്ങനെയാണ്? തീരെ കുറവാണ്. വൻകരയിലെ ശിലകളേക്കാൾ സമുദ്രശിലകൾക്കാണ് പ്രായം കുറവ്. സമുദ്രത്തിലെ അവസാദങ്ങൾക്ക് കനം തീരെ കുറവാണ്. സമുദ്രാന്തർ പർവ്വത നിരകളിലെ ഭൂകമ്പങ്ങളുടെ പ്രഭവ കേന്ദ്രങ്ങൾക്ക് ആഴം തീരെ കുറവാണ്. ഇതെല്ലാമാണ് സമുദ്രതട വ്യാപനത്തിന്റെ തെളിവുകൾ എന്ന് പറയുന്നത്. അടുത്തത് സമുദ്രതട ഭൂപ്രകൃതി. ആഴം, നിമ്നോന്നതി എന്നിവയുടെ അടിസ്ഥാനത്തിൽ സമുദ്രതട ഭൂപ്രകൃതിയെ 3 പ്രധാന ഭാഗങ്ങളായിട്ട് തിരിക്കാം. ആഴം, നിമ്നോന്നതി എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് സമുദ്രതട ഭൂപ്രകൃതിയെ 3 തിരിക്കാം. വൻകരാതിരുകൾ, ആഴക്കടൽ സമതലങ്ങൾ, സമുദ്രാന്തർ പർവ്വതനിരകൾ. വൻകരാതിരുകൾ, ആഴക്കടൽ സമതലങ്ങൾ, സമുദ്രാന്തർ പർവ്വതനിരകൾ എന്നിങ്ങനെ 3 തിരിക്കാം. അതിൽ വൻകര അതിരുകൾ എന്ന് പറയുമ്പോൾ വൻകരകളുടെ തീരങ്ങൾക്കും ആഴക്കടൽ സമതലങ്ങൾക്കിടയിലും ഉള്ള അതിർത്തി മേഖലകളാണ് എന്ത്? വൻകര അതിരുകൾ. വൻകരകളുടെ തീരങ്ങൾക്കും ആഴക്കടൽ സമതലത്തിനുമിടയിലുള്ള അതിർത്തി മേഖലകളെയാണ് വൻകര അതിരുകൾ എന്ന് പറയുന്നത്. ഇതിൽ വൻകര തട്ട്, വൻകര ചെരിവ്, വൻകര ഉയർച്ച, അഗാധ സമുദ്രഗർത്തങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു. ഓക്കെ, വൻകര തട്ട്, വൻകര ചെരിവ്, വൻകര ഉയർച്ച, അഗാധ സമുദ്രഗർത്തങ്ങൾ എന്നിവ ഉൾപ്പെടുന്നുണ്ട്. അടുത്തത് ആഴക്കടൽ സമതലങ്ങൾ എന്ന് പറയുമ്പോൾ സമുദ്രാന്തർ പർവ്വത നിരകൾക്കും വൻകരകളുടെ അതിരുകൾക്കുമിടയിലെ വിശാലമായ സമതലങ്ങളാണ് എന്ത്? ആഴക്കടൽ സമതലങ്ങൾ. ഓക്കെ, സമുദ്രാന്തർ പർവ്വത നിരകൾക്കും വൻകരകളുടെ അതിരുകൾക്കുമിടയിലെ വിശാലമായ സമതലങ്ങളാണ് എന്ത്? ആഴക്കടൽ സമതലങ്ങൾ എന്ന് പറയുന്നത്. വൻകര അതിരുകളും കടന്നെത്തുന്ന നേർത്ത അവസാദങ്ങൾ പോലും നിക്ഷേപിക്കപ്പെടുന്ന പ്രദേശമാണ് എന്ത്? ആഴക്കടൽ സമതലങ്ങൾ. ഇനി അടുത്ത ഭാഗമാണ് സമുദ്രാന്തർ പർവ്വത നിരകൾ. എന്താണ് സമുദ്രാന്തർ പർവ്വത നിരകൾ? സമുദ്രത്തിനടിയിലെ പരസ്പര ബന്ധിതമായ പർവ്വതനിരകളുടെ ശൃംഖലകളെയാണ് സമുദ്രാന്തർ പർവ്വതനിരകൾ എന്ന് പറയുക. സമുദ്രത്തിനടിയിൽ പരസ്പരം ബന്ധിതമായിട്ടുള്ള പർവ്വതനിരകളുടെ ശൃംഖലകളെ എന്തു പറയുന്നു? സമുദ്രാന്തർ പർവ്വതനിരകൾ എന്ന് പറയുന്നു. ഭൂമിയിലെ ഏറ്റവും ദൈർഘ്യമേറിയിട്ടുള്ള പർവ്വതനിരകൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സമുദ്രാന്തർ പർവ്വതനിരയാണ്. ഓക്കെ, ഭൂമിയിലെ ഏറ്റവും ദൈർഘ്യമേറിയ പർവ്വതനിരകൾ ഏതാണ്? സമുദ്രാന്തർ പർവ്വതനിരയാണ്. അഗ്നിപർവ്വതങ്ങളാൽ സജീവമാണ് സമുദ്രാന്തർ പർവ്വതനിരകളുടെ ശൃംഖലനിരയിലെ ഭ്രംശമേഖല എന്ന് പറയുന്നത്. ഓക്കെ, അഗ്നിപർവ്വതങ്ങളാൽ സജീവമാണ് സമുദ്രാന്തർ പർവ്വതനിരകളുടെ ശൃംഖലനിരയിലെ ഭ്രംശമേഖല എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് ആ ഒരു ചാപ്റ്റർ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്.
ഇനി അടുത്തത് അന്തരീക്ഷം സംരചനയും ഘടനയും എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മൾ പഠിക്കുന്നത്. നോക്കുക, അന്തരീക്ഷത്തെക്കുറിച്ച് പറയുമ്പോൾ ഭൂമിയെ ചുറ്റി സ്ഥിതി ചെയ്യുന്ന വ്യത്യസ്ത വാതകങ്ങളുടെ ഒരു മിശ്രിതമാണ് എന്ത്? അന്തരീക്ഷം. എന്താണ് അന്തരീക്ഷം? ഭൂമിയെ ചുറ്റി സ്ഥിതി ചെയ്യുന്ന വ്യത്യസ്ത വാതകങ്ങളുടെ മിശ്രിതമാണ് അന്തരീക്ഷം എന്ന് പറയുന്നത്. മനുഷ്യനും മറ്റു ജന്തുജാലങ്ങൾക്കും ജീവവായുവായിട്ടുള്ള ഓക്സിജനും സസ്യങ്ങൾക്ക് വേണ്ട കാർബൺ ഡൈ ഓക്സൈഡും ഇതിൽ അടങ്ങിയിരിക്കുന്നു. അല്ലെ, നമുക്കറിയാം അന്തരീക്ഷം എന്ന് പറയുമ്പോൾ നമുക്ക് മനുഷ്യർക്കും ജന്തുജാലങ്ങൾക്കും ശ്വസിക്കുവാനുള്ള ഓക്സിജനും സസ്യങ്ങൾക്ക് വേണ്ട കാർബൺ ഡൈ ഓക്സൈഡും അടങ്ങിയിട്ടുണ്ട്. അന്തരീക്ഷ പിണ്ഡത്തിന്റെ 99% ഭൗമോപരിതലത്തിൽ നിന്ന് 32 കിലോമീറ്ററുകൾക്കുള്ളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് അപ്പോൾ അന്തരീക്ഷം എന്ന് പറയുന്നത്. ഇനി അന്തരീക്ഷത്തിന്റെ സംരചന അഥവാ ഉള്ളടക്കം എന്ന് പറയുന്നത് എന്താണ്? അന്തരീക്ഷത്തിൽ വാതകങ്ങൾ, ജലബാഷ്പം അഥവാ നീരാവി, പൊടിപടലങ്ങൾ എന്നിവ അടങ്ങിയിട്ടുണ്ട്. അന്തരീക്ഷത്തിൽ എന്തൊക്കെയാണ്? വാതകങ്ങളുണ്ട്, ജലബാഷ്പം അല്ലെങ്കിൽ നീരാവിയുണ്ട്, പൊടിപടലങ്ങൾ ഉണ്ട്. വാതകങ്ങൾ എന്ന് പറയുമ്പോൾ അന്തരീക്ഷത്തിൽ അടങ്ങിയിട്ടുള്ള വാതകങ്ങളിൽ ഏറ്റവും കൂടുതൽ എന്താണ്? നൈട്രജൻ ആണ്. 78.08% എന്താണ്? നൈട്രജൻ ആണുള്ളത്. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള വാതകം ഏതാണ്? നൈട്രജൻ ആണ്. 78.08% നൈട്രജൻ. രണ്ടാമതായിട്ട് ആരാണ്? ഓക്സിജൻ ആണ്. 20.95% ഓക്സിജൻ. അന്തരീക്ഷത്തിൽ അടങ്ങിയിട്ടുള്ള വാതകങ്ങളുടെ 99% നൈട്രജനും ഓക്സിജനുമാണ്. അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് എത്രയാണ്? 0.036%. 0.036% കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ്. ഇനി കാലാവസ്ഥാപരമായി വളരെയധികം പ്രാധാന്യമുള്ള വാതകമാണ് എന്ത്? കാർബൺ ഡൈ ഓക്സൈഡ്. നമുക്കറിയാം കാർബൺ ഡൈ ഓക്സൈഡ് സൗരവികിരണത്തിൽ സുതാര്യമായും തിരികെ പോകുന്ന ഭൗമവികിരണത്തിൽ അതാര്യമായും പ്രവർത്തിക്കുന്നു. കാർബൺ ഡൈ ഓക്സൈഡ് സൗരവികിരണത്തിൽ എങ്ങനെയാണ്? സുതാര്യമായിട്ടും തിരികെ പോകുന്ന ഭൗമവികിരണത്തിൽ അതാര്യമായിട്ടും പ്രവർത്തിക്കുന്നു. ഭൗമവികിരണത്തിൽ കുറച്ചു ഭാഗം കാർബൺ ഡൈ ഓക്സൈഡ് എന്ത് ചെയ്യുന്നുണ്ട്? ആഗിരണം ചെയ്യുന്നുണ്ട്. ഭൗമവികിരണത്തിൽ കുറച്ചു ഭാഗം കാർബൺ ഡൈ ഓക്സൈഡ് ആഗിരണം ചെയ്യുന്നു. അതിൽ കുറച്ച് അളവ് ഭൗമോപരിതലത്തിലേക്ക് എന്ത് ചെയ്യുന്നു? പ്രതിഫലിപ്പിക്കുകയും ചെയ്യുന്നു. ഇതാണ് ഹരിതഗൃഹ പ്രഭാവത്തിന് കാരണം. ഓക്കെ, ഹരിതഗൃഹ പ്രഭാവം എന്താണെന്നുള്ളത് നമ്മൾ SCERT ബേസ്ഡ് വേൾഡ് ജിയോഗ്രഫി ചെയ്യുമ്പോൾ അതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നോക്കുക എങ്ങനെയാണ് ഹരിതഗൃഹ പ്രഭാവത്തിന് കാരണമാകുന്നത്? ഭൗമവികിരണത്തിൽ കുറച്ചു ഭാഗം കാർബൺ ഡൈ ഓക്സൈഡ് ആഗിരണം ചെയ്യുന്നുണ്ട്? കാർബൺ ഡൈ ഓക്സൈഡ് അല്ലേ? ഭൗമവികിരണത്തിൽ കുറച്ച് ഭാഗം കാർബൺ ഡൈ ഓക്സൈഡ് ആഗിരണം ചെയ്യുന്നുണ്ട്. അതിൻ്റെ കുറച്ചളവ് എന്ത് ചെയ്യുന്നു? ഭൗമോപരിതലത്തിലേക്ക് പ്രതിഫലിപ്പിക്കുന്നു. ഇതാണ് ഹരിതഗൃഹ പ്രഭാവത്തിന് കാരണം. അന്തരീക്ഷത്തിൽ അടങ്ങിയിരിക്കുന്ന വാതകങ്ങളിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഒഴികെ മറ്റെല്ലാ വാതകങ്ങളുടെയും അളവ് സ്ഥായിയായി നിലനിൽക്കുന്നു. അല്ലെ, കാർബൺ ഡൈ ഓക്സൈഡ് ഒഴികെ ബാക്കി എല്ലാത്തിൻ്റെയും അളവ് എങ്ങനെയാണ്? സ്ഥായിയായി നിലനിൽക്കുന്നുണ്ട്. അന്തരീക്ഷത്തിൽ അടങ്ങിയിരിക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡിന്റെ വർധനവിന് എന്താണ് കാരണം എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ഒന്ന്, ജൈവ ഇന്ധനങ്ങളുടെ അമിത ഉപയോഗം, വ്യവസായവൽക്കരണം, വനനശീകരണം. ഓക്കെ, അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടാനുള്ള കാരണം എന്തൊക്കെയാണ്? ജൈവ ഇന്ധനങ്ങളുടെ അമിത ഉപയോഗം, വ്യവസായവൽക്കരണം, വനനശീകരണം എന്നിവയാണ്. ഇനി അന്തരീക്ഷത്തിലെ മറ്റൊരു പ്രധാന വാതകമാണ് എന്ത്? ഓസോൺ എന്ന് പറയുന്നത്. ഭൗമോപരിതലത്തിൽ നിന്നും 10 മുതൽ 50 കിലോമീറ്റർ വരെ ഉയരമുള്ള ഭാഗത്താണ് ഓസോൺ കാണപ്പെടുന്നത്. ഭൗമോപരിതലത്തിൽ നിന്നും 10 മുതൽ 50 കിലോമീറ്റർ വരെ ഉയരമുള്ള ഭാഗത്താണ് ഓസോൺ കാണപ്പെടുന്നത്. സൂര്യനിൽ നിന്നും പ്രസരിക്കുന്ന മാരകമായിട്ടുള്ള അൾട്രാവയലറ്റ് രശ്മികളെ ആഗിരണം ചെയ്ത് ഭൂമിയുടെ ഒരു രക്ഷാകവചമായിട്ട് പ്രവർത്തിക്കുന്നത് ആരാണ്? ഓസോൺ ആണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇനി നൈട്രജൻ്റെയും ഓക്സിജൻ്റെയും ഒക്കെ അന്തരീക്ഷത്തിൽ കാണപ്പെടുന്ന അളവ് ഒരു ടേബിൾ ആക്കി കൊടുത്തിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് ആണ്, ജസ്റ്റ് ഒന്ന് നോക്കിയിരിക്കുക കേട്ടോ. അത്യാവശ്യം എന്താണ്? നൈട്രജൻ്റെ, ഓക്സിജൻ്റെ, കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ എങ്കിലും നമ്മൾ പഠിച്ചിരിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്തത് ജലബാഷ്പം അഥവാ നീരാവി. നോക്കുക, ജലബാഷ്പം അഥവാ നീരാവി തുടർച്ചയായ മാറ്റത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഒരു അന്തരീക്ഷ വാതകമാണ് എന്ത്? ജലബാഷ്പം എന്ന് പറയുന്നത്. തുടർച്ചയായ മാറ്റത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുന്ന അന്തരീക്ഷ വാതകമാണ് ജലബാഷ്പം. ഉയരം കൂടുന്തോറും എന്ത് സംഭവിക്കും? ജലബാഷ്പത്തിന്റെ അളവ് കുറഞ്ഞു വരുന്നതായിട്ട് കാണപ്പെടാം. ഉയരം കൂടുന്തോറും ജലബാഷ്പത്തിന്റെ അളവ് എന്ത് ചെയ്യുന്നു? കുറഞ്ഞു വരുന്നു. ഉഷ്ണമേഖലാ പ്രദേശത്ത് വായുവിൽ ഏകദേശം 4% ജലബാഷ്പം കാണപ്പെടുന്നു. ഓക്കെ, ഉഷ്ണമേഖലാ പ്രദേശത്ത് എത്ര ശതമാനമാണ്? ഏകദേശം 4% ജലബാഷ്പം കാണപ്പെടുന്നുണ്ട്. എന്നാൽ വരണ്ടതും തണുത്തതുമായിട്ടുള്ള മരുഭൂമികളിലും
ധ്രുവ പ്രദേശങ്ങളിലും എത്രയാണ്? 1% താഴെയാണ് ജലബാഷ്പം കണ്ടുവരുന്നത്. ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ 4% ജലബാഷ്പം കാണുന്നുണ്ടെങ്കിൽ മരുഭൂമികളിലും ധ്രുവ പ്രദേശങ്ങളിലും എത്രയാണ്? 1% താഴെയാണ് ജലബാഷ്പം കണ്ടുവരുന്നത്. ജലബാഷ്പം കുറഞ്ഞ അളവിൽ സൗരവികിരണത്തെ ആഗിരണം ചെയ്യുകയും ഭൗമവികിരണത്തെ തടഞ്ഞു നിർത്തുകയും ചെയ്യുന്നു. ഓക്കെ, ജലബാഷ്പം എന്ത് ചെയ്യുന്നുണ്ട്? കുറഞ്ഞ അളവിൽ സൗരവികിരണത്തെ ആഗിരണം ചെയ്യുന്നുണ്ട്, ഭൗമവികിരണത്തെ തടഞ്ഞു നിർത്തുകയും ചെയ്യുന്നുണ്ട്. ഭൂമിയെ കൂടുതൽ ചൂടോ തണുപ്പോ ആകാൻ അനുവദിക്കാതെ ഒരു പുതപ്പ് പോലെ ജലബാഷ്പം പ്രവർത്തിക്കുന്നു. ഭൂമിയെ കൂടുതൽ തണുപ്പോ ചൂടോ ആകാൻ അനുവദിക്കാതെ ഒരു പുതപ്പ് പോലെ പ്രവർത്തിക്കുന്നത് ആരാണ്? ജലബാഷ്പമാണ്. വായുവിലുണ്ടാവുന്ന സ്ഥിര അസ്ഥിര അവസ്ഥകളെ ജലബാഷ്പം സ്വാധീനിക്കുന്നുണ്ട്. അടുത്തത് പൊടിപടലങ്ങൾ അല്ലേ. നമുക്കറിയാം ജലബാഷ്പം എന്ന് പറഞ്ഞു, നമ്മൾ അന്തരീക്ഷത്തിൽ കാണുന്ന ഘടകങ്ങളാണ് പറയുന്നത് അല്ലേ. ആദ്യം വാതകങ്ങളെക്കുറിച്ച് പറഞ്ഞു, ദെൻ ജലബാഷ്പം പറഞ്ഞു, അടുത്തത് പൊടിപടലങ്ങൾ. പൊടിപടലങ്ങൾ പൊതുവെ കേന്ദ്രീകരിക്കപ്പെട്ടിട്ടുള്ളത് ഭൗമോപരിതലത്തിനോട് ചേർന്നിട്ടുള്ള അന്തരീക്ഷ പാളികളിലാണ്. ഉപോഷ്ണ മേഖലാ പ്രദേശങ്ങളിലും മിതോഷ്ണ മേഖലാ പ്രദേശങ്ങളിലും വീശുന്ന വരണ്ട കാറ്റുകൾ മൂലം ഈ പ്രദേശങ്ങളിലെ അന്തരീക്ഷത്തിൽ ഭൂമധ്യരേഖ പ്രദേശങ്ങളെ അപേക്ഷിച്ച് പൊടിപടലങ്ങൾ എന്തായിട്ട് കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട്. എവിടേക്കാണ്? ഉഷ്ണമേഖല, ഉപോഷ്ണ മേഖലാ പ്രദേശങ്ങളിലും മിതോഷ്ണ മേഖലാ പ്രദേശങ്ങളിലുമാണ് കൂടുതലായിട്ട് പൊടിപടലങ്ങൾ കാണപ്പെടുന്നത്. പൊടിപടലങ്ങൾ, കടലുപ്പ് എന്നിവ അന്തരീക്ഷത്തിൽ നിന്നും ഈർപ്പം വലിച്ചെടുക്കാൻ കഴിവുള്ള ഘനീകരണ മാർഗങ്ങളായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. പൊടിപടലങ്ങളും കടലുപ്പും എന്തായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്? ഘനീകരണ മർമ്മങ്ങളായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഹൈഗ്രോസ്കോപ്പിക് ന്യൂക്ലിയെ പോലെ പ്രവർത്തിക്കുന്നുണ്ട്. ഇവയെ ചുറ്റി നീരാവി ഘനീഭവിച്ചിട്ടാണ് എന്തുണ്ടാവുന്നത്? മേഘങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി ഈ പൊടിപടലങ്ങളുടെ സ്രോതസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? കടലുപ്പ്, നേർത്ത മൺതരികൾ, ചാരം, പൂപ്പൊടി, ഉൽക്കാശകലങ്ങളിലെ പൊടിയും മറ്റും, ഇതെല്ലാം എന്താണ്? പൊടിപടലങ്ങളുടെ സ്രോതസ്സുകളാണ്. അടുത്തത് അന്തരീക്ഷത്തിന്റെ ഘടന. അന്തരീക്ഷത്തിന്റെ ഘടന എന്ന് പറയുമ്പോൾ ഊഷ്മാവിന്റെ അടിസ്ഥാനത്തിൽ അന്തരീക്ഷത്തെ 5 വ്യത്യസ്ത പാളികളായിട്ട് തിരിക്കാം. ഊഷ്മാവിന്റെ അടിസ്ഥാനത്തിലാണ് അന്തരീക്ഷത്തെ എത്രയായിട്ട് തിരിക്കാം? 5 പാളികളായിട്ട് തിരിക്കാം. ഏതൊക്കെയാണ്? ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ, തെർമോസ്ഫിയർ, എക്സോസ്ഫിയർ. ഓക്കെ, ഇതൊക്കെ നമുക്ക് അറിയുന്നതാണ് അല്ലേ. ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ, തെർമോസ്ഫിയർ, എക്സോസ്ഫിയർ എന്നിങ്ങനെ 5 പാളികളായിട്ട് എന്ത് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഓരോ പാളിയെക്കുറിച്ച് പഠിക്കണം. ആദ്യം ട്രോപ്പോസ്ഫിയർ. അന്തരീക്ഷത്തിൻ്റെ ഏറ്റവും താഴത്തെ പാളിയാണേത്? ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്നത്. ഓക്കെ, അന്തരീക്ഷത്തിൻ്റെ ഏറ്റവും താഴത്തെ പാളിയാണ് ട്രോപ്പോസ്ഫിയർ. ശരാശരി ഉയരം എത്രയാണ്? 13 കിലോമീറ്റർ ആണ്. ഓക്കെ, 13 കിലോമീറ്റർ ആണ് ശരാശരി ഉയരം. ധ്രുവപ്രദേശങ്ങളിൽ 8 കിലോമീറ്റർ വരെയും ഭൂമധ്യരേഖാ പ്രദേശങ്ങളിൽ 18 കിലോമീറ്റർ വരെയും വ്യാപിച്ചിരിക്കുന്നു. ധ്രുവപ്രദേശങ്ങളിൽ 8 കിലോമീറ്റർ വരെയും ഭൂമധ്യരേഖാ പ്രദേശങ്ങളിൽ 18 കിലോമീറ്റർ വരെയും വ്യാപിച്ചിരിക്കുന്നു. ശക്തമായ സംവഹന പ്രവാഹത്താൽ താപം ഉയരങ്ങളിലേക്ക് പ്രസരിക്കുന്നത് കൊണ്ടാണ് ഭൂമധ്യരേഖാ പ്രദേശങ്ങളിൽ ട്രോപ്പോസ്ഫിയറിന് എന്ത് ചെയ്തിരിക്കുന്നത്? വ്യാപ്തി കൂടിയിരിക്കുന്നത്. ഓക്കെ, ശക്തമായ സംവഹന പ്രവാഹത്താൽ താപം ഉയരങ്ങളിലേക്ക് പ്രസരിക്കുന്നത് കൊണ്ടാണ് ഈ ഭൂമധ്യരേഖാ പ്രദേശങ്ങളിൽ ട്രോപ്പോസ്ഫിയറിന് എന്ത് കൂടിയിരിക്കുന്നത്? വ്യാപ്തി കൂടിയിരിക്കുന്നത്. പൊടിപടലങ്ങളും ജലബാഷ്പവും ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള അന്തരീക്ഷ പാളി ഏതാണ്? ട്രോപ്പോസ്ഫിയർ ആണ്. പൊടിപടലങ്ങളും ജലബാഷ്പവും ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ളത് ഏതാണ്? ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്ന അന്തരീക്ഷ പാളിയിലാണ്. എല്ലാ തരത്തിലുള്ള അന്തരീക്ഷ മാറ്റങ്ങളും സംഭവിക്കുന്നത് എവിടെയാണ്? ട്രോപ്പോസ്ഫിയറിലാണ്. എല്ലാ തരത്തിലുള്ള അന്തരീക്ഷ മാറ്റങ്ങളും സംഭവിക്കുന്നത് ട്രോപ്പോസ്ഫിയറിലാണ്. ഓരോ 165 മീറ്റർ ഉയരം ചെല്ലുന്തോറും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ ഈ പാളിയിൽ ഊഷ്മാവ് കുറഞ്ഞു വരുന്നു. ഓക്കെ, ഓരോ 165 മീറ്റർ ഉയരം ചെല്ലുന്തോറും എത്ര ഡിഗ്രി സെൽഷ്യസ്? 1 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ ഈ പാളിയിൽ ഊഷ്മാവ് കുറഞ്ഞു വരുന്നുണ്ട്. ഭൂമിയിലെ എല്ലാ ജൈവ പ്രവർത്തനങ്ങളും നടക്കുന്നത് എവിടെയാണ്? ട്രോപ്പോസ്ഫിയറിലാണ്. ഭൂമിയിലെ എല്ലാ ജൈവ പ്രവർത്തനങ്ങളും നടക്കുന്നത് ട്രോപ്പോസ്ഫിയറിലാണ്. ട്രോപ്പോസ്ഫിയറിന് തൊട്ടു മുകളിലുള്ള സ്ട്രാറ്റോസ്ഫിയറിൽ നിന്നും വേർതിരിക്കുന്ന അതിർത്തി മേഖലയാണ് ട്രോപ്പോപാസ് എന്ന് പറയുന്നത്. ഓക്കെ, ട്രോപ്പോസ്ഫിയറിനെ സ്ട്രാറ്റോസ്ഫിയറിൽ നിന്നും വേർതിരിക്കുന്ന ആരാണ്? ട്രോപ്പോപാസ് എന്ന് പറയുന്ന അതിർത്തി മേഖലയാണ്. ട്രോപ്പോപാസിലെ താപനില ഏകദേശം സ്ഥിരമാണ്. ട്രോപ്പോപാസിലെ താപനില ഏകദേശം സ്ഥിരമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ട്രോപ്പോസ്ഫിയറിനെ കുറിച്ച് പഠിച്ചിരിക്കുക. അടുത്തത് സ്ട്രാറ്റോസ്ഫിയർ. ഓക്കെ, സ്ട്രാറ്റോസ്ഫിയർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ട്രോപ്പോസ്ഫിയറിന് തൊട്ട് മുകളിലായിട്ട് കാണപ്പെടുന്നത്. ഈ ഒരു ചിത്രം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമായിട്ട് അറിയാൻ പറ്റും. ട്രോപ്പോസ്ഫിയർ ഉണ്ട്
അല്ലേ? ഇവിടെ സ്ട്രാറ്റോസ്ഫിയർ ഉണ്ട്, തൊട്ട് മുകളിലായിട്ട് കാണപ്പെടുന്നു. അതിൻ്റെ ഇടയ്ക്ക് തിരിക്കുന്ന മേഖലയാണ്, അതിർത്തി മേഖലയാണ് ട്രോപ്പോപാസ് എന്ന് പറയുന്നത്, അല്ലേ? ഇപ്പോൾ ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, അതിനെ രണ്ടിനെയും വേർതിരിക്കുന്ന അതിർത്തി പാളിയാണ് ഏത്? ട്രോപ്പോപാസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ചിത്രം നോക്കി നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ ട്രോപ്പോസ്ഫിയറിന് തൊട്ട് മുകളിലായിട്ട് കാണപ്പെടുന്ന അന്തരീക്ഷ പാളിയാണ് സ്ട്രാറ്റോസ്ഫിയർ. ട്രോപ്പോപാസിന് തൊട്ട് മുകളിലായിട്ട് സ്ഥിതി ചെയ്യുന്ന സ്ട്രാറ്റോസ്ഫിയറിൻ്റെ ശരാശരി ഉയരം 50 കിലോമീറ്റർ ആണ്. എത്രയാണ് ശരാശരി ഉയരം? 50 കിലോമീറ്റർ. സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്നത്. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ മണ്ഡലം ഏതാണ്, അന്തരീക്ഷ പാളി ഏതാണ് എന്ന് ചോദിക്കാറുണ്ട്. എവിടെയാണ്? സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്നത്. ഭൂമിയിലെ ജീവജാലങ്ങളുടെ നിലനിൽപ്പും ഏറ്റവും കൂടുതലായിട്ട് വിനാശകമായിട്ടുള്ള സൂര്യനിൽ നിന്നും പ്രസരിക്കുന്ന അൾട്രാവയലറ്റ് രശ്മികളെ ആഗിരണം ചെയ്ത് ഭൂമിയുടെ സുരക്ഷാ കവചമായിട്ട് ഓസോൺ പാളി പ്രവർത്തിക്കുന്നു. നമ്മൾ മുന്നേ പറഞ്ഞു. ഉയരം ചെല്ലുന്തോറും ഈ പാളിയിൽ ഊഷ്മാവ് എന്ത് ചെയ്യുന്നു? കൂടി വരുന്നു. ഉയരം ചെല്ലുന്തോറും ഊഷ്മാവ് കൂടി വരുന്നു. സ്ട്രാറ്റോസ്ഫിയറിനെയും തൊട്ടുമുകളിലുള്ള മീസോസ്ഫിയറിനെയും തമ്മിൽ വേർതിരിക്കുന്ന അതിർത്തി മേഖലയാണ് സ്ട്രാറ്റോപാസ്. അപ്പോൾ താഴെ വരുന്ന അന്തരീക്ഷ പാളിയുടെ പേര് വെച്ചിട്ടാണ് നമ്മൾ അതിർത്തി മേഖലയ്ക്ക് പേരിടുന്നത്. ഇപ്പോൾ ട്രോപ്പോസ്ഫിയറിനെയും സ്ട്രാറ്റോസ്ഫിയറിനെയും കൂടെ വേർതിരിക്കുന്നത്, താഴെ ട്രോപ്പോസ്ഫിയർ ആയതുകൊണ്ട് ട്രോപ്പോപാസ് എന്നാണ് പേര്. സ്ട്രാറ്റോസ്ഫിയറിനെയും മീസോസ്ഫിയറിനെയും തമ്മിൽ വേർതിരിക്കുമ്പോൾ സ്ട്രാറ്റോസ്ഫിയർ ആണ് താഴെ വരുന്നത്. സോ അതിർത്തി മേഖല എന്താണ്? സ്ട്രാറ്റോപാസ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ സ്ട്രാറ്റോസ്ഫിയറിനെ കുറിച്ച് പഠിച്ചിരിക്കുക. അടുത്തത് മീസോസ്ഫിയർ. മീസോസ്ഫിയർ എന്ന് പറയുമ്പോൾ സ്ട്രാറ്റോസ്ഫിയറിന് മുകളിൽ 80 കിലോമീറ്റർ വരെ ഉയരത്തിൽ വ്യാപിച്ചു കിടക്കുന്ന അന്തരീക്ഷ പാളിയാണ് മീസോസ്ഫിയർ. ഉയരം കൂടുന്നവരും എന്ത് ചെയ്യുന്നു? താപനില കുറയുകയാണ് ചെയ്യുന്നത്. 80 കിലോമീറ്റർ ഉയരത്തിലെത്തുമ്പോൾ താപനില 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. 80 കിലോമീറ്റർ ഉയരത്തിലെത്തുമ്പോൾ താപനില 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. മീസോസ്ഫിയറിൻ്റെ ഏറ്റവും മുകളിലത്തെ ഭാഗമാണ് മീസോപാസ് എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, അടുത്തത് തെർമോസ്ഫിയർ അല്ലെങ്കിൽ അയണോസ്ഫിയർ ആണ്. നോക്കുക, 80 കിലോമീറ്ററിനും 400 കിലോമീറ്ററിനും ഇടയിലുള്ള അന്തരീക്ഷ പാളിയാണ് തെർമോസ്ഫിയർ അല്ലെങ്കിൽ അയണോസ്ഫിയർ. വൈദ്യുത ചാർജുള്ള അയോൺ കണികകളുടെ സാന്നിധ്യമുള്ളത് കൊണ്ടാണ് ഈ പാളിയെ എന്ത് വിളിക്കുന്നത്? അയണോസ്ഫിയർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ തെർമോസ്ഫിയറിനെ അയണോസ്ഫിയർ എന്ന് വിളിക്കാൻ കാരണം എന്താണ്? വൈദ്യുത ചാർജുള്ള അയോൺ കണികകളുടെ സാന്നിധ്യമാണ്. ഭൂമിയിൽ നിന്നും അയക്കുന്ന റേഡിയോ തരംഗങ്ങളെ ഭൂമിയിലേക്ക് തന്നെ പ്രതിഫലിപ്പിച്ച് തിരിച്ചയക്കുന്ന പാളിയാണ് ഏത്? തെർമോസ്ഫിയർ അഥവാ അയണോസ്ഫിയർ എന്ന് പറയുന്നത്. ഇവിടെ ഉയരം കൂടുന്തോറും എന്ത് സംഭവിക്കും? താപനില കൂടുന്നു. അടുത്തത് എക്സോസ്ഫിയർ. എക്സോസ്ഫിയർ എന്ന് പറയുമ്പോൾ തെർമോസ്ഫിയറിന് തൊട്ടുമുകളിൽ സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളിയാണ് എക്സോസ്ഫിയർ. അന്തരീക്ഷത്തിൻ്റെ ഏറ്റവും മുകളിലത്തെ പാളിയാണ് എക്സോസ്ഫിയർ. 400 കിലോമീറ്ററിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഈ പാളി ബഹിരാകാശത്തോട് ചേർന്ന് കിടക്കുന്നു. ബഹിരാകാശത്തോട് ചേർന്ന് കിടക്കുന്ന അന്തരീക്ഷ പാളിയാണ് എക്സോസ്ഫിയർ എന്ന് പറയുന്നത്. അടുത്തത് ദിനാന്തരീക്ഷ സ്ഥിതിയുടെയും കാലാവസ്ഥയുടെയും ഘടകങ്ങളാണ് പറയുന്നത്. ദിനാന്തരീക്ഷ സ്ഥിതിയുടെയും കാലാവസ്ഥയുടെയും ഘടകങ്ങൾ ഏതൊക്കെയാണ്? ഊഷ്മാവ്, മർദ്ദം, കാറ്റ്, ആർദ്രത, മേഘങ്ങൾ, വർഷണം. ദിനാന്തരീക്ഷ സ്ഥിതി അതായത് ഒരു ദിവസത്തെ അല്ലെങ്കിൽ കുറഞ്ഞ സമയത്തെ അന്തരീക്ഷ സ്ഥിതിയാണ് ദിനാന്തരീക്ഷ സ്ഥിതി. കാലാവസ്ഥ എന്ന് പറയുമ്പോൾ ദീർഘകാലത്തെ അന്തരീക്ഷ സ്ഥിതിയുടെ ശരാശരിയാണ്. അപ്പോൾ ദിനാന്തരീക്ഷ സ്ഥിതിയുടെയും കാലാവസ്ഥയുടെയും ഘടകങ്ങൾ ഏതൊക്കെയാണ്? ഊഷ്മാവ്, മർദ്ദം, കാറ്റ്, ആർദ്രത, മേഘങ്ങൾ, വർഷണം, ദിനാന്തരീക്ഷ സ്ഥിതി, കാലാവസ്ഥ എന്നിവയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. അടുത്ത ചാപ്റ്റർ സമുദ്രചലനങ്ങൾ എന്ന് പറയുന്നതാണ്. ഓക്കെ, സമുദ്രചലനങ്ങളാണ് ചാപ്റ്ററിൻ്റെ പേര്. നോക്കുക, സമുദ്രത്തിൻ്റെ ചലനം. സമുദ്രചലനം എന്ന് പറയുന്നത് എന്താണ്? സമുദ്രജലം ചലനാത്മകമാണ് എന്ന് നമുക്കറിയാം, അല്ലേ? സമുദ്രജലം എന്താണ്? ചലനാത്മകമാണ്, ചലിക്കുന്നതാണ്. സമുദ്രജലത്തിൻ്റെ ചലനത്തെ സ്വാധീനിക്കുന്ന ഭൗതിക സവിശേഷതകൾ എന്തൊക്കെയാണ്? സമുദ്രജലത്തിൻ്റെ ചലനത്തെ സ്വാധീനിക്കുന്ന ഭൗതിക സവിശേഷതകളാണ്: 1 താപം, 2 ലവണത്വം, 3 സാന്ദ്രത. ഓക്കെ, താപം, ലവണത്വം, സാന്ദ്രത. സമുദ്രജലത്തിൻ്റെ ചലനത്തെ സ്വാധീനിക്കുന്ന ബാഹ്യബലങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ സൂര്യൻ, ചന്ദ്രൻ, കാറ്റ് എന്നിവയാണ്. അപ്പോൾ സമുദ്രജലത്തിൻ്റെ ചലനം എന്ന് പറയുന്നതിനെ സ്വാധീനിക്കുന്ന ഭൗതിക സവിശേഷതകളാണ് താപം, ലവണത്വം, സാന്ദ്രത. ബാഹ്യബലങ്ങൾ ഏതൊക്കെയാണ്? സൂര്യൻ, ചന്ദ്രൻ, കാറ്റ്. ഇനി വിവിധ തരം സമുദ്രചലനങ്ങൾ നമുക്ക് പഠിക്കണം. വിവിധ തരം സമുദ്രചലനങ്ങൾ ഏതൊക്കെയാണ്? സമുദ്രചലനങ്ങളെ 2 രീതിയിലാണ് തരംതിരിക്കുന്നത്. 1 തിരശ്ചീന സമുദ്രചലനങ്ങൾ, 2 ലംബ സമുദ്രചലനങ്ങൾ. ഓക്കെ, സമുദ്രചലനങ്ങളെ 2 രീതിയിൽ തിരിക്കാം: തിരശ്ചീന സമുദ്രചലനങ്ങൾ എന്നും ലംബ സമുദ്രചലനങ്ങൾ എന്നും.
തിരശ്ചീന സമുദ്ര ചലനങ്ങൾക്ക് എക്സാമ്പിളാണ് തിരമാലകളും സമുദ്രജല പ്രവാഹങ്ങളും. തിരമാലകളും സമുദ്രജല പ്രവാഹങ്ങളും തിരശ്ചീന സമുദ്ര ചലനങ്ങൾക്ക് എക്സാമ്പിളാണ്. ലംബ സമുദ്ര ചലനങ്ങൾക്ക് എക്സാമ്പിളാണ് വേലികൾ എന്ന് പറയുന്നത്. ഇനി നമുക്കിതിൽ ഓരോന്നും പഠിക്കാനുണ്ട്. ആദ്യം തിരമാലകളെ കുറിച്ച് പഠിക്കാം. സമുദ്രോപരിതലത്തിൽ കാറ്റ് സൃഷ്ടിക്കുന്ന മർദ്ദത്തിൻ്റെയും ഘർഷണത്തിൻ്റെയും സ്വാധീനം മൂലം സമുദ്രജലത്തിലുണ്ടാവുന്ന തിരശ്ചീന ചലനങ്ങളാണ് എന്ത്? തിരമാലകൾ എന്ന് പറയുന്നത്. സമുദ്രോപരിതലത്തിൽ നിന്നും കാറ്റ് സൃഷ്ടിക്കുന്ന മർദ്ദത്തിൻ്റെയും ഘർഷണത്തിൻ്റെയും സ്വാധീനം മൂലം സമുദ്രജലത്തിലുണ്ടാവുന്ന തിരശ്ചീന ചലനങ്ങളാണ് തിരമാലകൾ. തിരമാലകളുടെ സവിശേഷതകൾ എന്തൊക്കെയാണ്? ഒന്ന്, തിരാശിഖരം. തിരാശിഖരം എന്ന് പറഞ്ഞാൽ ഒരു തിരയുടെ ഏറ്റവും ഉയർന്ന ഭാഗമാണ് എന്ത്? തിരാശിഖരം. അടുത്തത് തിരാതടം. തിരാതടം എന്ന് പറയുമ്പോൾ ഒരു തിരയുടെ തന്നെ ഏറ്റവും താഴ്ന്ന ഭാഗം. ഇവിടെ പിക്ചർ കൊടുത്തിരിക്കുന്നുണ്ട്. തിരാശിഖരം എന്ന് പറയുമ്പോൾ ഒരു തിരയുടെ ഏറ്റവും ഉയർന്ന ഭാഗമാണ്. ഇവിടെ ഉയർന്നു കാണപ്പെടുന്ന ഭാഗമാണ് തിരാശിഖരം. തിരാതടം എന്ന് പറയുമ്പോൾ താഴ്ന്ന ഭാഗം. ദേ കാണുന്നതിനെയാണ് തിരാതടം എന്ന് പറയുന്നത്. അടുത്തത് തിരോന്നതി. തിരോന്നതി എന്ന് പറഞ്ഞാൽ എന്താണ്? ഓരോ തിരാശിഖരത്തിനും ശിരാതടത്തിനും ഇടയിലുള്ള ലംബ ദൂരം, അതായത് ഈ മുകളിൽ കാണപ്പെടുന്ന ഭാഗത്തിനും താഴെ കാണപ്പെടുന്ന ഭാഗത്തിനും ഇടയിലുള്ള ഈ ലംബ ദൂരത്തെയാണ് എന്തെന്ന് പറയുന്നത്? തിരോന്നതി എന്ന് പറയുന്നത്. അടുത്തത് തിരാ ആയതി. തിരാ ആയതി എന്ന് പറഞ്ഞാൽ തിരോന്നതിയുടെ നേർപകുതി. തിരോന്നതിയുടെ നേർപകുതി. തിരോന്നതി പറഞ്ഞാൽ എന്താണ്? താഴത്തെ ഭാഗവും മുകളിലത്തെ ഭാഗവും തമ്മിലുള്ള ഈ ലംബ ദൂരമാണ് എന്ത്? തിരോന്നതി. അതിൻ്റെ പകുതിയാണ്. ഓക്കെ, അതിൻ്റെ പകുതി ഭാഗമാണ്. ഇത് അടയാളപ്പെടുത്തിക്കുന്നുണ്ടോ? ഈ പകുതി ഭാഗത്തെയാണ് എന്തെന്ന് പറയുന്നത്? തിരാ ആയതി എന്ന് പറയുന്നത്. അടുത്തത് തിരാകാലം. തിരാകാലം എന്ന് പറഞ്ഞാൽ എന്താണ്? സമീപസ്ഥങ്ങളായിട്ടുള്ള രണ്ട് തിരാശിഖരങ്ങളോ തിരാതടങ്ങളോ ഒരു നിശ്ചിത സ്ഥാനം പിന്നിടാനെടുക്കുന്ന സമയമാണ്. ഓക്കെ, സമീപസ്ഥങ്ങളായിട്ടുള്ള രണ്ട് തിരാശിഖരങ്ങളോ, ഇവിടെ രണ്ട് തിരാശിഖരങ്ങൾ കൊടുത്തിട്ടുണ്ട് അല്ലേ? മുകളിലെ രണ്ട് തിരാശിഖരങ്ങൾ, രണ്ട് തിരാതടങ്ങൾ, ഇത് രണ്ടും എന്താണ്? പിന്നിടാൻ വേണ്ടി എടുക്കുന്ന ഒരു സമയമുണ്ടാവും. അതിനെയാണ് നമ്മൾ തിരാകാലം എന്ന് പറയുന്നത്. അടുത്തത് തിരാദൈർഘ്യം. തിരാദൈർഘ്യം എന്ന് പറയുമ്പോൾ രണ്ട് സമീപ തിരാശിഖരങ്ങൾക്കിടയിലുള്ള തിരശ്ചീന ദൂരമാണ്. അതായത് ഇങ്ങനെയുള്ള ദൂരം. ഓക്കെ, രണ്ട് തിരാശിഖരം. തിരാശിഖരം എന്ന് പറയുന്നത് എന്താണ്? മുകളിലേക്ക് വരുന്ന അല്ലേ, പൊങ്ങി വരുന്ന ഭാഗം. അപ്പോൾ രണ്ട് തിരാശിഖരങ്ങൾക്ക് ഇടയിലുള്ള തിരശ്ചീനമായിട്ടുള്ള ആ ഒരു ദൂരമാണ് എന്ത്? തിരാദൈർഘ്യം എന്ന് പറയുന്നത്. അടുത്തത് തിരാവേഗം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു തിര ജലത്തിലൂടെ സഞ്ചരിക്കുന്ന വേഗമാണ് നോട്ട്സ് എന്ന യൂണിറ്റാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒരു തിര ജലത്തിലൂടെ സഞ്ചരിക്കുന്ന വേഗം നോട്ട്സ് എന്ന് പറയുന്ന യൂണിറ്റിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അടുത്തത് തിരാ ആവൃത്തി. തിരാ ആവൃത്തി എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡ് സമയത്തിൽ ഒരു നിശ്ചിത സ്ഥാനം കടന്നു പോകുന്ന തിരകളുടെ എണ്ണം. ഒരു സെക്കൻഡ് സമയത്തിൽ ഒരു നിശ്ചിത സ്ഥാനം കടന്നു പോകുന്ന തിരകളുടെ എണ്ണമാണ് എന്ത്? തിരാ ആവൃത്തി എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മളിപ്പോൾ പറഞ്ഞത്? തിരമാലകളുടെ സവിശേഷതകളാണ് തിരാശിഖരം. ശിഖരം എന്ന് പറഞ്ഞാൽ ഏറ്റവും ഉയർന്ന ഭാഗം തിരയുടെ. തിരാതടം എന്ന് പറഞ്ഞാൽ താഴ്ന്ന ഭാഗം. തിരോന്നതി എന്ന് പറഞ്ഞാൽ എന്താണ്? തിരാശിഖരത്തിനും തിരാതടത്തിനും ഇടയിലുള്ള ഈ ഹൈറ്റിനെയാണ് തിരോന്നതി എന്ന് പറയുക. തിരാ ആയതി എന്ന് പറഞ്ഞാൽ ഈ തിരോന്നതിയുടെ പകുതിയാണ് തിരാ ആയതി. തിരാകാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തിരാശിഖരം അല്ലെ, രണ്ട് തിരാശിഖരങ്ങളും രണ്ട് തിരാതടവും അത്രയും പിന്നിടാൻ എടുക്കുന്ന സമയമാണ് തിരാകാലം. തിരാദൈർഘ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? രണ്ട് തിരാശിഖരങ്ങൾ, അതായത് രണ്ട് ഉയർന്ന ഭാഗങ്ങൾക്കിടയിലുള്ള തിരശ്ചീന ദൂരമാണ് തിരാദൈർഘ്യം. തിരാവേഗം എന്ന് പറഞ്ഞാൽ എന്താണ്? തിര ജലത്തിലൂടെ സഞ്ചരിക്കുന്ന വേഗമാണ് തിരാവേഗം. നോട്ട്സ് എന്ന യൂണിറ്റിലാണ് ഇത് രേഖപ്പെടുത്തിയിട്ടുള്ളത്. തിരാ ആവൃത്തി എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡ് സമയത്തിൽ ഒരു നിശ്ചിത സ്ഥാനം കടന്നു പോകുന്ന തിരകളുടെ എണ്ണമാണ് തിര ആവൃത്തി. അപ്പോൾ ഇത്രയാണ് തിരമാലകളുടെ സവിശേഷതകൾ എന്ന് പറയുന്നത്. അടുത്തത് സമുദ്രജല പ്രവാഹങ്ങളെ കുറിച്ചാണ്. സമുദ്രജലം വൻതോതിൽ നിശ്ചിത ദിശയിലേക്ക് തുടർച്ചയായി തിരശ്ചീനമായി ഒഴുകുന്നതാണ് എന്ത്? സമുദ്രജല പ്രവാഹങ്ങൾ. സമുദ്രജലം വൻതോതിൽ നിശ്ചിത ദിശയിലേക്ക് തുടർച്ചയായി തിരശ്ചീനമായി ഒഴുകുന്നതിനെയാണ് സമുദ്രജല പ്രവാഹങ്ങൾ എന്ന് പറയുന്നത്. സമുദ്രത്തിനുള്ളിലെ നദികൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന വിധമാണ് ഇവ ഒഴുകുന്നത്. ഒരു ജലപ്രവാഹത്തിൻ്റെ വേഗതയെ ഡ്രിഫ്റ്റ് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, ഒരു ജലപ്രവാഹത്തിൻ്റെ വേഗതയെ വിളിക്കുന്ന പേരെന്താണ്? ഡ്രിഫ്റ്റ് എന്നാണ് വിളിക്കുന്നത്. ഡ്രിഫ്റ്റ് അളക്കുന്നത് നോട്ട്സ് എന്ന യൂണിറ്റിലാണ്. നമ്മൾ പറഞ്ഞല്ലേ, ഒരു ജലപ്രവാഹത്തിൻ്റെ വേഗതയെ ഡ്രിഫ്റ്റ് എന്ന് വിളിക്കുന്നു. ഡ്രിഫ്റ്റ് അളക്കുന്നതിന് യൂണിറ്റ് എന്താണ്? നോട്ട്സ് ആണ്. അർദ്ധഗോളങ്ങളെ ചുറ്റിയുള്ള സമുദ്രജല സഞ്ചയവും അവയുടെ ചാക്രിക പ്രവാഹവുമാണ് എന്ത്? ഗയേഴ്സ് എന്ന് പറയുന്നത്. അർദ്ധഗോളങ്ങളെ ചുറ്റിയുള്ള സമുദ്രജല സഞ്ചയവും അവയുടെ ചാക്രിക പ്രവാഹവുമാണ് എന്ത്? ഗയേഴ്സ് എന്ന് പറയുന്നത്.
അടുത്തത് സമുദ്രജല പ്രവാഹത്തെ സ്വാധീനിക്കുന്ന ബലങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ്. സമുദ്രജല പ്രവാഹത്തെ സ്വാധീനിക്കുന്ന ബലങ്ങൾ: 1 പ്രാഥമിക ബലങ്ങൾ, 2 ദ്വിതീയ ബലങ്ങൾ. പ്രാഥമിക ബലങ്ങൾ എന്ന് പറയുമ്പോൾ ജലത്തിൻ്റെ ചലനത്തിന് കാരണമാവുന്ന ബലങ്ങൾ പ്രാഥമിക ബലങ്ങളിൽ പെടുന്നതാണ്. അതായത് സൗരോർജ്ജത്താലുള്ള താപനം, കാറ്റുകൾ, ഗുരുത്വാകർഷണം, കോറിയോലിസിസ് ബലം, ഇതെല്ലാം എന്താണ്? പ്രാഥമിക ബലങ്ങളിൽ വരുന്നതാണ്. ദ്വിതീയ ബലങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജലപ്രവാഹങ്ങളുടെ ഒഴുക്കിനെ നിയന്ത്രിക്കുന്ന ബലങ്ങളാണ് ദ്വിതീയ ബലങ്ങൾ. ജലത്തിൻ്റെ ചലനത്തിന് കാരണമാകുന്ന ബലമാണ് പ്രാഥമിക ബലങ്ങൾ. ജലപ്രവാഹങ്ങളുടെ ഒഴുക്കിനെ നിയന്ത്രിക്കുന്ന ബലങ്ങളാണ് എന്ത്? ദ്വിതീയ ബലങ്ങൾ. ദ്വിതീയ ബലങ്ങൾക്ക് എക്സാമ്പിളാണ് ലവണത്വം, ജലത്തിൻ്റെ സാന്ദ്രതയിലുള്ള വ്യത്യാസം. അടുത്തത് വിവിധ തരം സമുദ്ര ജലപ്രവാഹങ്ങളെ കുറിച്ചാണ് പറയുന്നത്. വിവിധ തരം സമുദ്ര ജലപ്രവാഹങ്ങൾ: 1 ആഴത്തെ അടിസ്ഥാനമാക്കി സമുദ്രജല പ്രവാഹങ്ങളെ രണ്ടായിട്ട് തിരിക്കാം. ആഴത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ് സമുദ്രജല പ്രവാഹങ്ങളെ രണ്ടായിട്ട് തിരിക്കാം. ഉപരിതല ജലപ്രവാഹങ്ങളെന്നും അഗാധ സമുദ്ര ജലപ്രവാഹങ്ങളെന്നും. ഉപരിതല ജലപ്രവാഹങ്ങൾ എന്ന് പറയുമ്പോൾ ആകെ സമുദ്രത്തിൻ്റെ 10% എന്ത്? ഉപരിതല ജലപ്രവാഹങ്ങൾ. സമുദ്രോപരിതലത്തിൽ നിന്നും ആദ്യ 400 മീറ്റർ താഴ്ചയിൽ കാണപ്പെടുന്നതാണ് ഉപരിതല ജലപ്രവാഹങ്ങൾ. അടുത്തത് അഗാധ സമുദ്ര ജലപ്രവാഹങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? 90% സമുദ്രജലം ഉൾക്കൊള്ളുന്നതാണ് അഗാധ സമുദ്ര ജലപ്രവാഹങ്ങൾ. സാന്ദ്രതയിലും ഗുരുത്വാകർഷണത്തിലുമുള്ള വ്യത്യാസം മൂലം ഇവ സമുദ്രത്തിൻ്റെ അടിത്തട്ടിലൂടെ ചലിക്കുന്നു. ഓക്കെ, അഗാധ സമുദ്ര ജലപ്രവാഹങ്ങൾ അടിത്തട്ടിലൂടെയാണ് സഞ്ചരിക്കുന്നത്. ഇനി താപനിലയെ അടിസ്ഥാനമാക്കി, ഇപ്പം നമ്മൾ ആഴത്തെ അടിസ്ഥാനമാക്കിയാണ് 2 തരത്തിൽ പറഞ്ഞത്. ഇനി താപനിലയെ അടിസ്ഥാനമാക്കി സമുദ്രജല പ്രവാഹങ്ങളെ രണ്ടായിട്ട് തിരിക്കാം. ശീതജല പ്രവാഹങ്ങളെന്നും ഉഷ്ണജല പ്രവാഹങ്ങളെന്നും. ഓക്കെ, താപനിലയെ അടിസ്ഥാനമാക്കി സമുദ്രജല പ്രവാഹങ്ങളെ എത്രയായി തിരിക്കാം? 2 തിരിക്കാം. ശീതജല പ്രവാഹങ്ങളെന്നും ഉഷ്ണജല പ്രവാഹങ്ങളെന്നും. ശീതജല പ്രവാഹങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ശീതജല പ്രവാഹങ്ങൾ ശീതജലത്തെ ഉഷ്ണമേഖലകളിൽ എത്തിക്കുന്നു. ഓക്കെ, ശീതജലത്തെ ഉഷ്ണമേഖലകളിൽ എത്തിക്കുന്നതാണ് ശീതജല പ്രവാഹങ്ങൾ. ശീതജല പ്രവാഹങ്ങൾ പൊതുവെ താഴ്ന്ന അക്ഷാംശങ്ങളിലെയും മധ്യ അക്ഷാംശങ്ങളിലെയും വൻകരകളുടെ പടിഞ്ഞാറൻ തീരപ്രദേശങ്ങളിലാണ് കാണപ്പെടുന്നത്. ശീതജല പ്രവാഹങ്ങൾ പൊതുവെ എവിടെയാണ് കാണപ്പെടുന്നത്? താഴ്ന്ന അക്ഷാംശങ്ങളിലും മധ്യ അക്ഷാംശങ്ങളിലെയും വൻകരകളുടെ പടിഞ്ഞാറൻ തീരപ്രദേശങ്ങളിലാണ് കാണപ്പെടുന്നത്. കൂടാതെ ഉത്തരാർദ്ധഗോളത്തിൽ ഉയർന്ന അക്ഷാംശങ്ങളിലെ വൻകരകളുടെ കിഴക്കൻ തീരങ്ങളിലും കാണപ്പെടുന്നുണ്ട്. ശീതജല പ്രവാഹങ്ങൾ ഉത്തരാർദ്ധഗോളത്തിൽ ഉയർന്ന അക്ഷാംശങ്ങളിലെ വൻകരകളുടെ കിഴക്കൻ തീരങ്ങളിലും കാണപ്പെടുന്നു എന്നുള്ളത് ഓർത്തിരിക്കുക. അടുത്തത് ഉഷ്ണജല പ്രവാഹങ്ങൾ. ഉഷ്ണജല പ്രവാഹങ്ങൾ ഉഷ്ണജലത്തെ തണുപ്പുള്ള പ്രദേശങ്ങളിലേക്ക് എത്തിക്കുന്നു. ഉഷ്ണജലത്തെ തണുപ്പുള്ള പ്രദേശങ്ങളിലേക്ക് എത്തിക്കുന്നത് ആരാണ്? ഉഷ്ണജല പ്രവാഹങ്ങളാണ്. ഉഷ്ണജല പ്രവാഹങ്ങൾ താഴ്ന്ന അക്ഷാംശങ്ങളിലെയും മധ്യ അക്ഷാംശങ്ങളിലെയും വൻകരകളുടെ കിഴക്കൻ തീരപ്രദേശങ്ങളിലാണ് കാണപ്പെടുന്നത്. ശീതജല പ്രവാഹങ്ങൾ എവിടെയായിരുന്നു? പടിഞ്ഞാറൻ തീരപ്രദേശങ്ങളിലായിരുന്നു കാണുന്നു എന്ന് പറഞ്ഞത്. ഉഷ്ണമേഖലാ ജലപ്രവാഹങ്ങളാണെങ്കിൽ താഴ്ന്ന അക്ഷാംശങ്ങളിലെയും മധ്യ അക്ഷാംശങ്ങളിലെയും വൻകരകളുടെ കിഴക്കൻ തീരപ്രദേശങ്ങളിലാണ് കാണപ്പെടുന്നത്. കൂടാതെ ഉത്തരാർദ്ധഗോളത്തിൽ ഉയർന്ന അക്ഷാംശങ്ങളിലെ വൻകരകളുടെ പടിഞ്ഞാറൻ തീരങ്ങളിലും കാണപ്പെടുന്നുണ്ട്. ഉത്തരാർദ്ധഗോളത്തിൽ ഉയർന്ന അക്ഷാംശങ്ങളുടെ വൻകരകളുടെ പടിഞ്ഞാറൻ തീരങ്ങളിലും കാണപ്പെടുന്നുണ്ട്. ഇനി അടുത്തത് പസഫിക് സമുദ്രത്തിലെ സമുദ്രജല പ്രവാഹങ്ങളാണ് പറയുന്നത്. പേരുകൾ പഠിച്ചു വയ്ക്കുക, അത് ഏത് തരം പ്രവാഹമാണെന്നും ഓർത്തിരിക്കുക. ഓക്കെ, പസഫിക് സമുദ്രത്തിലെയാണ് ആദ്യം പറയുന്നത്. കുറേഷ്യ പ്രവാഹം ഉഷ്ണജല പ്രവാഹമാണ്. നോക്കുക, പസഫിക് സമുദ്രത്തിലെ ഉഷ്ണജല പ്രവാഹങ്ങൾ ആദ്യം നോക്കാം അല്ലേ. ഉഷ്ണജല പ്രവാഹങ്ങൾ ഏതൊക്കെയാണ്? 3 എണ്ണമാണ് വരുന്നത്. കുറേഷ്യ പ്രവാഹം, അലാസ്കൻ പ്രവാഹം, ഉത്തര പസഫിക് പ്രവാഹം. ഓക്കെ, കുറേഷ്യ, അലാസ്കൻ, ഉത്തര പസഫിക് പ്രവാഹം എന്നിവയാണ് പസഫിക് സമുദ്രത്തിലെ ഉഷ്ണജല പ്രവാഹങ്ങൾ. ഇനി പസഫിക് സമുദ്രത്തിലെ ശീതജല പ്രവാഹങ്ങൾ ഏതൊക്കെയാണ്? ഒയാഷ്യോ പ്രവാഹം, കാലിഫോർണിയ പ്രവാഹം, ഹംബോൾട്ട് പ്രവാഹം. ഒയാഷ്യോ പ്രവാഹം, കാലിഫോർണിയ പ്രവാഹം, ഹംബോൾട്ട് പ്രവാഹം എന്നിവയാണ് ശീതജല പ്രവാഹത്തിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ പസഫിക് സമുദ്രത്തിലെ സമുദ്രജല പ്രവാഹങ്ങളിൽ ഉഷ്ണമേഖലാ പ്രവാഹം ഏതൊക്കെയാണ്? കുറേഷ്യ, അലാസ്കൻ, ഉത്തര പസഫിക്. ശീതജല പ്രവാഹം വരുന്നത് ഒയോഷ്യ, കാലിഫോർണിയ, ഹംബോൾട്ട് എന്നിവയാണ്. അടുത്തത് അറ്റ്ലാന്റിക് സമുദ്രത്തിലെ സമുദ്രജല പ്രവാഹങ്ങളാണ്. ഏതൊക്കെയാണ്? ഉഷ്ണജല പ്രവാഹം വരുന്നത് ഗൾഫ് സ്ട്രീം, ഉത്തര അറ്റ്ലാന്റിക്, ബ്രസീലിയൻ പ്രവാഹം എന്നിവയാണ്
അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ഉഷ്ണമേഖല അല്ലെങ്കിൽ ഉഷ്ണജല പ്രവാഹം ഏതൊക്കെയാണ്? ഗൾഫ് സ്ട്രീം, ഉത്തര അറ്റ്ലാന്റിക് പ്രവാഹം, ബ്രസീലിയൻ പ്രവാഹം. അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ശീതജല പ്രവാഹങ്ങൾക്ക് എക്സാമ്പിളാണ് ലാബ്രഡോർ പ്രവാഹം, കാനറി പ്രവാഹം, ഫാൽക്ലാൻഡ്സ് പ്രവാഹം, വെനഗ്വേല പ്രവാഹം. ഏതൊക്കെയാണ്? ലാബ്രഡോർ, കാനറി, ഫാൽക്ലാൻഡ്, വെനഗ്വേല പ്രവാഹം എന്നിവയാണ് അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ശീതജല പ്രവാഹം. അടുത്തത് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സമുദ്രജല പ്രവാഹങ്ങളാണ്. ഉഷ്ണജല പ്രവാഹത്തിൽ വരുന്നത് മൺസൂൺ പ്രവാഹവും അഗുൽഹാസ് പ്രവാഹവും. ഓക്കെ, മൺസൂൺ അതുപോലെ തന്നെ അഗുൽഹാസ് പ്രവാഹമാണ് ഉഷ്ണജല പ്രവാഹം. ശീതജല പ്രവാഹത്തിന് എക്സാമ്പിളാണ് പശ്ചിമ ഓസ്ട്രേലിയൻ പ്രവാഹം. പശ്ചിമ ഓസ്ട്രേലിയൻ പ്രവാഹം ഏതുതരം പ്രവാഹമാണ്? ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ശീതജല പ്രവാഹമാണ്. ഇനി സമുദ്രജല പ്രവാഹങ്ങളുടെ ഫലങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് പറയുന്നത്. സമുദ്രജല പ്രവാഹങ്ങളുടെ ഫലങ്ങൾ എന്തൊക്കെയാണ്? ഉഷ്ണ ശീതജല പ്രവാഹങ്ങൾ കൂടിച്ചേരുന്ന സമുദ്രജലം ഓക്സിജൻ സമൃദ്ധമായതിനാൽ ഇത് പ്ലവക വളർച്ചയ്ക്ക് അനുകൂല സാഹചര്യമാകുന്നു. പ്ലവകങ്ങൾ മത്സ്യങ്ങൾക്ക് ആഹാരമായതിനാൽ ഈ പ്രദേശങ്ങൾ മത്സ്യസമ്പത്തുള്ള ഇടങ്ങളായി മാറുന്നു. ഓക്കെ, ഉഷ്ണ ശീതജല പ്രവാഹങ്ങൾ കൂടിച്ചേരുന്ന സമുദ്രജലം ഓക്സിജൻ സമൃദ്ധമായതുകൊണ്ട് തന്നെ ഇതെന്താണ്? പ്ലവക വളർച്ചയ്ക്ക് അനുകൂല സാഹചര്യമാണ്. പ്ലവകങ്ങൾ മത്സ്യങ്ങൾക്ക് ആഹാരമായതുകൊണ്ട് തന്നെ ഈ പ്രദേശങ്ങൾ മത്സ്യസമ്പത്തുള്ള ഇടങ്ങളായിട്ട് മാറുന്നു. അതുപോലെ മൂടൽമഞ്ഞ് രൂപപ്പെടുന്നു. സമുദ്രജല പ്രവാഹങ്ങളുടെ ഫലമായി മൂടൽമഞ്ഞ് രൂപപ്പെടുന്നു. വ്യത്യസ്ത തരം സമുദ്രജല കാലാവസ്ഥകൾ സൃഷ്ടിക്കുന്നു. ആഗോള കാലാവസ്ഥയെ നിയന്ത്രിക്കുന്നു. ഉഷ്ണജലത്തെ ധ്രുവപ്രദേശങ്ങളിലും ശീതജലത്തെ ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലും എത്തിക്കുന്നു. ഉഷ്ണജലത്തെ ധ്രുവപ്രദേശങ്ങളിലും ശീതജലത്തെ ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലും എത്തിക്കുന്നത് സമുദ്രജല പ്രവാഹങ്ങളുടെ ഫലമായിട്ടാണ്. ഓക്കെ, അത് പഠിച്ചു വയ്ക്കുക. അടുത്തത് വേലികളെ കുറിച്ചാണ്. മുഖ്യമായും സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും ആകർഷണ ഫലമായി ദിവസേന കടൽ നിരപ്പ് 1-2 തവണ കാലികമായി ഉയരുകയും താഴുകയും ചെയ്യുന്നതിനെയാണ് വേലികൾ എന്ന് പറയുന്നത്. ഓക്കെ, മുഖ്യമായും സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും ആകർഷണ ഫലമായിട്ട് ദിവസേന കടൽ നിരപ്പ് 1-2 തവണയായിട്ട് കാലികമായി ഉയരുകയും താഴുകയും ചെയ്യുന്നതാണ് വേലികൾ. കാലാവസ്ഥാ നിയന്ത്രിതമായിട്ട്, അതായത് കാറ്റുകളും അന്തരീക്ഷമർദ്ദത്തിലെ വ്യത്യാസങ്ങളും നിയന്ത്രിതമായിട്ടുണ്ടാവുന്ന സമുദ്രജല ചലനങ്ങളെയാണ് സർജസ് എന്ന് വിളിക്കുന്നത്. കാലാവസ്ഥ നിയന്ത്രിതമായിട്ട് ഉണ്ടാകുന്ന സമുദ്രജല ചലനങ്ങളെ സർജസ് എന്നാണ് വിളിക്കുന്നത്. അടുത്തത് നോക്കുക, വേലികളുടെ രൂപീകരണം. ചന്ദ്രൻ്റെയും ഒരളവ് വരെ സൂര്യൻ്റെയും ഗുരുത്വാകർഷണ ബലവും ഈ ഗുരുത്വാകർഷണ ബലങ്ങൾക്കെതിരെ ഭൂമി പ്രയോഗിക്കുന്ന അപകേന്ദ്ര ബലവുമാണ് വേലികൾക്ക് കാരണമാകുന്ന പ്രധാന ബലങ്ങൾ. വേലികൾക്ക് കാരണമാകുന്ന പ്രധാന ബലങ്ങൾ ഏതൊക്കെയാണ്? ചന്ദ്രൻ്റെയും ഒരളവ് വരെ സൂര്യൻ്റെയും ഗുരുത്വാകർഷണ ബലവും ഈ ഗുരുത്വാകർഷണ ബലങ്ങൾക്കെതിരെ ഭൂമി പ്രയോഗിക്കുന്ന അപകേന്ദ്ര ബലവുമാണ് വേലികൾക്ക് കാരണമാകുന്നത്. ഗുരുത്വാകർഷണ ബലവും അപകേന്ദ്ര ബലവും മൂലം ഭൂമിയിൽ ഒരേ സമയം 2 ഇടങ്ങളിൽ വേലിയേറ്റം ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ഗുരുത്വാകർഷണ ബലവും അപകേന്ദ്ര ബലവും മൂലം ഭൂമിയിൽ ഒരേ സമയം 2 ഇടങ്ങളിൽ എന്തുണ്ടാവുന്നുണ്ട്? വേലിയേറ്റം ഉണ്ടാവുന്നുണ്ട്. അതായത് ചന്ദ്രന് അഭിമുഖമായ ഭൂമിയുടെ ഭാഗത്ത് ഗുരുത്വാകർഷണ ബലത്താലും ചന്ദ്രന് അഭിമുഖമായ ഭൂമിയുടെ ഭാഗത്ത് എന്താണ്? ഗുരുത്വാകർഷണ ബലം മൂലവും വിപരീത വശത്ത് അപകേന്ദ്ര ബലത്താലുമാണ് വേലിയേറ്റങ്ങൾ ഉണ്ടാവുന്നത്. ഓക്കെ, ചന്ദ്രന് അഭിമുഖമായിട്ടുള്ള ഭൂമിയുടെ ഭാഗത്ത് ഗുരുത്വാകർഷണ ബലത്താലും വിപരീത വശത്ത് അപകേന്ദ്ര ബലത്താലുമാണ് വേലിയേറ്റങ്ങൾ ഉണ്ടാകുന്നത്. ഓക്കെ, ഇവിടെ പിക്ചർ കൊടുത്തിട്ടുണ്ട്, ഇതൊന്ന് നോക്കി മനസ്സിലാക്കുക കേട്ടോ. ഇനി ദ്വീപുകൾക്കിടയിലൂടെയോ ഉൾക്കടലുകളിലേക്കോ അഴിമുഖങ്ങളിലേക്കോ വേലിയേറ്റ ജലം ഒഴുകുന്നതിനെ വേലിയേറ്റ പ്രവാഹങ്ങൾ എന്നാണ് വിളിക്കുന്നത്. ദ്വീപുകൾക്കിടയിലൂടെയോ ഉൾക്കടലുകളിലേക്കോ അഴിമുഖങ്ങളിലേക്കോ വേലിയേറ്റ ജലം ഒഴുകുന്നതിനെയാണ് വേലിയേറ്റ പ്രവാഹങ്ങൾ അല്ലെങ്കിൽ ടൈഡൽ കറൻസ് എന്ന് വിളിക്കുന്നത്. കാനഡയിലെ നോവാസ്കോട്ടയിലുള്ള ഫണ്ടി ഉൾക്കടലിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ വേലിയേറ്റങ്ങൾ ഉണ്ടാകുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ വേലിയേറ്റങ്ങൾ ഉണ്ടാകുന്നത് എവിടെയാണ്? കാനഡയിലെ നോവാസ്കോട്ടിയയിലുള്ള ഫണ്ടി ഉൾക്കടലിലാണ്. ഇനി വിവിധ തരം വേലിയേറ്റങ്ങളെ കുറിച്ചാണ്. അതായത് ആവർത്തനതയെ അല്ലെങ്കിൽ ആവൃത്തി അടിസ്ഥാനമാക്കിയിട്ട് വേലികളെ 2ആയിട്ട് തിരിക്കാം. ഏതൊക്കെയാണ്? ഒന്ന് അർദ്ധ ദൈനിക വേലികൾ, ദൈനിക വേലികൾ, മിശ്രവേലികൾ. നോക്കുക, അർദ്ധ ദൈനിക വേലികൾ എന്ന് പറയുമ്പോൾ പ്രതിദിനം 2 വീതം വേലിയേറ്റങ്ങളും വേലിയിറക്കങ്ങളും സാധാരണയായി കണ്ടുവരുന്നത്. തുടർച്ചയായ വേലിയിറക്കങ്ങൾക്ക് ഏതാണ്ട് വളരെ ഉയരമായിരിക്കും. അപ്പോൾ അർദ്ധ ദൈനിക വേലികൾ എന്ന് പറയുമ്പോൾ അർദ്ധ ദൈനികം എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു ദിവസത്തിന് പകുതി അല്ലേ? അതായത് പ്രതിദിനം 2 വീതം, പകുതി ഒരു വേലിയേറ്റം പകുതി വേറൊരു വേലിയിറക്കം. അപ്പോൾ പ്രതിദിനം 2 വീതം വേലിയേറ്റങ്ങളും വേലിയിറക്കങ്ങളും ഉള്ളതാണ് എന്ത്? അർദ്ധ ദൈനിക വേലികൾ. സാധാരണയായിട്ട് കണ്ടുവരുന്നത് അർദ്ധ ദൈനിക വേലികളാണ്.
തുടർച്ചയായ വേലിയേറ്റ വേലിയിറക്കങ്ങൾക്ക് ഏതാണ്ട് ഒരേ ഉയരമായിരിക്കും. അടുത്തത് ദൈനിക വേലികൾ എന്ന് പറയുമ്പോൾ എന്താണ്? പ്രതിദിനം ഒരേ വേലിയേറ്റവും ഒരേ വേലിയിറക്കവും മാത്രമാണെങ്കിൽ അതിനെ ദൈനിക വേലികൾ എന്ന് പറയുന്നു. തുടർച്ചയായ വേലിയേറ്റ വേലിയിറക്കങ്ങൾക്ക് ഏതാണ്ട് ഒരേ ഉയരമായിരിക്കും. അടുത്തത് മിശ്രവേലികൾ. മിശ്രവേലികൾ എന്താണ്? ഉയരത്തിൽ വ്യതിയാനങ്ങളുടെ വേലികളാണ് മിശ്രവേലികൾ. ഓക്കെ, ഉയരത്തിൽ വ്യതിയാനങ്ങളുള്ള വേലികളാണ് മിശ്രവേലികൾ. വടക്കേ അമേരിക്കയുടെ പടിഞ്ഞാറൻ തീരത്തും പസഫിക് സമുദ്രത്തിലെ പല ദ്വീപുകളിലും ഉണ്ടാകുന്ന വേലിയേറ്റങ്ങൾ മിശ്രവേലികളാണ്. അപ്പോൾ മിശ്രവേലികൾ ഉണ്ടാകുന്നതിന് എക്സാമ്പിൾ വടക്കേ അമേരിക്കയുടെ പടിഞ്ഞാറൻ തീരത്തും പസഫിക് സമുദ്രത്തിലെ പല ദ്വീപുകളിലും ഉണ്ടാകുന്ന വേലിയേറ്റങ്ങളാണെന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി അടുത്തത് സൂര്യൻ, ചന്ദ്രൻ, ഭൂമി എന്നിവയുടെ സ്ഥാനം അടിസ്ഥാനമാക്കിയിട്ട് വേലികളെ രണ്ടായിട്ട് തിരിക്കാം. ഏതൊക്കെയാണ്? വാവുവേലികൾ എന്നും സപ്തമി വേലികൾ എന്നും. ഓക്കെ, വാവുവേലികൾ, സപ്തമി വേലികൾ. സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും ഭൂമിയുടെയും സ്ഥാനം നേർരേഖയിലാകുമ്പോൾ ഉണ്ടാവുന്നതാണ് വാവുവേലികൾ. വാവുവേലികൾ എന്ന് പറയുമ്പോൾ സൂര്യനും അതുപോലെ തന്നെ ചന്ദ്രനും ഭൂമിയും എങ്ങനെയാണ്? നേർരേഖയിലായിട്ട് വരുമ്പോഴാണ് എന്ത് പറയുന്നത്? വാവുവേലികൾ എന്ന് പറയുന്നത്. മാസത്തിൽ 2 തവണ വാവുവേലികൾ ഉണ്ടാവുന്നുണ്ട്, പൗർണമിയിലും അമാവാസിയിലും. അപ്പോൾ സൂര്യനും ചന്ദ്രനും ഭൂമിയും നേർരേഖയിൽ വരുന്നത് എപ്പോഴാണ്? മാസത്തിൽ 2 തവണയാണ്, പൗർണമിയിലും അമാവാസിയിലുമാണ് 2 തവണയാണ് വാവുവേലികൾ ഉണ്ടാവുന്നത്. വേലിയേറ്റങ്ങളുടെ ഉയരം വളരെ കൂടുതലായിരിക്കും, ശക്തിയേറിയ വേലിയേറ്റമായിരിക്കും വാവുവേലികൾക്കുണ്ടാവുക. ഓക്കെ, ഇനി അടുത്തത് സപ്തമി വേലികൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഭൂമിക്ക് ആപേക്ഷികമായി സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും സ്ഥാനം മട്ടകോണിലാകുമ്പോഴാണ് 90 ഡിഗ്രി. ഓക്കെ, സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും എന്താണ് ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രി വരുമ്പോഴാണ്, അതിനെയാണ് നമ്മൾ സപ്തമി വേലികൾ എന്ന് പറയുന്നത്. സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും ഭൂമിയുടെയും സ്ഥാനം മട്ടകോണിലാകുമ്പോൾ സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും ബലങ്ങൾ ഒന്നിനൊന്ന് എതിരായി പ്രവർത്തിക്കുകയും സൂര്യൻ്റെ ഗുരുത്വാകർഷണം ചെലുത്തുന്ന എതിർബലം മൂലം ചന്ദ്രൻ സൃഷ്ടിക്കുന്ന വേലിയേറ്റങ്ങൾ ദുർബലപ്പെടുകയും ചെയ്യുന്നു. വാവുവേലികൾക്കും സപ്തമവേലികൾക്കും ഇടയിൽ പൊതുവെ 7 ദിവസത്തിൻ്റെ ഇടവേള ഉണ്ടായിരിക്കും. ഓക്കെ, വാവുവേലികൾക്കും സപ്തമവേലികൾക്കും ഇടയിൽ എത്ര ദിവസത്തെ ഗ്യാപ്പ് ഉണ്ടാവും? 7 ദിവസത്തെ ഗ്യാപ്പ് ഉണ്ടാവും. വേലിയേറ്റങ്ങളുടെ ഉയരം താരതമ്യേന കുറവായിരിക്കും. പൊതുവെ ശക്തി കുറഞ്ഞ വേലിയേറ്റങ്ങളാണ് സപ്തമി വേലികൾ എന്ന് പറയുന്നത്. ഇനി അടുത്ത് നോക്കാം, കുറച്ച് വേർഡ്സ് ആണ്. പെരിജി. പെരിജി എന്ന് പറഞ്ഞാൽ എന്താണ്? ചന്ദ്രൻ്റെ ഭ്രമണപഥം ഭൂമിയോട് ഏറ്റവും അടുത്തെത്തുന്നതിനെയാണ് പെരിജി എന്ന് പറയുന്നത്. ഓക്കെ, ചന്ദ്രൻ്റെ ഭ്രമണപഥം ഭൂമിയോട് ഏറ്റവും അടുത്തെത്തുന്നതിനെയാണ് പെരിജി എന്ന് പറയുന്നത്. സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി ഈ സമയത്ത് വേലിയേറ്റ വേലിയിറക്കങ്ങൾ കൂടുതൽ ശക്തമാണ്. വേലിയേറ്റ വേലിയിറക്ക നിരപ്പുകൾ തമ്മിലുള്ള അന്തരം വർദ്ധിക്കുന്നു. ഓക്കെ, അതാണ് പെരിജി. ഇനി അപ്പോജി എന്ന് പറയുന്നത് എന്താണ്? ചന്ദ്രൻ്റെ ഭ്രമണപഥം ഭൂമിയോട് ഏറ്റവും അകലെയാവുന്നതിനെയാണ് അപ്പോജി എന്ന് പറയുക. ഏറ്റവും അടുത്ത് വരുന്നതിനെ പെരിജി എന്നും അകലേക്ക് പോകുന്നതിനെ അപ്പോജി എന്നും പറയും. വേലിയേറ്റ വേലിയിറക്ക നിരപ്പുകൾ തമ്മിലുള്ള അന്തരം കുറയുന്നു. അടുത്തത് പെരിഹിലിയൻ. പെരിഹിലിയൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഭൂമിയുടെ സ്ഥാനം സൂര്യനോട് ഏറ്റവും അടുത്താവുന്ന ദിവസമാണ് പെരിഹിലിയൻ എന്ന് പറയുന്നത്. ജനുവരി 3-നാണ് എപ്പോഴും വരിക. പെരിഹിലിയൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഭൂമിയുടെ സ്ഥാനം സൂര്യനോട് ഏറ്റവും അടുത്താവുന്ന ദിവസമാണ് പെരിഹിലിയൻ. ഈ ദിവസങ്ങളിൽ സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി വേലിയേറ്റങ്ങൾ കൂടുതൽ ഉയരത്തിലും വേലിയിറക്കങ്ങൾ കൂടുതൽ താഴ്ചയിലുമായിരിക്കും. അതുകൊണ്ട് തന്നെ അന്തരം വളരെ കൂടുതലായിരിക്കും. അടുത്തത് അപ്ഹിലിയൻ. അപ്ഹിലിയൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഭൂമിയുടെ സ്ഥാനം സൂര്യനോട് ഏറ്റവും അകലെ ഉണ്ടാവുന്ന ദിവസമാണ്. അതായത് ജൂലൈ 4-നാണ് അങ്ങനെ വരുന്നത്. ഈ ദിവസങ്ങളിൽ വേലിയേറ്റ വേലിയിറക്കങ്ങൾ തമ്മിലുള്ള അന്തരം എന്തായിരിക്കും? ഏറ്റവും കുറവായിരിക്കും. അടുത്തത് എബ്. എബ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വേലിയേറ്റത്തിൽ നിന്നും വേലിയിറക്കത്തിലേക്ക് ജലനിരപ്പ് താഴുന്ന കാലയളവാണ്. ഒരു വേലിയേറ്റം കഴിഞ്ഞ് ഒരു വേലിയിറക്കത്തിലേക്ക് ജലനിരപ്പ് താഴുന്ന കാലയളവിനെയാണ് എന്തെന്ന് പറയുക? എബ് എന്ന് പറയുക. അടുത്തത് ഫ്ലോ അല്ലെങ്കിൽ ഫ്ലഡ് എന്ന് പറയുന്നത് എന്താണ്? ഒരു വേലിയിറക്കത്തിൽ നിന്നും വേലിയേറ്റത്തിലേക്ക് ജലനിരപ്പ് ഉയരുന്ന കാലയളവിനെയാണ് ഫ്ലോ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഫ്ലഡ് എന്ന് പറയുന്നത്. അടുത്തത് വേലികളുടെ പ്രാധാന്യം നോക്കുക. നാവികർക്കും മത്സ്യബന്ധന തൊഴിലാളികൾക്കും അവരുടെ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യാൻ സഹായകരമാണ് വേലികൾ എന്ന് പറയുന്നത്. സമുദ്രസഞ്ചാരത്തിന് വളരെയധികം പ്രാധാന്യമുള്ളവയാണ്. അഴിമുഖങ്ങളിൽ നിന്നും അവസാദങ്ങളും മലിനജലവും നീക്കം ചെയ്യുന്നതിന് വേലികൾ സഹായകമാവുന്നു. വൈദ്യുതോൽപാദനത്തിനായി വേലികളെ പ്രയോജനപ്പെടുത്തുന്നു. എന്തൊക്കെയാണ് വേലികളുടെ പ്രാധാന്യം? നാവികർക്കും മത്സ്യബന്ധന തൊഴിലാളികൾക്കും അവരുടെ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യാൻ സഹായകമാണ്. സമുദ്രസഞ്ചാരത്തിന് വളരെയധികം പ്രാധാന്യമുള്ളവയാണ്. അഴിമുഖങ്ങളിൽ നിന്നും അവസാദങ്ങളുടെ മലിനജലവും നീക്കം ചെയ്യുന്നതിന് വേലികൾ സഹായകമാണ്. വൈദ്യുതോൽപാദനത്തിനായിട്ട് വേലികളെ പ്രയോജനപ്പെടുത്തുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ വേൾഡ് ജിയോഗ്രഫി എന്ന് പറയുന്നത്. +1 വേൾഡ് ജിയോഗ്രഫിയിൽ
ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ചാപ്റ്റേഴ്സിൻ്റെ മുഴുവനായിട്ടുള്ള ക്യാപ്സ്യൂൾ രൂപത്തിലുള്ള നോട്ട്സാണ് നിങ്ങൾക്ക് തന്നത്. അപ്പോൾ ഇതിൽ അഡീഷണൽ ആയിട്ട് ഇനി എടുക്കാത്ത 1-2 ചാപ്റ്റേഴ്സ് ഉണ്ട്. അത് വേണം എന്നുള്ളവർ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അത് ബാക്കിയുള്ളത് കൂടെ ഞാൻ ടെക്സ്റ്റ് ബുക്ക് വെച്ച് എടുത്ത് തരുന്നതായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ഇന്ത്യൻ ജോഗ്രഫി പഠിക്കാനുണ്ട് +1. അത് നമ്മൾ ഉടനെ തന്നെ ഇതുപോലെ തന്നെ ക്യാപ്സ്യൂൾ രൂപത്തിലുള്ള നോട്ടായിട്ട് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ഇപ്പോൾ ചെയ്ത വേൾഡ് ജോഗ്രഫിയുടെ ക്യാപ്സ്യൂൾ രൂപത്തിലുള്ള നോട്ട്സ് മുഴുവനായിട്ട് ഞാൻ ടെലഗ്രാമിൽ PDF ആയി ഇട്ടേക്കാം. അവിടെ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുത്ത് പഠിക്കാവുന്നതാണ്. ടെലഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. പക്ഷേ പലർക്കും ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ ടെലഗ്രാമിൽ പോയിട്ട് PSC ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ വന്നോളും. അവിടെ നിന്നും PDF ഡൗൺലോഡ് ചെയ്തെടുത്ത് പഠിക്കാവുന്നതാണ്. ഓക്കെ ആണല്ലോ? അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്